എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഗുഡ് ഈവനിങ്. യെസ്, നമസ്കാരം എവ്രിവൺ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അനുമിസ് ആണ്. കുറച്ചു പേര് എന്നെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഫുൾ സെറ്റ് ആണോ? ഫുൾ യൂട്യൂബിലേയും കൂടി ഫുൾ സെറ്റ് ആണോ? ഫുൾ ഹാപ്പി ആയിട്ടാണോ വന്നിരിക്കുന്നത്? മിസ് ദേ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫോർ എവ്രി പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ അല്ലേ? ഒരു സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടോ? എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ? മിസ്സിൻ്റെ അടുത്ത് പറയാം, മിസ് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. ഓക്കെ, എല്ലാവരും സെറ്റാണോ? ഹായ് അഭിനവ്, ഹായ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പോയിട്ട് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. ഹായ് കെവിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ കെമിസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ ബോർഡ് എക്സാംസിൻ്റെ ഒരു ലെവൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം JEE ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. എക്സാംസിൻ്റെ ഡിഫിക്കൽറ്റി കൂടുന്നുണ്ട്. സോ നമ്മൾ ആദ്യം മുതലേ പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അല്ലേ? അപ്പം എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ട് അല്ലേ? അപ്പം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ അത്രയും പോസിറ്റീവ് ആയിട്ടൊരു ചാപ്റ്ററും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ്, ഗുഡ് ഈവനിങ് അമർജിത്ത്. അപ്പം നമുക്കറിയാം ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിലർ സ്റ്റുഡൻസ് എന്താണ്, ഓൾറെഡി നമ്മുടെ സൊല്യൂഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു ക്വിക്ക് റിവിഷൻ, യൂട്യൂബിലുള്ളവർക്ക് എന്താണ്, നിങ്ങൾക്ക് മിസ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുക അല്ലേ? ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി ആണ്. സൊല്യൂഷൻസ് എന്നാണ് പേര് അല്ലേ? അപ്പോൾ സൊല്യൂഷൻസിലേക്ക്, നമ്മുടെ കെമിസ്ട്രിയുടെ സൊല്യൂഷൻസിലേക്ക് വരുമ്പം വെറും 9 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ടുഡേസ് ടാർഗറ്റ് ഇസ് വെറും എന്താണ് 9 ടോപ്പിക്സ് ആണ് അല്ലേ? ആദ്യം തന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത് അല്ലേ? ചാപ്റ്ററിൽ ഒരുപാട് പഠിക്കാനുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ വെറും 9 ടോപ്പിക്സേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന 7 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളുടെ സൊല്യൂഷൻസ് അല്ലേ? അപ്പോൾ എന്താണ് ഈ ഒരു ക്ലാസ്, ഈ ഒരു യൂട്യൂബ് ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ എന്താണ് മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ ചാപ്റ്റർ മിസ് എന്ത് ചെയ്യും? പഠിപ്പിക്കും. ഫുൾ കണ്ടന്റ് മുഴുവൻ ചാപ്റ്റർ മിസ് പഠിപ്പിക്കും. NCERTയിലെ നോക്ക് ഇൻ കോർണേഴ്സ് മൊത്തം പഠിപ്പിക്കും. ഇനി NCERT റീഡിംഗ് എന്ന് പറഞ്ഞ്, അതായത് നിങ്ങൾ NCERT ബുക്ക് എടുത്ത് വായിക്കാറുണ്ടോ? ഒരുപാട് പേര് വായിക്കാറുണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് എന്തായിരിക്കും, NCERT വായിക്കാൻ മടിയായിരിക്കും. അപ്പം നിങ്ങളെ കൊണ്ട് ഞാൻ NCERT വായിപ്പിക്കാം. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, NCERT വായിച്ച ഒരു ഫീലിംഗ് കിട്ടും. ഞാൻ വായിപ്പിക്കും ഇടയിൽ. ഓക്കെ, ഹായ് സ്റ്റീവ്. പിന്നെ NCERTയിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. സോ നമുക്ക് തുടങ്ങാം നമ്മളുടെ സൊല്യൂഷൻസ് അല്ലേ? സൊല്യൂഷൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ലൈഫിൽ അല്ലേ, എനിക്കൊക്കെ രാവിലെ എണീറ്റ് എനിക്കിങ്ങനെ നേരം വെളുത്തു എന്ന് തോന്നണമെങ്കിൽ സൂര്യൻ്റെ കൂടെ തന്നെ കൈ കിട്ടേണ്ട ഒരാളുണ്ട്. ആരാണ്? ഒരു ചായ അല്ലേ? അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ചായയും കാപ്പിയും ഒക്കെ. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ സൊല്യൂഷൻസ് ആണ് അല്ലേ? അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഒരു ശ്വാസം ഉള്ളിലേക്ക് വലിച്ചൊന്ന് പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്തേ. ഇൻഹെയിൽ, എക്സെയിൽ. ഇതെന്താ മിസ് ബയോളജി ക്ലാസ് ആണോ അല്ലേ? നമ്മൾ ഈ വലിച്ച് കയറ്റുന്ന എയർ അല്ലേ, നമ്മൾ അകത്തേക്ക് എടുക്കുന്ന എയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എയർ ഒരു സൊല്യൂഷൻ ആണോ? ഒരുപാട് പേരുടെ ഇപ്പോഴും ഉള്ള മനസ്സിലുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അവർ ലിക്വിഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സൊല്യൂഷൻ ആണ്. ഇപ്പം ചായ കാപ്പി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ലിക്വിഡ് അല്ലേ, സൊല്യൂഷൻ ആണ്. പക്ഷെ എയർ ഒരു സൊല്യൂഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലേ? നിങ്ങൾ ടീം കോഫി ആണോ ടീം ടീ ആണോ എന്ന് കമൻറ്റ് ചെയ്തേ. മിസ് കുറച്ച് ചില സമയത്ത് കോഫി പേഴ്സൺ ആണ്, ചില സമയത്ത് ടീ പേഴ്സൺ ആണ്. ഇറ്റ് ഡിപ്പെൻസ് അല്ലേ? ഇനി നമ്മൾ ഈ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒട്ടും നല്ലതല്ല. നിങ്ങൾ ഒരിക്കലും കുടിക്കരുത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. പക്ഷെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ എന്താണ്? ഒരു സൊല്യൂഷനാണ്. നമ്മളുള്ളിലേക്ക് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുന്ന എയർ ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ടീം ബൂസ്റ്റ് ആൻഡ് ഹോർലിക്സ് ഫാൻസ് നിങ്ങൾ ഞാൻ കൂട്ടിയിട്ടില്ല. ഓക്കെ,
അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എന്താടാ, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. വാട്ട് ഈസ് ഇൻ ഹോമോജീനിയസ് മിക്സ്ചർ? എന്താണ് ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ആരാണവർ, എന്താണവർ അല്ലേ? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. വാട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറച്ച് ഉപ്പെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു? കുറച്ച് വെള്ളത്തിൽ ഇട്ടു, ഡിസോൾവ് ചെയ്തു അല്ലേ, കലക്കി, ഉപ്പ് അലിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് ഉപ്പെടുത്തു, ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് ടേസ്റ്റ് ചെയ്തു, ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തു. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും അല്ലേ? ത്രൂ ഔട്ട് അത് ഉപ്പുവെള്ളമാണ്. പക്ഷേ ഈ മിക്സ്ചർ ഞാൻ എടുത്തു അല്ലേ, ശരിക്കും മിക്സ്ചർ എന്നാണ്, പക്ഷെ നമ്മൾ പറഞ്ഞു മിക്സ്ചറായി പോയതാണ്. അപ്പോൾ ഈ മിക്സ്ചർ ഞാൻ ഇവിടുന്ന് കുറച്ചെടുക്കുമ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോഴും കിട്ടുന്ന ആളുകൾ ഡിഫറെൻ്റ് ആണ്. സോ ദിസ് ഇസ് എ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറും. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഏത് ഉറക്കത്ത് ചോദിച്ചാലും നിങ്ങൾ പറയണം ഇറ്റ് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൊല്യൂഷൻസ് ആരൊക്കെ ചേർന്നാണ് സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്? ഓക്കെ, ഒരു സൊല്യൂഷൻ ആവണമെങ്കിൽ അതിൽ ഒരു സോൾവെന്റ് ഉണ്ടാവും. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയിലുള്ള ആളാണ് സോൾവെന്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ സ്മോളസ്റ്റ് ക്വാണ്ടിറ്റിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ സോൾവെന്റ് അല്ലാതെ അതിലുള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. ഇനി ഈ സോൾവെന്റ് ഇവൻ ചെറിയ പുള്ളിയല്ല, ഈ സോൾവെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് സൊല്യൂഷൻ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിൽ ഇരിക്കണം. അതായത് സൊല്യൂഷൻ ലിക്വിഡിൽ ഇരിക്കണോ, സൊല്യൂഷൻ ഗ്യാസ് ആയിട്ടിരിക്കണോ, സൊല്യൂഷൻ സോളിഡ് ആയിട്ടിരിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് സോൾവെന്റ് ആണ്. സെറ്റ് ആണല്ലോ. അപ്പം ഞാൻ പറയാം അല്ലേ, നമ്മുടെ സൈലം ഒരു സോൾവെന്റ് ആയിട്ട് നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സൊല്യൂട്ട്സ് ആണ് അല്ലേ. സൈലത്തിലേക്ക് വന്ന് പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും സൊല്യൂട്ട്സ് ആണ്. ആൻഡ് എന്താണ്? സൈലം സോൾവെന്റ് ആണ് അല്ലേ. നിങ്ങൾ വന്ന് നമ്മൾ അലിഞ്ഞു ചേർന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്. ബൈനറി, 2 ആളുകളെ ഉള്ളൂ, ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ഉള്ള സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വേറെ ഒരുപാട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുള്ള സൊല്യൂഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും. അതിൽ തന്നെ ലിക്വിഡ് സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ത്രൂ ഔട്ട് പഠിക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്താണ്? ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞു സൊല്യൂഷൻ ഏത് ഫിസിക്കൽ സ്റ്റേറ്റിൽ ഇരിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ സോൾവെന്റ് ആണ് അല്ലേ. അപ്പം സോൾവെന്റ് ഗ്യാസ് ആണ് എങ്കിൽ എന്ത് പറ്റും? ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കും അല്ലേ. അപ്പൊ ഗ്യാസും തമ്മിൽ, സൊല്യൂട്ടും ഗ്യാസ്, സോൾവെന്റും ഗ്യാസ്, അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്ന എയർ അല്ലേ. നമ്മുടെ എയർ ഇസ് എൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ നൈട്രജനും ഓക്സിജൻ മിക്സ് ചെയ്തിരിക്കുകയാണ് അല്ലേ. എയറിൽ ഒരുപാട് ഗ്യാസുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ. ഇനി ലിക്വിഡ് ഗ്യാസ് സൊല്യൂഷൻ, ക്ലോറോഫോം ഇസ് മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. അത് എക്സാമ്പിൾ ആണ്, ചോദിക്കൂ കേട്ടോ. ഗേഷ്യസ് സൊല്യൂഷൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ലിക്വിഡ് ഗ്യാസ്, ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ. സോളിഡ് ഇൻ ഗ്യാസിൽ വരുന്നത് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ആരാണ് ക്യാംഫർ? നമ്മുടെ കർപ്പൂരമാണ് അല്ലേ. കർപ്പൂരം ഇൻ നൈട്രജൻ ഗ്യാസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഗേഷ്യസ് സൊല്യൂഷൻ. അത് തന്നെ സോളിഡ് ഇൻ ഗ്യാസ് ആണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ MCQ ആയിട്ട് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾക്ക്, ഞാൻ +2 പഠിക്കുന്ന വരെ ഞാൻ വിചാരിച്ചിരുന്നത് സൊല്യൂഷനുകളെല്ലാം തന്നെ ലിക്വിഡാണ്, ഗേഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടോ സൊല്യൂഷൻസ് ഇല്ല എന്നാണ് മിസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ടാൽ മാത്രമാണ് അതൊരു സൊല്യൂഷൻ ആവുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ലിക്വിഡ് സോൾവെൻസ് ഉള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ മെയിൻലി കണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ഗ്യാസ് ഇൻ ലിക്വിഡ്, നമ്മളുടെ ഒക്കെ ഫേവററ്റ് ആയിട്ടുള്ള ആരാണ്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലേ. നമ്മൾ ഇതുപോലെ മന്തി, അൽഫാം, ഷവർമ ഒക്കെ കഴിക്കുമ്പം കൂടെ ഒരു പെപ്സി നിർബന്ധമാണ് അല്ലേ. എല്ലാ കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെയും ഇനി നിങ്ങൾ ആ പെപ്സീനെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരേണ്ടത്? ഓ, അതൊരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ആണ്, ലിക്വിഡ് ആണ് സോൾവെന്റ്, ഗ്യാസ് ആണ് എന്ത്? സൊല്യൂട്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരണം. ലിക്വിഡ് സൊല്യൂഷൻസ് ഒരുപാട് നമുക്കറിയാം അല്ലേ. എത്തനോൾ ഇൻ വാട്ടർ, യെസ്.
സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് അല്ലെ, നമുക്കറിയാം സോൾട്ട് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സൊല്യൂഷൻസ് എന്നല്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഒന്നില്ലെങ്കിൽ ഗേഷ്യസ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ എന്താണ് സോളിഡ് സൊല്യൂഷൻസ് എന്നാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ സോളിഡ് സൊല്യൂഷൻസിലേക്ക് വരുമ്പം സോൾവെന്റ് സോളിഡ് ആണ് അല്ലേ, സൊല്യൂട്ട് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസും സോളിഡ് അല്ലെ, ഒരു ഗ്യാസ് ഇൻ സോളിഡ്, അതായത് ഗ്യാസ് ആണ് സൊല്യൂട്ട്, സോളിഡ് ആണ് സോൾവെന്റ്. എക്സാമ്പിൾ ആരാടാ? ഹൈഡ്രജൻ ഇൻ പലേഡിയം. പലേഡിയത്തിന്റെ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊവൈഡ് ചെയ്യാണ്. ഇറ്റ് ഇസ് എ ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സോളിഡ് ആരാണ്? മെർക്കുറിയുടെയും സോഡിയത്തിന്റെയും അമാൽഗം ഓഫ് മെർക്കുറി ആൻഡ് സോഡിയം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഇത്. അതേപോലെ തന്നെ എഴുതി കൊടുത്താലാണ് ആൻസർ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോളിഡ് സൊല്യൂഷൻസിന് നിങ്ങൾക്കറിയാം കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്, അതായത് അലോയ്കളെല്ലാം തന്നെ സോളിഡ് സൊല്യൂഷൻസ് ആണ്. അലോയ്സ് ആരാണ്? അലോയ്സ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റലിനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ അലോയ് എന്ന് വിളിക്കുന്നത് അല്ലേ. എന്താണ് നമ്മൾ പറയും? ബ്രോൺസ്, ബ്രാസ്, അതൊക്കെ എന്താണ്? അലോയ് ആണ്. അപ്പോൾ ബ്രാസ് ഇസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ഇതൊക്കെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന ആദ്യത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണേ. ബ്രാസ് ഇസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്, ബ്രോൺസ് ഇസ് എൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ, ജർമ്മൻ സിൽവറിൽ കോപ്പറും സിങ്കും നിക്കലും ഉണ്ട്. ഇതൊക്കെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. ആൻഡ് ഇതെന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ജർമ്മൻ സിൽവറിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കോപ്പറും സിങ്കും നിക്കലും ഉള്ള ആൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു അയ്യോ എക്സാം ഡിഫിക്കൽട്ടായി, ബുക്കിലില്ലാത്തത് ചോദിച്ചു, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്നൊക്കെ. എന്താ പ്രശ്നം? നമ്മൾ നേരെ NCERT വായിക്കാത്തതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനൊക്കെ സ്കിപ്പ് ചെയ്ത് കോമൺ ആയിട്ട് നോക്കുന്ന ടോപ്പിക്കുകൾ മാത്രം നോക്കുന്നതാണ് പ്രശ്നം അല്ലേ. അങ്ങനെ നോക്കാൻ പറ്റില്ല. നമുക്ക് മുഴുവൻ പഠിക്കണം. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. മുഴുവൻ ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചു തരും. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ്റെ ഈ ഒരു ടേബിൾ NCERT ആണ് മക്കളെ. ഇത് ഓർമ്മയുണ്ടോ ഈ മുഖം? നമ്മുടെ NCERTയിലുള്ള ടേബിളാണ്, അങ്ങനെ സ്നിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ പഠിച്ചു അല്ലെ. ടൈപ്സ് ഓഫ് സൊല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ കുറേ പേർക്ക് കുറേ ക്രൈറ്റീരിയ ഉണ്ട് അവരുടെ ചായയിൽ തന്നെ. ചിലർക്ക് കടുപ്പം കൂട്ടിയ ചായയാണ് ഇഷ്ടം, ചിലർക്ക് കടുപ്പം കുറഞ്ഞ ചായയാണ് ഇഷ്ടം. മിസ്സിനിപ്പം മിസ് ഭയങ്കര കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം എനിക്കിഷ്ടമുള്ള കോഫി എന്ന് പറഞ്ഞാൽ ഷുഗർ ഇടാണ്ട് നല്ല കടുപ്പത്തിൽ ഒരു കോഫിയാണ് എനിക്കിഷ്ടം. എനിക്ക് എൻ്റെ കോഫി ബിറ്റർ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മളിവിടെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുമ്പം സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം. അതായത് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം സൊല്യൂട്ട് അതിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് present in given amount of solvent or solution. അതായത് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സോൾവെന്റ് എടുക്കുമ്പം അതിനകത്ത് എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട് അല്ലേ. നമ്മൾ പറയും കടുപ്പം കൂട്ടിയ ഒരു ചായ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം ചായപ്പൊടി ഇട്ടിട്ട് അല്ലേ. കടുപ്പം കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ച് കുറവ് ചായപ്പൊടി ഇടുക അല്ലേ. അപ്പം അതേപോലെ സൊല്യൂട്ടിൻ്റെ അളവാണ്. എന്താണ് ഞാനിങ്ങനെ പിന്നെയും പറയണത് എന്താണെന്ന് വെച്ചാൽ ഡെഫിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൊല്യൂട്ടിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു 7 ടേമുകളുണ്ട്. ഓർമ്മയുണ്ടോടാ ഈ മുഖങ്ങൾ? ഇവരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറന്നോ അല്ലേ? ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചു? സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ +1 ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഓർക്കാം അല്ലേ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാം. നമുക്കൊക്കെ മേജർ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു ചിക്കൻ പഫ്സ് അല്ലെങ്കിൽ എന്താണ് എഗ് പഫ്സിന് ആ പ്രശ്നമില്ല അല്ലേ. എഗ് പഫ്സിന് ആ പ്രശ്നമില്ല, കാരണം അവർക്ക് എഗ്ഗ് അതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ ചിക്കൻ പഫ്സ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആ മസാല മാത്രമേ കിട്ടുള്ളൂ. ചിക്കൻ ഉണ്ടോ അല്ലെ, പേരിലുണ്ട്, പക്ഷെ നമുക്ക് ചിക്കൻ കിട്ടാറില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പഫ്സ് വാങ്ങിച്ചിട്ട് അതിൽ ചിക്കൻ ഇല്ല അല്ലേ, മഷിയിട്ട് നോക്കണം ഒരു ചിക്കൻ ഇല്ല എന്ന് പറയും. അപ്പോൾ അതേപോലെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ഞാനൊരു ചിക്കൻ പഫ്സ് മേടിച്ച് ഞാൻ പറയുകയാണ് ചിക്കൻ്റെ പെർസെൻറ്റേജ് കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ചിക്കൻ എത്രയുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ പഫ്സ് അല്ലേ, ഇൻറ്റു 100 ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മാസ് പെർസെൻറ്റേജ് കിട്ടും.
അത് തന്നെയാണ് സൊല്യൂഷന്റെ കേസിലും. അതായത് നമുക്ക് വേണ്ട കമ്പോണന്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ പെർസെൻറ്റേജിലാണ്. സോ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുവാടാ? മാസ് പെർസെൻറ്റേജ് കിട്ടും അല്ലേ? മാസ് പെർസെൻറ്റേജിന് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ത്രൂ ഔട്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെക്കാനുണ്ട്. അതായത് ഒരു സോൾവെന്റിനെ ഞാൻ വിളിക്കുന്നത് എന്തായിട്ടാണെന്നറിയോ? സോൾവെന്റിനെ ഞാൻ എ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സൊല്യൂട്ടിനെ ഞാൻ എന്ത് വെച്ചാ റെപ്രസെന്റ് ചെയ്യുന്നത്? ബി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴൊക്കെ ഞാൻ സോൾവെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും, ഇപ്പൊ ഞാൻ WA എന്ന് എഴുതി, WA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം? അത് സോൾവെന്റിന്റെ വെയിറ്റ് ആണ്. ഇനി MA എന്ന് ഞാൻ എഴുതി, അതെന്താ? സോൾവെന്റിന്റെ മോളാർ മാസ് ആണ്. ഓക്കെ, അപ്പൊ ഈ AB എന്നുള്ള കാര്യം മാറിപ്പോകരുത്. സോൾവെന്റിനെ ഞാൻ A എന്ന് വിളിക്കും. ഇനി ഇത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അയ്യോ മിസ്, സോൾവെന്റിനെ ആണോ A എന്ന് വിളിച്ചേ അതോ സൊല്യൂട്ടിനെ ആണോ A എന്ന് വിളിച്ചേ അല്ലേ? അപ്പോൾ സോൾവെന്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്, കുറേ ഉള്ള ആളാണ്. സൊല്യൂഷനിൽ ലാർജ് എമൗണ്ടിലുള്ള ആളാണ് സോൾവെന്റ്. അപ്പം നമ്മൾ പറയും കുറേ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? അത് എയിലാണ്. സോ സോൾവെന്റിനെ നമ്മൾ A വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയിൽ ആരോ ചോദിക്കുന്ന കമൻറ്റ് ഞാൻ കണ്ടു, റെക്കോർഡഡ് ക്ലാസ് കിട്ടുമെന്ന്. അപ്പോൾ ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിൽ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചാപ്റ്റർ 5 പാർട്ടായിട്ട് ഈ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ ബാച്ചിൽ ക്ലാസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സ്ക്രോൾ പോകുന്നുണ്ട്. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കിയാ, നമ്മൾ പഠിച്ചു സോൾവെന്റിന്. ഞാൻ ത്രൂ ഔട്ട് ദ ചാപ്റ്റർ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ WA പറ, MA പറ എന്നൊക്കെ പറയുമ്പം ഏത് MA ഏത് WA എന്ന് ചോദിക്കരുത്. A is solvent and B is solute. അപ്പം കമ്മിങ് ടു എന്താണ് നമ്മളുടെ ടോപ്പിക്? മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സൊല്യൂട്ടിന്റെ മാസ് പെർസെൻറ്റേജ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? സൊല്യൂട്ടിന്റെ മാസ് WB ഡിവൈഡഡ് ബൈ WA പ്ലസ് WB. സെറ്റ് അല്ലേ? ഇനി സോൾവെന്റിന്റെ എന്താ ചെയ്യുക? സോൾവെന്റ് ഇസ് A അല്ലെ? WA ഡിവൈഡഡ് ബൈ WA പ്ലസ് WB. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ, മാസ് പെർസെൻറ്റേജ് വരെ സെറ്റ് ആണ് എന്നൊന്ന് പറഞ്ഞേ. എങ്ങനെയാണ് നമുക്ക് അടുത്ത പെർസെൻറ്റേജിലേക്ക് പോകാം? എന്താണ് വോളിയം പെർസെൻറ്റേജ്. അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. നമ്മുടെ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മാസ് പെർസെൻറ്റേജ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% ആയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് 10% അക്വ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഞാൻ പറയാണ് യെസ്, യൂണിസെറ്റ് ആണെന്ന് സ്റ്റീവ് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഞാൻ പറയാണ് 10% അക്വ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് 10% അക്വ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്, അതായത് 10 grams of glucose ഉണ്ട് ഇൻ 100 grams of solution. ഏത് ഉറക്കത്തിൽ ഞാൻ വന്ന് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് പറയണം? വാട്ട് ഇസ് 10% aqueous solution of glucose? അപ്പം നിങ്ങൾ പറയണം മിസ് അതില്ലേ 10 gram ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ട്, മൊത്തം എന്താ 100 gram സൊല്യൂഷൻ. അപ്പം ഞാൻ ചോദിക്കും അപ്പോൾ എത്ര ഗ്രാം വെള്ളം ഉണ്ട്? അപ്പം 100 gram സൊല്യൂഷൻ അല്ലേ, 10 gram ഗ്ലൂക്കോസ് അല്ലേ, ബാക്കി 100 - 10 എത്ര ഗ്രാം വെള്ളം ഉണ്ടടാ? 90 grams of water ഉണ്ട് കേട്ടോ. യെസ്, 90 grams of water ഉണ്ട്. കമൻസ് ഒന്ന് യൂട്യൂബിനെ കൂടെ. യെസ്, അപ്പം നോക്കുക, നമ്മുടെ ക്ലാസ് നമ്മുടെ ടോപ്പിക്സ് തീരുന്ന വരെ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ആദ്യമേ വന്നിട്ട് എന്താണ് ഇങ്ങനെ നെഗറ്റീവ് ഓറ ആക്കരുത്. ഓക്കെ. യെസ്, അഗ്നി ബാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഗ്നി ബാച്ച് സ്റ്റുഡൻസ്, മിസ്സിൻ്റെ അഗ്നി കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കിതൊരു റിവിഷനാണ്. നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാംസ് വരുന്നില്ലേ? നിങ്ങളുടെ മൊഡ്യൂൾ എക്സാംസിന് മുമ്പായിട്ടുള്ള നിങ്ങളുടെ റിവിഷനാണിത്. 1 ഷോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്യണം അല്ലേ? റിവിഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മാർക്സ് കൂടും. ഓക്കെ. അപ്പം ഇനി ഒരു കാര്യം പറഞ്ഞു, 10% അല്ലെങ്കിൽ 20%, 30% എന്നൊക്കെ ആര് പറഞ്ഞാലും നിങ്ങൾ അവർക്ക് പറയണം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി നോക്കുക, മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അത് എന്താടാ? അത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളിവിടെ കുറേ കോൺസെൻട്രേഷൻ ടേംസ് പഠിക്കും. അതിൻ്റെ ഇക്വേഷനിൽ വോളിയം ഉണ്ടെങ്കിൽ അവനൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. വോളിയം ഇല്ലെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ. ഇനി മാസ് പെർസെൻറ്റേജിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, NCERT വായിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ NCERT ആണ്.
നമ്മൾ മാസ് പെർസെൻറ്റേജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു മാർക്കിന് ക്വസ്റ്റ്യൻ വരും. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ കെമിക്കൽ അപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മാസ് പെർസെൻറ്റേജിലാണ് അളവ് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്ലീച്ചിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാ? 3.62 മാസ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഇൻ വാട്ടർ ആണ്. 3.62 മാസ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഇൻ വാട്ടർ ആണ് നമ്മൾ ബ്ലീച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അഗ്നി ബാച്ചിൽ ബാക്ക്ലോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് റെക്കമെൻഡ് ചെയ്യുന്നത് ആ ക്ലാസ്സസ് കാണണം. പക്ഷെ ശ്രീഹരി ഇപ്പം എന്ത് ചെയ്യുക? ഇപ്പം നമ്മുടെ കൂടെ വൺ ഷോട്ട് റിവിഷന് ഇരിക്കുക. അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഐഡിയ കിട്ടും. എന്നിട്ട് അഗ്നി ബാച്ചിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് ടൈം റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ടും ടൈം ലിമിറ്റഡ് ആയതുകൊണ്ടും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്നാലും മിസ് എല്ലാ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അഗ്നി ബാച്ചിൽ നിന്ന് ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഞാനൊരു 5, 6, 7, 8 ക്വസ്റ്റ്യൻസ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം ഇവിടെ ഇരുന്ന് മിസ്സിൻ്റെ കൂടെ വൺ ഷോട്ട് കാണാം, ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ആവും. ദെൻ എന്ത് ചെയ്യുക? ബാച്ചിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇനി എന്ത് ചെയ്യണം? ഇതാ നമുക്കൊരു ചോദ്യം ചെയ്യാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ഇഫ് 22 grams ഓഫ് ബെൻസീൻ ഇസ് ഡിസോൾവ്ഡ് ഇൻ 122 grams ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പം നോക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആരുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടത്? മാസ് പെർസെൻറ്റേജ് ഓഫ് C6H6 ബെൻസീനിന്റെ മാസ് പെർസെൻറ്റേജ് ആണ് അല്ലേ? നോക്ക്, ഇൻടെക്സ് ക്വസ്റ്റൻ ആണ്. NCERT 1.1 ഇൻടെക്സ് ക്വസ്റ്റൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ബോർഡ് എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ നോക്കുക, എന്താണ് ബെൻസീനിന്റെ മാസ് എത്രയാ? 22. ടോട്ടൽ സൊല്യൂഷന്റെ മാസ് എത്രയാണ്? 22 + 122. ദാറ്റ് ഇസ് ഈക്വൽ ടു 22 + 144 പെർസെൻറ്റേജിലാണ് ഇൻറ്റു 100 ചെയ്യുക. എത്ര ആൻസർ വരുന്നത്? എത്രയാണ് ആൻസർ വരുന്നത്? വേഗം പറഞ്ഞേ, മിസ്സിൻ്റെ കൂടെ പ്രോബ്ലം ചെയ്തിട്ട് എല്ലാവരും ആൻസർ പറഞ്ഞേ. 15.28% ആണ് വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാസ് പെർസെൻറ്റേജ് ഓഫ് CCl4 എത്രയാണെന്ന് പറയാമോ? എത്രയാണ് CCl4ന്റെ മാസ് പെർസെൻറ്റേജ്? പറഞ്ഞു തന്നെ മിസ്സിന്. വാട്ട് ഇസ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് CCl4? എന്താണ് CCl4ന്റെ മാസ് പെർസെൻറ്റേജ് വരുന്നത്? ഞാൻ പറഞ്ഞു 100 മൈനസ് ചെയ്താൽ മതി. 100 - 15.28 വിച്ച് ഇസ് ഈക്വൽ ടു 84.72% ആണ് എന്ത് വരുന്നത്? CCl4ന്റെ മാസ് പെർസെൻറ്റേജ് വരുന്നത്. സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള അടുത്ത ആളെ നോക്കാം, വോളിയം പെർസെൻറ്റേജ്. വെരി ഗുഡ് സ്റ്റീവ്. വോളിയം പെർസെൻറ്റേജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാസ് പെർസെൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ അവിടെ മാസ് ആയിരുന്നെങ്കിൽ ഇവിടെ വോളിയം ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്താൽ വോളിയം പെർസെൻറ്റേജ് കിട്ടും. സെറ്റ് ആണല്ലോ? സെറ്റാണ്. ഓക്കെ. NCERT ക്വസ്റ്റ്യൻസ് മുഴുവനും നമ്മൾ അഗ്നി ബാച്ചിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. NCERT ക്വസ്റ്റ്യൻസ് മുഴുവനും ഒന്നുപോലും മിസ്സാവാതെ നമ്മൾ അഗ്നി ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. വോളിയം പെർസെൻറ്റേജും സിമിലർ ആണ്. അതിനെന്താണ്? സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും വോളിയം പെർസെൻറ്റേജ് കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. 25% സൊല്യൂഷൻ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ബൈ വോളിയം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ അവിടെ മാസ് ആയിരുന്നെങ്കിൽ ഇവിടെ വോളിയം. 25 ml ഈഥൈൽ ആൽക്കഹോൾ ഉണ്ട് 100 ml സൊല്യൂഷൻ എടുത്താൽ. സെറ്റാണല്ലോ? സെറ്റാണല്ലേ? അപ്പൊ 25 ml ഈഥൈൽ ആൽക്കഹോൾ ഉണ്ട് 100 ml സൊല്യൂഷനിൽ. അപ്പൊ എത്ര വെള്ളം ഉണ്ട്? 100 - 25 75 ml വെള്ളമുണ്ട്. 75 ml ഓഫ് വാട്ടർ ഉണ്ട് അല്ലേ? അപ്പൊ വോളിയം പെർസെൻറ്റേജ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്ന ആളാണ്. സോ വോളിയം വരുമ്പോഴൊക്കെ യൂണിറ്റ് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. സെറ്റാണല്ലോ? സെറ്റാണ്. ഇനി വോളിയം പെർസെൻറ്റേജ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് സൊല്യൂഷൻസിലാണ്. ലിക്വിഡ്സിനാണല്ലോ ബേസിക്കലി നമ്മൾ എന്ത് പറയാടാ? വോളിയം പറയുന്നത്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസിലാണ് നമ്മൾ വോളിയം പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ MCQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ബോർഡ്സിന്. 35% സൊല്യൂഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ നമ്മൾ ആൻറ്റി ഫ്രീസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 35% സൊല്യൂഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. ഇത് അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓർത്ത് ഇരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ml.
അത്രേ ഉള്ളൂ. മാസ് ബൈ വോളിയം സെറ്റാണ്. ഇതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെഡിസിൻസിലും ഫാർമസിയിലും ഒക്കെയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ഒക്കെ ബാക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ M/V എന്നിട്ടുണ്ടാവും. അതായത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ് അതിന്റെ കണ്ടന്റ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ചോദിക്കും ഓരോന്നും എന്തിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കും. ഒരു ന്യൂ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. കാരണം മെയിൻലി NCERT എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതൊരു പുതിയ ഏരിയ ആണ് ക്വസ്റ്റൻ ഉണ്ടാക്കാനായിട്ട് ഓർത്തു വെക്കുക. ഇനി എന്ത് ചെയ്യുക? സിമിലർ ആയിട്ട് ഞാൻ പറയാണ് 5% മാസ് ബൈ വോളിയം സൊല്യൂഷൻ ഓഫ് NaCl എന്ന് പറഞ്ഞാൽ 5 gram NaCl ഉണ്ട്. 100 ml സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ 5 grams ഓഫ് NaCl ഉണ്ട്. ഇവൻ എങ്ങനെയാണ്? വോളിയം, മാസും വോളിയം ഉണ്ട്. സോ ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡൻ്റ് ആണ്. സെറ്റ്. ഇനി ppm, പാർട്സ് പെർ മില്യൺ. അതായത് പാർട്സ് പെർ മില്യൺ അല്ലെ. 1 million എടുക്കുമ്പോൾ അതിൽ എത്ര ഭാഗമുണ്ട്? 1 millionന്റെ എത്ര പാർട്സ് ആണ്? അതല്ലേ മീനിങ്. പാർട്സ് പെർ മില്യൺ. 1 million എന്ന് പറഞ്ഞാൽ എന്താണ്? 1 million എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് 1 million? 1 million എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലേ. 10 ലക്ഷമാണ് 1 million. അതായത് 10⁶ ആണ് വരുന്നത്. അപ്പോൾ ppm നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10⁶ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. ഇൻറ്റു 10⁻⁴. നേരത്തെ എപ്പോഴും എന്താ ചെയ്തിരുന്നത്? ഇൻറ്റു 100 ആ ചെയ്തിരുന്നത് അല്ലേ. യെസ്, 10 ലക്ഷമാണ് 1 million. 10⁶ ആണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പൊല്യൂട്ടൻസ് അല്ലെ. വെള്ളത്തിനകത്ത് എത്ര പൊല്യൂട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അങ്ങനെ വളരെ ട്രേസ് ക്വാണ്ടിറ്റിയിലുള്ള എമൗണ്ട്സിനെ നമ്മൾ എന്താണ് യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 10 lakh എന്ന് എഴുതിയപ്പം LAKH ആണ് ലാക്കിൻ്റെ സ്പെല്ലിങ് കേട്ടോ. LACKS എന്ന് എഴുതിയിട്ടുണ്ട്. അത് വേറെ മീനിങ് ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഓക്കെ, രണ്ടും രണ്ടാണ്. അത് വേ ഇത് റേ. ഇതാ ppm കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. മോളിന്റെ ഫ്രാക്ഷൻ, അതായത് ഒരു സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് A ആണ് സോൾവെന്റ്, B ആണ് സൊല്യൂട്ട് അല്ലേ. അപ്പൊ Aയുടെ മോൾ ഫ്രാക്ഷൻ എത്രയാണ്, Bയുടെ മോൾ ഫ്രാക്ഷൻ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ആൻഡ് മോൾ ഫ്രാക്ഷൻ നമ്മൾ എന്ത് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കൈ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. X പോലെയാണ് എഴുതുന്നത്. കൈ A ആൻഡ് കൈ B. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കൈ A കൈ B, സി ഇത് നിങ്ങൾക്ക് വേറെ ആരും നേരെ ചൊവ്വെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. ഈ കൈ A കൈ B എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ്. അതായത് സൊല്യൂഷൻ ലിക്വിഡ് ഫേസിലാകുമ്പോൾ ഉള്ള മോൾ ഫ്രാക്ഷനെയാണ് നമ്മൾ കൈ A കൈ B വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ എന്തിനാണ് ഈ ലിക്വിഡ് ഫേസ് എന്ന് എടുത്തു പറയണമെന്ന് ചോദിച്ചാൽ വേപ്പർ ഫേസിലും മോൾ ഫ്രാക്ഷൻ വരുന്നുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പഠിക്കും. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. കൈ A ആൻഡ് കൈ B എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ Aയുടെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A പ്ലസ് B അല്ലെ, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വരും. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് അല്ലെങ്കിൽ ബിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സൊല്യൂട്ടിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ചെയ്തല്ലോ. ഇനി മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് എയും ബിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും, യൂണിറ്റ് കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനു മുമ്പ് ഇവിടെ ഫഹ്മിദ ചോദിക്കുന്നുണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ റിവിഷൻ ക്ലാസ് കാണുമെന്ന്. ഇലക്ട്രോ കെമിസ്ട്രിയുടെ റിവിഷൻ ക്ലാസ് നാളെ രാത്രി 7 മണിക്കുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോ കെമിസ്ട്രിയും റിവൈസ് ചെയ്യും. സെറ്റാണല്ലോ? സെറ്റാണ്. അപ്പോൾ നോക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഡേ 26th രാത്രി 7 മണിക്ക് ഹാലോ ആൽക്കീൻസ് ആൻഡ് അറീൻസിൻ്റെയും റിവിഷൻ ക്ലാസ് ഉണ്ടാവും. ആരും പേടിയുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. എന്തിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, ബെൻസീനിൻ്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നോക്കുക, മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ കണ്ടെയ്നിങ് കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞു
30% by mass in carbon tetrachloride. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡ് എന്താണ്? വാട്ട് ഇസ് കാർബൺ ടെട്രാക്ലോറൈഡ്? ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ് എന്ന് പറഞ്ഞു തന്നെ മിസ്സിന്? ഹൂ ഇസ് സൊല്യൂട്ട് ആൻഡ് ഹൂ ഇസ് സോൾവെന്റ്? ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ് എന്ന് പറയാം? ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ് എന്ന് പറഞ്ഞു തന്നെ മിസ്സിന്? ആരാണ് സൊല്യൂട്ട്, ആരാണ് സോൾവെന്റ് എന്ന് പറയൂ? ബെൻസീൻ ആണ് എന്ത്? ബെൻസീൻ ആണ് സൊല്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ? ബെൻസീൻ ആണ് സൊല്യൂട്ട്, ദാറ്റ് ഇസ് ബി അല്ലേ? കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് സോൾവെന്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കണം. 30% ബൈ മാസ് എന്തുണ്ട്? 30% ബൈ മാസ് എന്തുണ്ട്? ബെൻസീൻ ഉണ്ട്. അതായത് 30 ഗ്രാം ബെൻസീൻ ഉണ്ട്. ബെൻസീനിന്റെ മോളാർ മാസ് എത്രയാണ്? ബെൻസീനിന്റെ മോളാർ മാസ് എത്രയാണ്? ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബെൻസീനിന്റെ മോളാർ മാസ് എത്രയാണ് വരുന്നത്? മോളാർ മാസ് ഓഫ് ബെൻസീൻ, മോളാർ മാസ് ഓഫ് C6H6 എന്ന് പറഞ്ഞാൽ എത്ര വരുവാടാ? വേഗം പറ വേഗം പറ വേഗം പറ. 12 into 6 plus 6 78 grams per mol എന്നാണോ വന്നത് നിങ്ങൾക്ക്? വേഗം പറഞ്ഞേ, നിങ്ങൾ എന്താ ഇത്ര സ്ലോ? ബെൻസീൻ 60. കണക്കൂട്ടുകളിലൊക്കെ തെറ്റുന്നുണ്ടല്ലോ മിസ്റ്റർ ക്രൂസ്. എന്ത് പറ്റി? കണക്കൊക്കെ തെറ്റുന്നുണ്ടല്ലോ. 78 ആണ്. യെസ്, ഡിവൈഡഡ് ബൈ 78. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരാണ് വരുന്നത്? കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയണ എത്ര വരും? 30 ഗ്രാം ബെൻസീൻ ഉണ്ട്. ബാക്കി എത്രയാ? 70 ഗ്രാം കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ട്. CCl4ന്റെ മോളാർ മാസ് വരാം. മോളാർ മാസ് ഓഫ് CCl4 which is equal to കാർബൺ 12 ആണ്, ക്ലോറിൻ 35.5 ആണ് into 4 which is equal to എത്ര വരും? എത്ര വരും? എത്ര വരും? 144. നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ വിശ്വാസം തെറ്റിച്ചു. 144 ആണോ സ്റ്റീവ്? ഒന്നും കൂടെ കൂട്ടി നോക്കിക്കേ. കാർബൺ 12 അല്ലേ? 154 അല്ലേ? വൈ 144 ആണോ വരുന്നത്? 12 അല്ലേ കാർബണിന് വരുന്നത്? 35.5 into 4 അല്ലേ? 154 അല്ലേ? യെസ്, മിസ്റ്റർ ക്രൂസ് പറയൂ 154 അല്ലേ എന്ന്. മിസ്റ്റർ ക്രൂസ് പറയൂ യെസ് 154 തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ പറ്റിച്ചാലോ? യെസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പം എത്ര വരുവാടാ? 30/78 വരും. ഇതെത്രയാ? 154 വരും. 30 divided by 78 അല്ലേ? 30 divided by 78 which is equal to 0.385 എന്ന് വരും. 70 divided by 154 which is equal to 0.454 എന്ന് വരും. അല്ലേ? അല്ലേ അല്ലേ അല്ലേ? യെസ്. അപ്പം ഇവിടെ നോക്കിക്കേ, മോൾ ഫ്രാക്ഷൻ എത്ര കിട്ടും? 0.385 ഡിവൈഡഡ് ബൈ 0.385 പ്ലസ് 0.454 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? മോൾ ഫ്രാക്ഷൻ എത്രയാണ് വരുന്നതെന്ന് പറയൂ. മോൾ ഫ്രാക്ഷൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ സ്ലോ ആയതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു, 0.458 എന്ന് എനിക്ക് കിട്ടി. 0.458 എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ആവാം നിങ്ങൾ ആൻസർ തെറ്റിച്ചു പറയുമ്പോൾ. എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂ ആവുന്ന 0.455 എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടെ കൂട്ടി നോക്കട്ടെ. നിങ്ങളിങ്ങനെ ആൻസർ തെറ്റിച്ചു വരുമ്പോൾ മിസ്സിന് ട്രസ്റ്റ് ഇഷ്യൂസ്. 0.458 എനിക്ക് കിട്ടിയ ആൻസർ ശരിയാണ്. ഇതൊരു വളരെ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കിട്ടി. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കാൻ പറ്റുമോ മിസ്? കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു അല്ലേ? 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ മോൾ ഫ്രാക്ഷൻ കിട്ടും. ക്വസ്റ്റനിൽ ചോദിച്ചിട്ടില്ല, എന്നാലും ചോദിച്ചാൽ അല്ലേ, ഇനിയിപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതും എഴുതും.
അപ്പം അത് സെറ്റായി. മോൾ ഫ്രാക്ഷനിൽ നിന്ന് പ്രോബ്ലം ചെയ്യാൻ എല്ലാവർക്കും സെറ്റാണല്ലോ. ഇതുവരെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ചോദിക്കാം. അപ്പം എല്ലാം ക്ലിയർ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, മൊളാറിറ്റി ആൻഡ് മൊളാലിറ്റി. നിങ്ങൾ എവിടെയൊക്കെ പോയാലും ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ബേസിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഈ മൊളാറിറ്റി, മൊളാലിറ്റി. മൊളാറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ M വെച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. സൊല്യൂഷന്റെ വോള്യൂം ഇൻ ലെറ്റേഴ്സ്, അതാണ് മൊളാറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 0.25 മൊളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0.25 മോൾസ് ഉണ്ട് 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കുമ്പോൾ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, 1.458 അല്ലെന്നോ, 1 മൈനസ് ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. 1 മൈനസ് 0.458 ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രണവ് മോൾ ഫ്രാക്ഷൻ ഓഫ് A ചെയ്തിരിക്കുന്നത് 1 നിന്ന് നമ്മൾ കുറച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ മൊളാറിറ്റി വന്നു. മൊളാറിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മൊളാറിറ്റി നമ്മൾ എങ്ങനെയാണ് എഴുതുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ആണ്. അത് ലിറ്ററലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്ററലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻ ടു വോള്യൂം അല്ലേ? അതാണ് മൊളാറിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മൊളാറിറ്റി. അതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. സെറ്റാണല്ലോ? സെറ്റാണ്. ഇനി വോള്യൂം ലിറ്ററിൽ അല്ലെങ്കിലോ മിസ്, നമ്മൾ ലിറ്ററിലേക്ക് ആക്കും. നമുക്കറിയാം മില്ലി ലിറ്ററിൽ വോള്യൂം തന്ന 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ അല്ലേ? അപ്പൊ വോള്യൂം മില്ലി ലിറ്ററിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. സെറ്റാണല്ലോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതെങ്ങനെയാണ്. മൊളാരിറ്റിയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ് അല്ലേ? മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്താ? അതിനകത്ത് എന്തുണ്ട്? റഫീഖ്, എന്തുകൊണ്ടാണ് മൊളാരിറ്റി ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നതെന്ന് പറഞ്ഞേ റഫീഖ്. മൊളാരിറ്റി എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നത്? കാരണം അതിനകത്ത് വോള്യൂം ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് മൊളാരിറ്റി ഇസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 4 grams of NaOH in 250 ml സൊല്യൂഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കണ്ടുപിടിക്കണം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 250 മില്ലി ലിറ്ററിലാണ്. അതിനെ ലിറ്ററിലേക്ക് ആക്കാൻ 250 ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. ലിറ്ററിൽ വന്നു. സെറ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? NaOHന്റെ ഗിവൺ മാസ് 4 grams ആണ് അല്ലേ? NaOHന്റെ മോളാർ മാസ് നമുക്ക് ചെയ്യണം അല്ലേ? വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് NaOH? മോളാർ മാസ് ഓഫ് NaOH എന്ന് പറയുമ്പോൾ NaOHന്റെ മോളാർ മാസ് എന്ന് പറയുമ്പം സോഡിയം ഇസ് 23, ഓക്സിജൻ ഇസ് 16, ഹൈഡ്രജൻ ഇസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? NaOHന്റെ മോളാർ മാസ് പറഞ്ഞേ. NaOHന്റെ മോളാർ മാസ് കൂട്ട് 40 grams per mol എന്ന് വരും. നിങ്ങൾ ഭയങ്കര സ്ലോ ആണ് കേട്ടോ മക്കളെ. നിങ്ങൾ എന്താ നിങ്ങളുടെ കാൽക്കുലേഷൻ ഇങ്ങനെ സ്ലോ? എന്താണ് ഇത്ര സ്ലോ? 0.1 മോൾസ് എന്ന് വരും. യെസ്, 40 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ മൊളാരിറ്റി ചെയ്യുകയാണ് എങ്കിൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 250 by 4. 250 by 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 by 100. ദാറ്റ് ഇസ് 1/4. ദാറ്റ് ഇസ് 0.25 ആണ് വരുന്നത് അല്ലേ? 1/4 ആണ് വരുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു 0.25. അപ്പൊ എത്രയാണ് വരുന്ന ആൻസർ? എത്രയാണ് വരുന്നതെന്ന് പറയൂ. 0.4 മോൾസ് പെർ ലിറ്റർ എന്ന് വരും. പോയിന്റ് 4 മോൾസ് പെർ ലിറ്റർ. വൈ ദിസ് കോളർ? എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എനിക്കിപ്പോൾ ഒരു കാര്യം വല്ലാണ്ട് മനസ്സിലായി. നിങ്ങളുടെ കാൽക്കുലേഷൻസിന് എന്തോ പ്രശ്നമുണ്ട്. ചാറ്റ് സ്ലോ ആണ് ഓക്കെ, പക്ഷെ നിങ്ങളുടെ കാൽക്കുലേഷൻസ് 0.1, 0.2, 0.4. സ്റ്റീവ്, വാട്ട് ഈസ് ഹാപ്പനിങ് സ്റ്റീവ്? സ്റ്റീവിന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നുണ്ട്. എന്താ നടക്കണേ അവിടെ? അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മൊളാരിറ്റിയുടെ കേസ് വരുമ്പം
NCERT ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1.3 എടുക്കുമ്പോൾ ഇതിൽ A ക്വസ്റ്റ്യൻ ഇപ്പം മിസ്സിന്റെ കൂടെ ഇരുന്ന എല്ലാവർക്കും A ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എന്ത് കിട്ടിയിട്ടുണ്ട്, പവർ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മൊളാരിറ്റി സിമ്പിൾ ആയിട്ട് ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇവർ പറയാണ് നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കണം. 30 ml 0.5 മോളാർ H2SO4 ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 500 ml സൊല്യൂഷൻ ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് ഉണ്ട്, ഡൈല്യൂഷൻ ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻസിന് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ മൊളാരിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, അടിപൊളിയായിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. ഞാൻ ഉറപ്പ് പറയുകയാണ് ഇത് വെച്ച് എന്താണെങ്കിലും ബോർഡ്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പം നോക്കുക, നമ്മൾ സൊല്യൂഷനെ എന്ത് ചെയ്യാണ്, ഡൈല്യൂട്ട് ചെയ്യാണ്. ആദ്യം എൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ച് അങ്ങ് ഡൈല്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് വന്നു, ആദ്യത്തെ വോളിയം V1 ആണ്, അപ്പോഴുള്ള മൊളാരിറ്റി M1 ആണ്. പിന്നെ രണ്ടാമത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഡൈല്യൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള വോളിയം V2 ആണ്, അപ്പോൾ ഉള്ള മൊളാരിറ്റി M2 ആണ്. M1 V1 is equal to M2 V2 ആണ് നമ്മുടെ ഡൈല്യൂഷന്റെ ഇക്വേഷൻ. ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഇതാ നമ്മളുടെ അടുത്ത് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, 30 ml ഓഫ് 0.5 മോളാർ H2SO4 അല്ലേ. അപ്പോൾ V1 എന്ന് പറയുന്നത് 30 ml ആണ്. മിസ്, മില്ലി ലിറ്ററൽ വോളിയത്തിനെ കണ്ടാൽ ലിറ്ററിലേക്ക് ആക്കണോ? വെയിറ്റ് ചെയ്യടാ. കാരണം എന്താ, M1 എന്താ വരുന്നത് 0.5 ആണ്. V2 നമുക്ക് തന്നിരിക്കുന്നത് 500 ml ആണ്. രണ്ട് വോള്യവും ഒരു യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താ, M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M1 V1 is equal to M2 V2 എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. സോ M2 is equal to M1 V1 divided by V2 എന്നാണ് അല്ലേ. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം വോള്യത്തിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേരും ഒരേ യൂണിറ്റിലാണ്. അപ്പം രണ്ടുപേരുടെയും യൂണിറ്റ് എന്ത് ചെയ്യും, ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവുക അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ M1 is 0.5 ഇൻറ്റു V1 എന്ന് പറയുന്നത് 30 ആണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിവൈഡഡ് ബൈ 500 എന്ന് വരും. ആൻസർ എത്ര കിട്ടി? ഇതിന്റെ ആൻസർ എങ്കിലും നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് പറ പ്ലീസ്. ബ്രെയിൻ ഇസ് നോട്ട് ബ്രെയിനിങ്. ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രെയിൻ ഇസ് നോട്ട് ബ്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആരാണ്? മെൽവിൻ എന്ത് ചെയ്യാ, മെൽവിൻ എണീറ്റ് ലൈക്ക് എവിടെയാണോ ഇരിക്കുന്നത് ചാടി എണീറ്റ് എന്ത് ചെയ്യാ, ഒരു അര ബോട്ടിൽ വെള്ളം കുടിക്കുക, ഹാഫ് ബോട്ടിൽസ് ഓഫ് വാട്ടർ. അപ്പോൾ ബ്രെയിൻ ഒന്ന് ഹൈഡ്രേറ്റഡ് ആവും. സ്റ്റീവിൻ്റെ ആൻസർ തെറ്റാണ്. എത്രയാണ് ആൻസർ വരുന്നത്? 0.03 മോളാർ ആണ് വരുന്നത്. 0.03 മോളാർ ആണ് വരുന്നത്. യെസ്, ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെ തെറ്റിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്, മൊളാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ് ഇൻ കിലോഗ്രാംസ്. കണ്ടോ, മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. മിസ്, മൊളാരിറ്റി ക്യാപിറ്റൽ M ആയിരുന്നു, മൊളാലിറ്റി സ്മോൾ ലെറ്റർ M വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും ന്യൂമറേറ്റർ സെയിം ആണ്. രണ്ടിടത്തും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് സെയിം ആണ്. ഡിനോമിനേറ്ററിൽ വരുന്ന ആൾക്കാരാണ് ഡിഫറെന്റ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിൽ മൊളാരിറ്റിയുടെ കേസിൽ വോളിയം ആയിരുന്നു, മൊളാലിറ്റിയുടെ കേസിൽ മാസ് ഓഫ് ദ സോൾവെന്റ് ആണ് ഇൻ കിലോഗ്രാംസ്. മറന്നു പോകരുത്, സോൾവെന്റിന്റെ മാസ് ആണ്, അവിടെ സൊല്യൂഷന്റെ വോളിയം ആയിരുന്നു, തെറ്റിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചതിൽ മൊളാരിറ്റി എന്ന് പറയുന്നതും വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നതും മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നതും ഇവർ 3 പേരുമായിരുന്നു ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ്. ബാക്കി എല്ലാവരും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിരുന്നു അല്ലേ. ബാക്കി എല്ലാവരും തന്നെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊളാലിറ്റിയിൽ നിന്നൊരു ചോദ്യം നോക്കാം. ഓക്കെ, യെസ്, ഓക്കെ സ്റ്റീവ്. അപ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ പറഞ്ഞോളൂ. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് 2.5 grams ഓഫ് എത്തനോയിക് ആസിഡ്. NCERT ക്വസ്റ്റൻസ് ആണ് കേട്ടോ. നമ്മളെ ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒന്നും ഞാനായിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റൻസ് അല്ല, NCERT ക്വസ്റ്റൻസ് ആയിരിക്കും. ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻസ്, എക്സസൈസ് ക്വസ്റ്റൻസ്, എക്സാമ്പിൾ ക്വസ്റ്റൻസ്, ബോർഡ് എക്സാംസ് ക്വസ്റ്റൻസ്. ഇത്രയും മാത്രമേ സ്ലൈഡിലുള്ളൂ. ഓക്കെ. Calculate molality of 2.5 grams of ethanoic acid in 75 grams of benzene.
മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി കണ്ടുപിടിക്കണം. നമുക്കറിയാം WB അല്ലേ, സൊല്യൂട്ടിന്റെ മാസ് 2.5 ആണെന്ന് തന്നിട്ടുണ്ട്. MB, യെസ് MB നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എത്തനോയിക് ആസിഡിന്റെ എത്തനോയിക് ആസിഡിന്റെ മോളാർ മാസ് പറഞ്ഞു തന്നെ എല്ലാവരും. എത്തനോയിക് ആസിഡിന്റെ മോളാർ മാസ് എത്രയാണ് എന്നൊന്ന് പറഞ്ഞു തരൂ. വാട്ട് ഇസ് ദ മോളാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ്? എന്താണ് മോളാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ്? 2 കാർബൺ ഉണ്ട്, 12 × 2 പ്ലസ് എത്രയാണ് 4 ഹൈഡ്രജൻ ഉണ്ട്, പ്ലസ് എത്രയാണ് 2 ഓക്സിജൻ ഉണ്ട്, 16 × 2 32. എത്ര വന്നു? എത്തനോയിക് ആസിഡിന്റെ മോളാർ മാസ് പറഞ്ഞേ. 24 പ്ലസ് 32 പ്ലസ് 4 ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടി? 59. അക്ഷരയ്ക്ക് ഷോർ ആണോ 59 ആണോ വരുന്നത്? യെസ്. എടാ 60 ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ട് ചോദിക്കണം. എന്തിനാടാ? നിങ്ങൾ കൂട്ടാൻ മറന്നോ? നമ്മളില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ട് ചോദിക്കണമെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യമായിരിക്കണം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങ് പണ്ട് കുഞ്ഞിലേ ചെയ്തിരുന്നല്ലേ? യെസ്. 60.05. വാട്ട് ഇസ് ദാറ്റ് 05 ആക്യുറസി? എനിക്കറിയില്ല. നോക്കുക. WA എത്രയാണ്? സോൾവെന്റിന്റെ മാസിന് എവിടെ നിന്ന് കിട്ടും? 75 grams ഓഫ് ബെൻസീൻ എന്ന് തന്നിട്ടുണ്ട്. ഗ്രാമിലാണോ വേണ്ടത്? കിലോഗ്രാമിലാണ്. 75 ഡിവൈഡഡ് ബൈ 1000 kilograms അല്ലേ? ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. മൊളാലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നമ്മൾ വരിക 2.5 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 75 ഇൻറ്റു 1000 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാ വന്നത്? വേം പറ. എത്രയാണ് ആൻസർ വരുന്നത്? യെസ്, ആകാശ് ആനന്ദ് തന്നെ പറഞ്ഞതാ എനിക്ക് എത്രയാണ് ആൻസർ വരുന്നത് എന്ന്. മൊളാരിറ്റി എത്രയാണ് വരുന്നത്? മൊളാരിറ്റി ഓഫ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ മൊളാരിറ്റി 0.075 ആണെന്ന് പറയുന്നുണ്ട്. 0.075 ആണോ വരുന്നത്? പറഞ്ഞേ. 0.0417, 0.055. യെസ്, 0.55 തന്നെയാണ് എനിക്കും വരുന്നത്. 0.55 moles per kilograms ആണ് എനിക്കും വരുന്നത്. 0.55 moles per kilograms ആണ് എനിക്കും വരുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ തന്നെ ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. എക്സാമ്പിൾ 2.3 ക്വസ്റ്റൻ ആയിരുന്നു. സൊല്യൂഷനും ഉണ്ട്, കണ്ടോ? യെസ്, 0.55 ആണ് ആൻസർ. വെരി ഗുഡ്. ഇനി നമ്മൾ നോക്കാം, നമ്മളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്ന അടുത്ത പാറ്റേൺ ക്വസ്റ്റനാണ്. മൊളാലിറ്റി തന്നെ ചോദിച്ചു, പക്ഷെ ഡയറക്റ്റ് ആയിട്ട്. ആദ്യത്തെ ഈ ടൈപ്പ് ക്വസ്റ്റനിൽ എന്താ? ഡയറക്റ്റ് ആയിട്ട് സോൾവെന്റിന്റെ മാസ് തന്നിട്ട് ചോദിച്ചു. രണ്ടാമത് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നറിയോ? സോൾവെന്റിന്റെ മാസ് ഡയറക്റ്റ് ആയിട്ട് തരാണ്ട് നിങ്ങളുടെ അടുത്ത് എന്ത് പറയും? മൊളാരിറ്റി കണ്ടുപിടിക്കൂ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടോ, then density is given instead of mass. മാസിന് പകരം നമുക്ക് ഡെൻസിറ്റി തന്നാൽ നമുക്ക് എന്തറിയാടാ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് എന്ന് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് ചെയ്തിട്ട് മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമോണിയയുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. WB അല്ലെ, വെയിറ്റ് ഓഫ് ദ അമോണിയ ഇസ് എത്രയാണ്? 0.85 എന്ന് നമുക്ക് അമോണിയയുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് ഓഫ് അമോണിയ എത്രയാണ്? നൈട്രജൻ 14 + 3 17 grams per mole ആണ്. ഇനി നമുക്ക് വേണ്ടത് സോൾവെന്റിന്റെ മാസ് എത്രയാണ് എന്ന് അറിഞ്ഞാൽ മതി അല്ലേ? അത് കണ്ടുപിടിക്കുക. സോൾവെന്റിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്കറിയാം സൊല്യൂഷന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് ഓഫ് സൊല്യൂഷൻ അല്ലെ, മൊത്തം സൊല്യൂഷന്റെ മാസ് എനിക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? സൊല്യൂഷന്റെ ഡെൻസിറ്റി 0.85 ഇൻറ്റു സൊല്യൂഷന്റെ വോളിയം 100 ml അല്ലേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ദിസ് ഇസ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്. മിസ്, ഒരാൾ സെന്റിമീറ്റർ ക്യൂബിലാണ്. മിസ്, ഒരാൾ മില്ലി ലിറ്ററിലാണ്. നമുക്കറിയാം 1 സെന്റിമീറ്റർ ക്യൂബും 1 മില്ലി ലിറ്ററും എന്താണ്? 1 centimeter cube and 1 milliliter, they are equal. ഈ ഒരു നോളജ് ഇല്ലാത്ത
ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. അയ്യോ ഇത് മില്ലി ലിറ്ററിലാണല്ലോ, ഇത് സെൻറ്റിമീറ്റർ ക്യൂബിലാണല്ലോ, ഇതെങ്ങനെ മാറ്റും എന്ന് അറിയാത്തവർക്ക് പ്രശ്നമാവും. ഇല്ലാത്തവർ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് ചെയ്യും അല്ലേ. അപ്പോൾ 85 grams എന്ന സൊല്യൂഷൻ്റെ മാസ് നമുക്ക് കിട്ടി അല്ലേ. സൊല്യൂഷൻ്റെ മിസ് എങ്ങനെ വോളിയം കാണും? വോളിയം എവിടെ നിന്ന് കിട്ടി? ഇതാ ക്വസ്റ്റ്യനിലുണ്ടടാ, 100 ml ഓഫ് ദ സൊല്യൂഷൻ എന്ന ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, മാസ് ഓഫ് ദ സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷന്റെ മാസ് ആണോ നമുക്ക് വേണ്ടത്? അല്ല. എന്തിന്റെ ആണ്? സോൾവെന്റിന്റെ മാസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ മാസ് ഓഫ് സോൾവെന്റ്, സോൾവെന്റിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷന്റെ മാസ് ആയിട്ടുള്ള 85-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 85-ൽ നിന്ന് നമ്മൾ സൊല്യൂട്ടിൻ്റെ മാസമായിട്ടുള്ള 0.85 കുറച്ച് കഴിയുമ്പം 84.15 grams എന്ന് പറഞ്ഞ് എനിക്ക് സോൾവെൻറ്റിൻ്റെ മാസ് കിട്ടി. അതിനെ ഞാൻ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് ആക്കണം. ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കിലോഗ്രാമിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാസ് ഓഫ് ദ സോൾവെന്റ് കിട്ടിയല്ലേ, WA കിട്ടി. ഇനിയിപ്പം മൊളാലിറ്റി എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു number of moles of solute അല്ലെ, 0.85 divided by 17 into 84.15 into 1000 which is equal to എത്രയാ നിങ്ങൾക്ക് ആൻസർ വരുന്നത്? എവിടെ സൂര്യൻ ചേട്ടൻ? വേഗം ആൻസർ പറഞ്ഞേ, വേഗം ആൻസർ പറഞ്ഞേ. 17 into 84.15 which is equal to, എനിക്ക് വരുന്ന ആൻസർ അതാ 0.59. ആണോ വന്നേ മക്കളെ? 0.59 മോൾസ് പെർ കിലോഗ്രാം ആണോ വന്നത്? 0.59 മോൾസ് പെർ കിലോഗ്രാം ആണോ വന്നത്? ഇതുവരെ വളരെ ശരിയാണോ? വെറുതെ അല്ല, ഇതുവരെ വളരെ ശരിയാണോ? യെസ്, 0.59. യെസ്. അങ്ങനെയാണെങ്കിൽ ഇൻടെക്സ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻടെക്സ് ക്വസ്റ്റ്യൻ 2, 4, 5 എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഡെൻസിറ്റി തരുമ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയാം. ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി തരും മാസിന് പകരം. സോൾവെൻറ്റിൻ്റെ മാസ് ഒറ്റയടിക്ക് തരുന്നതിന് പകരം സൊല്യൂഷനിൻ്റെ ഡെൻസിറ്റി തരും. അപ്പോൾ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ സൊല്യൂഷൻ്റെ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ്റെ മാസ് കിട്ടും അല്ലേ. സൊല്യൂഷൻ്റെ മാസ് ഒന്നാകെ കിട്ടും. ആ സൊല്യൂഷനിൻ്റെ മാസിൽ നിന്ന് സോൾവെൻറ്റിൻ്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷൻ്റെ ടോട്ടൽ മാസിൽ നിന്ന് സൊല്യൂട്ടിൻ്റെ മാസ് കുറയ്ക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടി? സോൾവെൻറ്റിൻ്റെ മാസ് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് മൊളാരിറ്റി കണ്ടുപിടിച്ചു. ഇപ്പം സെറ്റാണോ ശ്രീലക്ഷ്മി? ഇപ്പം സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സൊല്യൂഷൻസും ടൈപ്പ് ഓഫ് സൊല്യൂഷൻസും നമ്മൾ കഴിഞ്ഞു. അടുത്തത് നമ്മൾ സോല്യൂബിലിറ്റിയിലേക്ക് പോവാണ്. എന്താണ് സോല്യൂബിലിറ്റി അല്ലേ? സോല്യൂബിലിറ്റി അല്ലെ, നല്ലോണം കലക്കിയിട്ട് കുറച്ചും കൂടി എടുക്കട്ടെ മോനെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഡയലോഗ് കേട്ടിട്ടുണ്ടാവും അല്ലേ. കലങ്ങിയില്ല. വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര ഇടുന്ന സമയത്ത് അല്ലേ, ഒരു പോയിന്റ് കഴിയുമ്പോൾ വെള്ളത്തിൽ ഞാൻ പഞ്ചസാര ഇടുകയാണ്. അപ്പം ഞാനിങ്ങനെ ഇതിലിപ്പം രസം ഉണ്ടാവില്ല, എന്നാലും പറയാം, വെള്ളത്തിൽ ഇങ്ങനെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടിട്ടിട്ട് നിങ്ങളിപ്പം ഇമാജിൻ ചെയ്യുക, ഒരു 1000 ക്രിസ്റ്റൽസ് ഞാൻ ഇട്ടു. ഒരു 1000 അല്ലേ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര നിങ്ങൾക്കറിയാം, ഒരു ഡ്രോപ്പ് എന്താ പറയുക ഇപ്പം അതിനെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ടല്ലേ. അപ്പം 1000 എണ്ണം ഇട്ടപ്പോഴത്തേക്ക് അത് മുഴുവൻ അലിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്തു? 999 എത്തിയപ്പോഴത്തേക്ക് അലിഞ്ഞു. 1001 ഇട്ടപ്പോഴും അത് അലിഞ്ഞു അല്ലേ. 1001 പഞ്ചസാര ഞാൻ ഇട്ടപ്പം, 1001 പഞ്ചസാര ഞാൻ ഇട്ടപ്പം അത് അലിയണില്ല, അത് ക്രിസ്റ്റലായിട്ട് കിടക്കാം. പിന്നെ ഞാനിടുന്ന പഞ്ചസാര ഒക്കെ എന്താ ചെയ്യുന്നത്? ക്രിസ്റ്റലായിട്ട് കിടക്കുക. അപ്പം നമ്മൾ പറയും സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി അല്ലെ. നിങ്ങൾ പറയും അയ്യോ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് എന്ന് പറയും. അപ്പം സോല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സോല്യൂബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ഇറ്റ്സ് മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് സോൾവെൻറ്റിൽ നമുക്കിടാൻ പറ്റുന്ന മാക്സിമം പഞ്ചസാരയുടെ അളവാണ് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്.
അല്ലേ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് മധുരത്തിൽ ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ലൈം ആക്കുന്ന സമയത്ത് നാരങ്ങ പിഴിഞ്ഞു വെള്ളം ആക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ പഞ്ചസാര എടുത്തിടും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ എന്താ, അടിയിൽ പഞ്ചസാര അലിയാണ്ട് കിടക്കുന്നുണ്ടാവും. കാരണം എന്താ, സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയിപ്പോയി. കണ്ടോ? അപ്പം ഈ സോളിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? സോൾവെന്റിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കാം. ഒരു ലിക്വിഡിലേക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസിനെയാണ് ഡീല് ചെയ്യുന്നത്. അപ്പം അതിൽ ആദ്യം തന്നെ സോളിഡ് ഇൻ എ ലിക്വിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു സോളിഡിനെ നമ്മൾ ലിക്വിഡിലിടുന്നു, അതായത് വെള്ളത്തിൽ പഞ്ചസാര, ഉപ്പ്, ഗ്ലൂക്കോസ് മുതലായ സാധനങ്ങൾ നമ്മൾ ഇടുകയാണ്. അപ്പം ഇവിടെ എന്താ ചെയ്യുക, സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എല്ലാവരും എന്താണ്, എല്ലാവരും ഡിസോൾവ് ചെയ്യില്ല. ഞാൻ വെള്ളത്തിൽ NaCl ഇട്ടാലും വെള്ളത്തിലേക്ക് ഷുഗർ ഇട്ടാലും അതെന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. പക്ഷെ ഇതേ ഷുഗറിനെയും NaClനെയും ഞാൻ ബെൻസീനിൽ കൊണ്ടിട്ടാൽ ഡിസോൾവ് ചെയ്യില്ല. സോ എങ്ങനെയാണ്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്, ഒരേപോലെയുള്ള ആളുകൾ തമ്മിലാണ് ഡിസോൾവ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, മിസ്സിൻ്റെ കൂടെ ലൈവ് കാണാൻ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്കും വ്യൂസും ഒന്ന് ഇക്വിലിബ്രിയത്തിലാക്കുക. ഓക്കെ, ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പോളാർ സോൾവെൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. വെള്ളം ഒരു പോളാർ സോൾവെൻ്റ് ആണ്. അപ്പം അതിൽ പോളാർ സൊല്യൂട്ട്സ് ആണ് ഡിസോൾവ് ആവുന്നത്. നോൺ പോളാർ സോൾവെൻറ്റിൽ നോൺ പോളാർ സൊല്യൂട്ട്സ് ആണ് ഡിസോൾവ് ആവുന്നത്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു വെള്ളത്തിലേക്ക് നമ്മൾ പഞ്ചസാര ഇടുകയാണ് എങ്കിൽ ഇത് അലിഞ്ഞു പോകും, അല്ലേ? നമ്മൾ 1000 പഞ്ചസാര തരികൾ വരെ ഇട്ടപ്പോൾ അത് മുഴുവനായിട്ട് അലിഞ്ഞു പോയി. ആ ഒരു ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. 1001ാമത്തെ പഞ്ചസാര ഞാൻ ഇടുമ്പോൾ അത് അലിയണില്ല, അത് ക്രിസ്റ്റലായി കിടക്കുക, അല്ലേ? അപ്പം അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് സെപ്പറേറ്റഡ് ആയി കിടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്, ക്രിസ്റ്റലൈസേഷൻ, അല്ലേ? ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കണം. അപ്പോൾ ഈ ക്രിസ്റ്റലൈസേഷൻ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ രണ്ട് പ്രോസസ്സും, അതായത് ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും എങ്ങനെയാണ്, ഒരേപോലെ വരും, ഇക്വിലിബ്രിയത്തിലാവും. അതായത് 1001ാമത്തെ പഞ്ചസാര ഇട്ടപ്പോൾ അത് ക്രിസ്റ്റലൈസ് ചെയ്തു, 2ാമത്തെ ഇട്ടപ്പോൾ ക്രിസ്റ്റലൈസ് ചെയ്തു, അങ്ങനെ പിന്നെ ഇടുന്ന പഞ്ചസാരകളൊക്കെ എന്താണ്, ക്രിസ്റ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന സൊല്യൂഷൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ സൊല്യൂഷൻ പറയാണ് ഇനി എത്ര സൊല്യൂട്ട് ഇട്ടിട്ടും കാര്യമില്ല, ഞാൻ ഡിസോൾവ് ചെയ്യില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പം നാളെ എക്സാം ആണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും പറയും, നാളെ ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ ഇന്ന് പഠിക്കരുത്, റിവൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു മെയിൻ റീസൺ അതാണ്. ഇല്ലെങ്കിൽ എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അങ്ങ് സാച്ചുറേറ്റഡ് ആയി പോകും. ബ്രെയിനിന് പിന്നെ ഒന്നും നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് എക്സാംസിൻ്റെ തലേന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് റിവിഷൻ ചെയ്യാൻ പറയുന്നത്. അന്ന് പോയിട്ട് പുതിയ ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ സാച്ചുറേറ്റഡ് ആയി പോകും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? നമ്മൾ 3 ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി കവർ ചെയ്തു അഗ്നി ബാച്ചിൽ. സോ നമ്മൾ എന്താണ്, നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇല്ലേ, വീണ്ടും മോർ സൊല്യൂട്ട് എന്ത് ചെയ്യാണ്, an unsaturated solution is one in which more solute can not be dissolved at the same temperature, അല്ലേ? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്, പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ഡിസോൾവ് ചെയ്യാൻ പറ്റും. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഇറ്റ് കനോട്ട് ബി ഡിസോൾവ്, അത് ക്രിസ്റ്റലൈസ് ചെയ്ത് അങ്ങനെ കിടക്കും, ഡിസൊല്യൂഷൻ നടക്കില്ല. സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് സെറ്റ്. ഇനി ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്, ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കണം. സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിനെ നമ്മൾ പറയുന്നത്, അല്ലേ? സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പണ്ട് പഠിച്ച ഇക്വിലിബ്രിയം, അല്ലേ? ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളുടെ ഡിസൊല്യൂഷൻ പ്രോസസ്സ്, അതായത് സൊല്യൂട്ട് സോൾവെന്റിൽ അലിയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എൻഡോതേർമിക് ആണ് എങ്കിൽ, എങ്ങനെയാടാ, ΔH പോസിറ്റീവ് ആയിരിക്കും. എൻഡോതേർമിക് റിയാക്ഷൻ ആണെങ്കിൽ പിന്നെയും സിസ്റ്റത്തിലേക്ക് ഞാൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, വീണ്ടും അത് സൊല്യൂഷൻ ആയിട്ട് മാറും, അല്ലേ? നോക്ക്, ഇങ്ങോട്ടേക്ക് പോകുമ്പം ഫോർവേഡ് റിയാക്ഷൻ എൻഡോതേർമിക് ആണ്. ഇത് എൻഡോതേർമിക് ആണ് എങ്കിൽ ഞാൻ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും,
വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, അത് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. സോ എന്താണ്, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സോളിബിലിറ്റി ഇൻക്രീസസ്. ഓക്കെ മാം, സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ടെമ്പറേച്ചറിന്റെ എമൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഡിസോൾവ് ആകൂല? യെസ് ആകും. നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ചൂടൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. ദാ ആ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അതായത് സാച്ചുറേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്തു, ആ ഒരു ഡിസൊല്യൂഷൻ പ്രോസസ് അത് എപ്പോഴും അലിയാണോ ചെയ്യാന്ന് വെച്ചാൽ പഞ്ചസാര ഇൻ വെള്ളം സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഈ പഞ്ചസാര അലിയും. പക്ഷെ എല്ലാ കേസിലും നമുക്കതൊരു യൂണിവേഴ്സൽ ലോ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ചില ഡിസൊല്യൂഷൻ പ്രോസസ്സുകൾ, അതായത് ചില സൊല്യൂട്ട് ചില സോൾവെന്റിൽ, ചില സോളിഡ് സൊല്യൂട്ട്സ് ലിക്വിഡ് സോൾവെന്റിൽ അലിയുന്ന സമയത്ത് ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആണ് എങ്കിൽ എന്ത് പറ്റും, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോളിബിലിറ്റി കൂടും. ഇനി ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണ്, പുറത്തേക്ക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് എങ്കിൽ ഓൾറെഡി ഡിസോൾവ് ചെയ്യുമ്പം ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ കേസിൽ ഞാൻ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടുവാണെങ്കിൽ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റം വിൽ ട്രൈ ടെമ്പറേച്ചർ കുറയ്ക്കാൻ. സോ ദാറ്റ് എന്ത് പറ്റും, സൊല്യൂബിലിറ്റി കുറയും അല്ലേ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. സെറ്റാണോ? ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. 2 കേസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ സമയത്ത് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ് എങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോളിബിലിറ്റി കൂടുന്നു. ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പം സോളിബിലിറ്റി കൂടുന്നു. സെറ്റാണല്ലോ. ടെമ്പറേച്ചറിന്റെ ഫാക്ടർ വരുമ്പോൾ ഡിസൊല്യൂഷൻ എങ്ങനെയാണ് എന്ന് പറയണം. ഡിസൊല്യൂഷൻ എൻഡോ ആണോ ഡിസൊല്യൂഷൻ എക്സോ ആണോ എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസിൽ പറയാനായിട്ട് പറ്റുള്ളൂ ടെമ്പറേച്ചർ കൂട്ടുമ്പം എന്താണ് നടക്കുന്നതെന്ന്. പക്ഷെ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസിൽ നമുക്ക് എപ്പോഴും പറയാം ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് എ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പൊ എപ്പോഴും എന്താ, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് സോളിബിലിറ്റി കൂടുന്നത് എന്ന് യൂണിവേഴ്സൽ ലോ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ കേസിൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. അതിന് അവർ പറയണം നമ്മളുടെ അടുത്ത്, ഇഫ് ദ ഡിസൊല്യൂഷൻ ഇസ് എക്സോതെർമിക് ദെൻ വാട്ട് ഇസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇഫ് ദ ഡിസൊല്യൂഷൻ ഇസ് എൻഡോതെർമിക് ദെൻ വാട്ട് ഇസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് നമ്മളുടെ അടുത്ത് എടുത്തു പറയണം. സെറ്റാണോ മക്കളെ? ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് സെറ്റാണോ നോക്കാം. The dissolution process, kando, the dissolution process is endothermic ആണെങ്കിൽ solubility is directly proportional to temperature. Exothermic ആണെങ്കിൽ solubility and temperature are inversely proportional. Set ആണോ എന്ന് പറയൂ. ഇനി ഇഫക്റ്റ് ഓഫ് പ്രഷർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, പ്രഷറിന് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന് പ്രഷറിന് ഇഫക്റ്റ് ഒന്നും ഇല്ല. കാരണം എന്താണ്, സോളിഡും ലിക്വിഡും ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ പ്രഷറിന് ഇഫക്റ്റ് ഇല്ല. ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിലാണ് പ്രഷറിന് ഇഫക്റ്റ് ഉള്ളത്. ഹെൻറീസ് ലോ നമ്മളിപ്പോൾ പഠിക്കും. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ബേസിക്കലി ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഒരു ഓർഡർ ഉണ്ട്. അതിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. നമ്മൾ ആദ്യം പഠിച്ചു സൊല്യൂഷൻ എന്താണ്, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, സോളിബിലിറ്റി എന്താണ്, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് എന്ന ലിക്വിഡ് ആണ് രണ്ടാമത്തെ കേസ് നമ്മൾ പഠിച്ചത് അല്ലേ. ആദ്യത്തെ കേസ് നമ്മൾ എന്ത് പഠിച്ചു, കേസ് 1 മിസ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ഇതാ കേസ് 1 സോളിഡ് ഇൻ ലിക്വിഡിന്റെ സോളിബിലിറ്റി കേസ് 1 നമ്മൾ പഠിച്ചു അല്ലേ. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ വരുമ്പം വേർ ഇസ് അവർ കേസ് 2. കേസ് 2 എന്ന് പറഞ്ഞാൽ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. എപ്പോഴും സ്റ്റുഡൻസ് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പഠിക്കും. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. എന്നിട്ട് എക്സാമിന് വാട്ട് ഇസ് ദി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആയിരിക്കും ചോദിക്കുക. എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യും, സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡിന്റെ ആൻസർ എഴുതും. അപ്പം ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. സോളിബിലിറ്റിയുടെ ഇഫക്റ്റ് ചോദിക്കുമ്പം ഗ്യാസ് ഇൻ ലിക്വിഡ് ആണോ സോളിഡ് ഇൻ ലിക്വിഡ് ആണോ ചോദിക്കുന്നത് എന്ന് എന്ത് ചെയ്യാം, ഉറപ്പ് വരുത്തിയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് അല്ലേ. നമുക്കറിയാം സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് അല്ലേ. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താണ് നമ്മൾ ആരെ ഉണ്ടാക്കുന്നത്, സോഡ മേക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം
വെള്ളത്തിൽ ഗ്യാസുകൾ ഡിസോൾവ് ചെയ്യുന്ന മെയിനായിട്ട് നമുക്കറിയാം നമ്മുടെ അക്വാട്ടിക് ലൈഫിലെ മീനുകളൊക്കെ ജീവിക്കണം എന്തുകൊണ്ടാണ്? വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ആയിരിക്കുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്താണ്? പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രഷർ കൂടുമ്പം സോളിബിലിറ്റി കൂടും. അത് നമുക്ക് പറഞ്ഞു തരുന്ന ലോ ആണ് ഹെൻറീസ് ലോ. ഓക്കെ, ഇഫക്റ്റ് ഓഫ് പ്രഷർ, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് നമുക്ക് പറഞ്ഞു തരുന്ന ലോ ആണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെൻറീസ് ലോയിലേക്ക് വരുമ്പോൾ നമ്മളുടെ അടുത്ത് എന്താണ് പറയുന്നത്? ഹെൻറീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ is directly proportional to എന്താണ്? Partial pressure of a gas in vapor phase is directly proportional to what? Is directly proportional to mole fraction of the gas. Partial pressure ഗ്യാസിന്റെ mole fraction directly proportional ആണ് എന്നാണ് നമുക്ക് ഹെൻറീസ് ലോ പറഞ്ഞിരുന്നത് അല്ലേ. P is equal to, നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയാം അല്ലേ, P is directly proportional to mole fraction of the gas. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യും. അതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ദാറ്റ് ഇസ് KH. ഓക്കെ, യെസ്, ഷുവർ ആയിട്ടും മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്സ് കിട്ടും കേട്ടോ ആദർശ്. ഷുവർ ആയിട്ടും കിട്ടും. കാരണം മിസ് NCERT ആണ് പഠിപ്പിക്കുന്നത്. NCERT നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് NCERTയിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് മിസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഷുവർ ആണ്. അപ്പോൾ KH എന്താണ്? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ്. KHന്റെ യൂണിറ്റ് എന്താണ് എന്നും കൂടി ശ്രദ്ധിക്കണം. അത് പ്രഷറിന്റെ തന്നെ യൂണിറ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഡിന്നർ കഴിക്കാൻ പ്ലാൻസ് ഉള്ളവരും TV കണ്ടിരിക്കുന്നവരും ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയവരും എല്ലാവരും തിരിച്ചു വരണം. ഓക്കെ, ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ P is equal to KH into X ആണ് അല്ലേ. P is equal to KH into X ആണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എന്താണെടാ? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. Y is equal to mx plus c എന്ന് പറഞ്ഞ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം അല്ലേ. നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞ് ഒരു സ്ഥലത്ത് പ്രഷറും ഒരു സ്ഥലത്ത് മോൾ ഫ്രാക്ഷനും വെച്ച് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. കാരണം C ഇന്റർസെപ്റ്റ് 0 ആണ്. സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KH ആണ്. KH ആണ് നമ്മളുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരാനുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് ഡിഫിക്കൽട്ടായിട്ട് ചോദിക്കാവുന്ന, പക്ഷെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ മിസ്സിൻ്റെ ക്ലാസ് കണ്ടതുകൊണ്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ഇവിടെ കണ്ടോ, ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇങ്ങനെ ഒരു ഗ്രാഫ് വരും, എന്നിട്ട് എന്ത് ചെയ്യും? ഹെൻറീസ് ലോയുടെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? പാർഷ്യൽ പ്രഷർ ഉണ്ട്, ഇവിടെ മോൾ ഫ്രാക്ഷൻ ഉണ്ട്, ABC എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഇതിൽ ആർക്കാണ് മാക്സിമം KHന്റെ വാല്യൂ? ഇതിൽ ആർക്കാണ് മാക്സിമം സോല്യൂബിലിറ്റി? ഈസി ആയിട്ട് നമുക്ക് പറയാലോ അല്ലേ. വളരെ എളുപ്പത്തിൽ നമ്മൾ പറയും. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും പറയും, അതെനിക്ക് ഉറപ്പാണ്. ദാ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഈക്വൽ പ്രഷർ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈക്വൽ പ്രഷർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് പറയുക, A ആണോ B ആണോ C ആണോ, ആർക്കാ സ്ലോപ്പ് കൂടുതൽ എന്ന് പറഞ്ഞേ? Aക്കാണോ Bക്കാണോ Cക്കാണോ, ആർക്കാ സ്ലോപ്പ് കൂടുതൽ? Cക്കാണല്ലേ. നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാനറിയാം Cക്കാണ് സ്ലോപ്പ് കൂടുതൽ അല്ലേ. അപ്പം KHന്റെ വാല്യൂ മാക്സിമം വരുന്നത് ആർക്കാണ്? Cക്കാണ് അല്ലേ. സ്ലോപ്പ് ആർക്കാ കൂടുതൽ എന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം അല്ലേ. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മീക്ക് ചെയ്യുന്ന ആംഗിൾ ആർക്കാ കൂടുതൽ നോക്കിയാൽ മതി അല്ലേ. ആർക്കാ കൂടുതൽ? Cക്കാണ്. അപ്പോൾ Cക്ക് KHന്റെ വാല്യൂ മാക്സിമം ആണ് അല്ലേ. Aക്ക് അപ്പം എങ്ങനെയാണ്? KHന്റെ വാല്യൂ മിനിമം ആണ് വരുന്നത്. Bക്ക് ഇൻ ബിറ്റ്വീൻ. അപ്പം മാക്സിമം KH Cക്കാണ്, മിനിമം KH Aക്കാണ് വരുന്നത് അല്ലേ. ആണ് വരുന്നത്. മോൾ ഫ്രാക്ഷനും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. KH കൂടിക്കഴിഞ്ഞാൽ സോളിബിലിറ്റി കുറവായിരിക്കും അല്ലേ. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈക്വൽ പ്രഷർ ഞാൻ കൺസിഡർ ചെയ്താൽ ഇങ്ങനെ നോക്കുമ്പോൾ ദാ ഇവിടെ സിയുടെ സോളിബിലിറ്റി ഇത്രയാണ് അല്ലേ. സിയുടെ മോൾ ഫ്രാക്ഷൻ ഇത്രയാണ്. ബി എടുത്താലോ, ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്. ബിയുടെ മോൾ ഫ്രാക്ഷൻ, എയുടെ മോൾ ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട് എയുടെ മോൾ ഫ്രാക്ഷൻ അല്ലേ. അപ്പം ആർക്കാണ് ഇപ്പം സോളിബിലിറ്റി കൂടുതൽ എന്ന് നോക്കിക്കേ. സോളിബിലിറ്റി കൂടുതൽ എക്കാണ്, സോളിബിലിറ്റി കുറവ് സിക്കാണ്. നമുക്ക് മനസ്സിലായി KHും സോളിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരാൾക്ക് KH മാക്സിമം ആണെങ്കിൽ അവനായിരിക്കും മിനിമം സോളിബിൾ. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇങ്ങനൊരു ഗ്രാഫ് വരും, എന്നിട്ട് ഇതിൽ ഗ്രാഫ് A ആണോ B ആണോ C ആണോ ഏതാണ് കൂടുതൽ സോളിബിൾ എന്ന് ചോദിക്കും. നിങ്ങൾ പേടിക്കും.
പേടിക്കരുത്, നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അടുത്ത് ചോദിക്കും, ഒരു 5-6 KHന്റെ വാല്യൂ തരും, എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് കൂടുതൽ സോല്യൂബിൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും കുറവ് KHന്റെ വാല്യൂ ആർക്കാണോ ഉള്ളത് അവനാണ് കൂടുതൽ സോല്യൂബിൾ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 റിലേഷൻ പഠിക്കണം. KHും സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ടെമ്പറേച്ചറും സോലിബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം ടെമ്പറേച്ചറും KHും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ KH കൂടും, സോലിബിലിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടിയാൽ സോലിബിലിറ്റി കുറയും. കണ്ടോ, നേരത്തെ ആരോ എൻ്റെ അടുത്ത് ശ്രീലക്ഷ്മി എന്തോ ആണെന്ന് തോന്നുന്ന സംശയം ചോദിച്ചിരുന്നത്, മിസ് ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അലിയില്ലേ എന്ന് ശ്രീലക്ഷ്മി ഡൗട്ട് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, അപ്പം എന്താ, എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ വെള്ളത്തിൽ പഞ്ചസാര കലക്കുന്ന കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. കാരണം സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ അവിടെ എന്തായിരുന്നു, അത് ആപ്ലിക്കബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പം ഗ്യാസ് ആൻഡ് ലിക്വിഡ് സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ടെമ്പറേച്ചർ കൂടുമ്പം സോളിബിലിറ്റി കുറവാണ്. അപ്പോൾ ഒരു ഗ്യാസ് വേഗം അലിയാൻ വേണ്ടി ഞാൻ അതിനെ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് അലിയില്ല. അപ്പം ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. അത് മറന്നു പോവാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ അക്വാട്ടിക് സ്പീഷീസ് മീനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾഡ് വാട്ടറിലാണ് അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. അത് എന്തുകൊണ്ടാണ് കോൾഡ് വാട്ടറിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്? തണുപ്പുള്ളതുകൊണ്ടാണോ? അല്ല, തണുത്ത വെള്ളത്തിൽ ഓക്സിജന്റെ സോലിബിലിറ്റി കൂടുതലാണ്. ടെമ്പറേച്ചർ കുറയുമ്പം സോലിബിലിറ്റി കൂടുന്നത് കൊണ്ടാണ് അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കൂൾഡ് വാട്ടർ. ചോദിക്കും കേട്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താണ് റീസൺ എന്ന്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ്. ഏറ്റവും അധികം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹെൻറീസ് ലോ ആൻഡ് റൈറ്റ് ടു ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നാണ്. അപ്പോൾ ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്, 3 ആപ്ലിക്കേഷൻസ് ആണ് ഹെൻറീസ് ലോയിനുള്ളത്. ഒന്ന്, കാർബണേറ്റഡ് ഡ്രിങ്ക്സിനെ നമ്മൾ എന്ത് ചെയ്യൂടാ, സോഫ്റ്റ് ഡ്രിങ്ക്സിനെ നമ്മൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് സീൽ ചെയ്യുന്നത്. ഹൈ പ്രഷറിലാണ് സീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് ബെൻഡ്. അത് ഓർത്ത് വെക്കണം. സ്ക്യൂബ ഡൈവേഴ്സിൽ വരുന്ന ബെൻസ്, അത് ഓർത്തിരിക്കാൻ മിസ് ഒരു ട്രിക്ക് പറയാം. സ്ക്യൂബ ഡൈവേഴ്സ് പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്ക്യൂബ ഡൈവേഴ്സ് വലിയ ഓക്സിജൻ സിലിണ്ടറും ക്യാരി ചെയ്തിട്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് പോകുന്നത് അല്ലേ. അപ്പം ഈ ഓക്സിജൻ സിലിണ്ടറിൽ എന്ത് സംഭവിക്കും? സ്കൂബ ഡൈവേഴ്സിന്റെ ഓക്സിജൻ സിലിണ്ടേഴ്സിന് എന്താണ് സംഭവിക്കുന്നത്? ഈ ഓക്സിജൻ സിലിണ്ടറിൽ എന്തുണ്ടെന്നറിയോ, ഓക്സിജനെ പോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ നൈട്രജനും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കാം, സ്കൂബ ഡൈവേഴ്സ് കടലിൻ്റെ കൂടുതൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്ന സമയത്ത്, അണ്ടർ വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രഷർ കൂടും അല്ലേ, പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗ്യാസ് ബ്ലഡിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് കൂടും അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് പോയി, പ്രഷർ കൂടുതലാണ്, ഒരുപാട് ഡിസോൾവ് ഗ്യാസസ് ഉണ്ട്, ഓക്സിജൻ്റെ കൂടെ നൈട്രജനും നമ്മുടെ ബോഡിയിൽ എത്തുന്നുണ്ട്. അപ്പം ഇതേ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കടലിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് കയറി വരികയാണെന്ന് വിചാരിക്കുക. സ്കൂബ ഡൈവിങ്ങിന് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ടേഴ്സ് പയ്യെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് വരിക. ചടപടയെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് സർഫസിലേക്ക് അല്ലേ. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾ സ്കൂബ ഡൈവിങ്ങിന് പോയി അടിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വലിയ നിധി കിട്ടിയാൽ വരെ അത് കാണിക്കാൻ ചടപടയെന്ന് മുകളിലേക്ക് വരരുത്, നിങ്ങൾ മരിച്ചു പോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അടിയിലേക്ക് പോകുമ്പം പ്രഷർ കൂടി, അപ്പം ഡിസോൾവ് ഗ്യാസസിൻ്റെ അളവ് കൂടി അല്ലേ, ഓക്സിജനും നൈട്രജനും ഒക്കെ ഡിസോൾവ് ആയിട്ടുണ്ട് ബ്ലഡിൽ. അപ്പോൾ മുകളിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് മുകളിലേക്ക് വന്നാൽ പ്രഷർ കുറയും. അപ്പം എന്ത് ചെയ്യും, ഈ ഗ്യാസ് റിലീസ് ചെയ്യും അല്ലേ. അപ്പം നമ്മുടെ ബോഡിക്ക് ഓക്സിജനെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം ഇവിടെ ഉള്ള നൈട്രജൻ എന്ത് ചെയ്യും, നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യും അല്ലേ. അങ്ങനെ അത് എന്ത് ചെയ്യും, കാപ്പിലറീസിനെ ബ്ലോക്ക് ചെയ്യും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബെൻഡ് കണ്ടോ, ഹൗ ടു അവോയ്ഡ് ബെൻഡ് നമ്മൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ് സ്ലൈഡിലുള്ളത്. നോക്കാം, മിസ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ബെൻസ് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യുക, നമ്മൾ ക്യാരി ചെയ്യുന്ന ഓക്സിജൻ സിലിണ്ടറിൻ്റെ നൈട്രജൻ്റെ കൂടെ കുറച്ച് ഹീലിയം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കും. സോ ഹീലിയം ഇനേർട്ട് ആയതുകൊണ്ട് തന്നെ ഹീലിയം കൂടി ഫില്ല് ചെയ്യുമ്പം ബ്ലഡിൽ ഡിസോൾവ് ആവുന്ന ഓക്സിജൻ്റെ എമൗണ്ട് നൈട്രജൻ്റെ എമൗണ്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അതേപോലെ തന്നെ അത് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് ടു അവോയ്ഡ് ബെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് വരിക.
ഒറ്റയടിക്ക് വരാണ്ട് അതിനൊരു റൂളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബെൻഡ് അവോയ്ഡ് ചെയ്യാം. അപ്പം സ്ക്യൂബ ഡൈവേഴ്സിന്റെ ബെൻഡ്, അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, സ്ക്യൂബ ഡൈവേഴ്സ് ഈ ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടല്ലേ പോകുന്നേ. അപ്പം ഇതിങ്ങനെ വലിയ സിലിണ്ടർ തൂക്കുമ്പോൾ അവർക്കൊരു ബെൻഡ് വരുന്നു എന്ന് ആലോചിച്ചാൽ മതി. അനോക്സിയും ബെൻഡും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ സ്ക്യൂബ ഡൈവേഴ്സിന്റെ ബെൻഡ്. ഓക്കെ, ഇനി അടുത്തത് അനോക്സിയ. അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതേ സിമിലർ കണ്ടീഷൻ നമ്മൾ മൗണ്ടെയിൻസിലേക്ക് പോവാണ്. അപ്പോൾ ഉയരം കൂടുന്തോറും, ചായയുടെ മധുരം കൂടുന്നതിൻ്റെ കൂടെ തന്നെ ഉയരം കൂടുന്തോറും എന്താ സംഭവിക്കുന്നുണ്ട്, ഉയരം കൂടുന്തോറും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പ്രഷർ കുറയും. അപ്പോൾ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടാണോ, നിങ്ങൾ വലിയ വലിയ മൗണ്ടൻ ടോപ്സിലൊക്കെ പോകുമ്പം നമുക്ക് ബ്രീത്ത് കിട്ടാത്ത പോലെ തോന്നും. അപ്പം നമുക്ക് നേരെ ചൊവ്വേ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റില്ല, നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻസ് ഒന്നും നടക്കില്ല, നമ്മൾ ഭയങ്കര വീക്കാവും. ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഭയങ്കരമായിട്ട് ആള് കൂടുന്ന സ്ഥലങ്ങളിൽ, ഈ അമ്പലങ്ങളിലും അതുപോലെ ഈ ബസ് സ്റ്റോപ്സിലും ഒക്കെ ഈ ആൽമരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ, ഈ ബനിയൻ ട്രീസ് വെക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ ഈ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആൽമരങ്ങൾ പിടിപ്പിക്കാറ്. ബിക്കോസ് അതുകൊണ്ടല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ടിങ്ങനെ ഈ ഋഷിമാരൊക്കെ ആൽമരത്തിൻ്റെ അടിയിൽ പോയി ഇരിക്കുന്ന തപസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു മെയിൻ ഒറിജിൻ തന്നെ ഇതിൻ്റെ അടിയിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കുമ്പം നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ, മിസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് മറന്നു പോവും. എന്താണ് ചെയ്യുന്നത്, മറന്നു പോവാത്ത അത്രയും തവണ ചെയ്യുക കേട്ടോ. ഒരു തവണ ചെയ്യുന്നത് കൊണ്ടാണ് മറന്നു പോകുന്നത്, മറന്നു പോവാത്ത അത്രയും തവണ ചെയ്യുക. 1, 2, 3, 4 എത്ര തവണ ചെയ്താലാണ് ഓർത്തിരിക്കുക അത്രയും തവണ ചെയ്യുക. വൺസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം മിസ് ഇപ്പം എന്താണ്, നിങ്ങൾക്ക് കുറേ ആയിട്ട് ക്ലാസ് എടുത്തെടുത്ത് മിസ്സിന് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും മറന്നുപോയില്ല. പക്ഷെ മിസ് ആദ്യമായിട്ട് നിങ്ങളെപ്പോലെ +2 ഇത് പഠിക്കുന്ന സമയത്ത് ഞാനും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ മറന്നു പോകായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്ത് എന്ത് പറ്റും, നമുക്ക് മറന്നുപോയില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, അപ്പോൾ ഫ്രണ്ട് എടുത്ത് ചോദിക്കാടാ നിനക്കിത് അറിയോ, അപ്പോൾ അവൻ പറയും ഇല്ല അറിയില്ല. ചിലർ പറയും എനിക്കറിയാം. അപ്പോൾ അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, എന്തായാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കമ്പൈനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം മറന്നുപോയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടോ. ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. മിസ് സോളിബിലിറ്റി ഡിക്രീസ് ആവുമല്ലോ ചെയ്യണമെന്ന് നിഹാരിക ചോദിച്ചിട്ടുണ്ട്. നിഹാരിക ഏത് കോണ്ടെക്സ്റ്റിലാണ് ചോദിച്ചതെന്ന് പറയണം കേട്ടോ. ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ സംശയം ചോദിച്ചതെന്ന് പറയണം. മിസ് അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിലേക്ക് വരുമ്പം എന്താടാ, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ് കേട്ടോ. സോളിഡ് ഇൻ ലിക്വിഡ് നമ്മൾ പഠിച്ചു, ഗ്യാസ് ഇൻ ലിക്വിഡ് ഞാൻ പറഞ്ഞു. സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് എക്സോതെർമിക്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പം സോളിബിലിറ്റി കൂടും. ഓക്കെ, സിറ്റല്ലേ, സിറ്റാണ്. ദാ ഹെൻറീസ് ലോയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താണ്. കാൽക്കുലേറ്റ് ദ സോളിബിലിറ്റി ഓഫ് CO2 ഇൻ വാട്ടർ അറ്റ് 298 Kelvin അണ്ടർ 760 mmHg. അപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 760 mmHg ആണ്. KHന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. P is equal to KH into മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. P/KH which is equal to 760 divided by എത്രയാണ് വരുന്നത്, KH 1.25 into 10⁶. എത്രയാണ് ആൻസർ വരുന്നത്? വാട്ട് ഈസ് ദ ആൻസർ? സോളിബിലിറ്റിയുടെ ആൻസർ പറഞ്ഞേ. എത്രയാ വരുന്നത്? വേഗം ആൻസർ പറയൂ. സോളിബിലിറ്റിയുടെ സോല്യൂബിലിറ്റി. യെസ്. അപ്പം 10th കഴിഞ്ഞവർ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, പ്രോപ്പറായിട്ട് പഠിച്ചോ, ഇല്ലെങ്കിൽ എക്സാം ഡിഫിക്കൽട്ട് ആയിരിക്കും, ആദ്യം മുതൽ പഠിച്ചോ, ഉഴപ്പാതിരിക്കുക എന്നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക?
കമൻറ്റ് ചെയ്യാം. മിസ് ഹെൻറീസ് ലോയുടെ തേർഡ് ആപ്ലിക്കേഷൻ ഒന്നും കൂടി പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ മൗണ്ടെയിൻസിലേക്ക് പോകുമ്പോൾ അല്ലേ, നമ്മൾ നേരത്തെ സീഡ് അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുന്നത് പോലെ മൗണ്ടെയിൻസിലേക്ക് പോകുമ്പം ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പം അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുമ്പോൾ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ നമ്മൾ പറഞ്ഞു പ്രഷർ കുറഞ്ഞാൽ സോളബിലിറ്റി ഓഫ് ഗ്യാസസ് കുറയും. അപ്പോൾ മൗണ്ടൻ ടോപ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റില്ല, ഓക്സിജൻ അല്ലേ, ബ്ലഡിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ട് കുറയും അല്ലേ, ബ്ലഡിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ട് കുറയും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് കിട്ടില്ല, ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, നമുക്ക് നേരെ ചൊവ്വെ ചിന്തിക്കാനോ ഒന്നും പറ്റില്ല, നമ്മൾ വീക്കായിട്ട് പോകും. അതിനെ വിളിക്കുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ എന്ന് പറയുന്നത്. സെറ്റാണോ സൂര്യാനന്ദ്? യെസ്. തൻസി പറയുന്നുണ്ട് എൻ്റെ പൊന്നോ നല്ലോണം പഠിച്ചോട്ടോ, ഇല്ലെങ്കിൽ പണിയിട്ടോ. അതാണ്, നല്ല രീതിയിൽ പഠിക്കുക. ഇപ്പം നമുക്ക് സമയമുണ്ട്. ഓക്കെ, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ? ഡെഫിനിഷൻ ഒരുപാട് പേര് തെറ്റിച്ചെഴുതും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതേപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് എന്തുണ്ട്, ഒരുപാട് എന്തുണ്ട്, സോൾവെന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യുമെന്നറിയൂ, ഈ സർഫസിലുള്ള പാർട്ടിക്കിൾസും ഉണ്ട്, ബൾക്കിൽ അല്ലെ, ഇതിൻ്റെ ബൾക്കിലുള്ള പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പം ഈ ബൾക്കിലുള്ള പാർട്ടിക്കിൾസിന് എല്ലായിടത്തുനിന്നും എന്തുണ്ട്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ സർഫസിലുള്ള പാർട്ടിക്കിൾ ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിനെ ഞാൻ എടുത്ത സൈഡിലേക്കും ഡൗൺവേർഡും ഒക്കെ ആയിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ മുകളിലേക്ക് എന്ത് ചെയ്യില്ല, ഈ പാർട്ടിക്കിൾസ് മുകളിലേക്ക് ആരും പിടിച്ച് എന്ത് ചെയ്യുന്ന വലിക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു ടെൻഡൻസി ഉണ്ട്, സർഫസിലുള്ള പാർട്ടിക്കിൾസിന് എസ്കേപ്പ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്, വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. വേപ്പർ പ്രഷറിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വാട്ട് ഇസ് വേപ്പർ പ്രഷർ എന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ അവരെന്തു പറയും, Vapor pressure of a liquid is the pressure exerted by the vapor of the liquid on the surface of the liquid. ഇങ്ങനെ എഴുതി ഡെഫിനിഷൻ നിർത്തും, മാർക്ക് കിട്ടില്ല. കാരണം ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എപ്പോ, വെൻ ദ ലിക്വിഡ് ആൻഡ് ദ വേപ്പർ ആർ ഇൻ ഇക്വിലിബ്രിയം. ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണം. ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ, അതായത് കണ്ടോ സർഫസിലെ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്തു പോകുന്നു, ബൾക്കിലെ മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്യുന്നില്ല. നമ്മൾ നോക്കുകയാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഞാൻ എടുക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ സർഫസിൽ നിന്ന് ലിക്വിഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഗ്യാസ് വേപ്പറായിട്ട് എസ്കേപ്പ് ആവും. ഇവർ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡിൽ വന്നാലിയും. അപ്പം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കുകയാണ്. കണ്ടോ, കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അപ്പം ഈ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിക്വിഡ് എന്താണ്, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ആ ലിക്വിഡിന്റെ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. സോ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് അതേപോലെ തന്നെ എഴുതി കൊടുക്കണം. വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇസ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് വേപ്പേഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ലിക്വിഡ് സർഫസിൽ ഇരിക്കുന്ന ആ ലിക്വിഡ് വേപ്പറുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ. വേപ്പർ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ്കേപ്പിംഗ് ടെൻഡൻസി. അത് നമുക്കറിയാലോ, ഒരാളുടെ വേപ്പർ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് കുറേ എസ്കേപ്പ് ചെയ്ത് വേപ്പർ ആവുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വേപ്പർ പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും, അവർ പെട്ടെന്ന് എസ്കേപ്പ് ആവും. വേപ്പർ പ്രഷർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ആൻഡ് വേപ്പർ പ്രഷർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അടുത്തത് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. നോക്കുക, ഒരു രണ്ടാളുകൾ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സുകൾ കുറവാണെന്ന് വിചാരിക്കും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറവാണ് എങ്കിൽ, അതായത് അവരുടെ ബോണ്ട് സ്ട്രോങ് അല്ല, ബോണ്ട് വീക്കാണ്. അപ്പം ഇതെന്ത് ചെയ്യും, വേഗം അത് ബ്രേക്ക് ചെയ്ത് വേപ്പറായിട്ട് മാറും അല്ലേ. അപ്പം ഇന്റർമോളിക്കുലർ ഫോഴ്സ് കുറവാണ് എങ്കിൽ അത് വേഗം ബ്രേക്ക് ചെയ്യുകയും വേപ്പറായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി ബോയിലിംഗ് പോയിന്റ്.
ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ ആലോചിക്കുക, ഒരാൾക്ക് ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോണ്ടുകൾ വീക്കാണ്. നമുക്ക് അതിനെ ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് അവൻ വേഗം വേപ്പറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവൻ്റെ ബോണ്ട് വീക്കാണ്. ബോണ്ട് വീക്കാണെങ്കിൽ എന്താണ്? വേപ്പർ പ്രഷർ കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ബോയിലിംഗ് പോയിന്റ് ആൻഡ് വേപ്പർ പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പം ആവശ്യമുണ്ട്. ഇനി അടുത്ത ഫാക്ടറാണ് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ചോദിക്കും. ഇപ്പം നമ്മളറിയാം ഈ സാനിറ്റൈസർ, ഇവിടെ സാനിറ്റൈസർ ഇരിക്കുന്നുണ്ട്. സാനിറ്റൈസർ എന്താണ്? സാനിറ്റൈസർ, അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവർ, പെർഫ്യൂംസ്, ഇതൊക്കെ നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ കാണുമോ ഇവരെ? ഇപ്പം ഞാൻ ഈ സാനിറ്റൈസറിനെ ഇന്ന് പോകുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്ത്, അത് വേണ്ട, ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ഇതിവിടെ തുറന്ന് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നാളെ വരുമ്പം ഈ ബോട്ടിലിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല, അത് മുഴുവൻ ആവിയായിട്ട് പോവും, ഫുൾ വേപ്പറൈസ് ചെയ്ത് പോവും. അപ്പം വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അപ്പം ഞാനൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് വേപ്പറൈസ് ചെയ്യാത്ത ഒരു സൊല്യൂട്ടിനെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നോക്കുക, സോൾവെന്റ് എ എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. ഓക്കെ, അപ്പം സോൾവെന്റ് എ എന്ന് പറയുമ്പം ഇങ്ങനെയാണ് എ ഇരിക്കുന്നത് അല്ലേ? എയുടെ സർഫസിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെയാണ്. അപ്പം ഇവൻ എന്തായിട്ട് മാറും? വേപ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ പറന്ന് 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 ചെല്ലാൻ ഫുള്ളായിട്ട് പറന്ന് വരും. അപ്പം അതിന് ഞാൻ എന്ത് വിളിക്കും? P0A എന്ന് വിളിക്കും. എയുടെ പ്യോർ ആയിട്ടുള്ള വേപ്പർ പ്രഷർ എന്ന് വിളിക്കും. ഓക്കെ, P0A എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യോർ സോൾവെന്റ് എ മാത്രമുള്ളപ്പം അവൻ്റെ വേപ്പർ പ്രഷർ എന്ന് വിളിക്കും. ഇനി ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടുള്ള ബീനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടുള്ള ബീനെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. ബി എങ്ങനെയാണ്? നോൺ വോളറ്റൈൽ ആണ്. അപ്പോൾ ബിക്ക് എന്തില്ല? വേപ്പർ പ്രഷർ ഇല്ല. ഇവിടെ വേപ്പർ പ്രഷർ ഒന്നും തന്നെ ഇല്ല. ഇനി സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് സർഫസിൽ നേരത്തെ എങ്ങനെയാണ്? എയും ബിയും ഒന്നിച്ചാണ് സർഫസിൽ ഇരിക്കുന്നത് അല്ലേ? എയും ബിയും ഒന്നിച്ചാണ് സർഫസിൽ ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ നോക്കുമ്പം എ വീണ്ടും എന്തായിട്ട് മാറുന്നുണ്ട്? വേപ്പറുകളായിട്ട് മാറുന്നുണ്ട് അല്ലേ? അപ്പം ഇതിനെ നമ്മൾ പി എന്ന് വിളിക്കും. പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് നോക്കണം. P0A എന്ന് പറഞ്ഞാൽ എ മാത്രമുള്ളപ്പം പ്യോർ ആയിട്ടുള്ള എയുടെ വേപ്പർ പ്രഷറാണ്. പി എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷനിൽ ഉള്ള എയുടെ പ്രഷറാണ്. പി എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് എ ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ആവുന്ന സമയത്ത് എയുടെ പ്രഷറാണ്. അപ്പം ഇവിടെ നോക്കുമ്പം പ്യോർ സോൾവെന്റിൽ നിന്ന് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്തായിട്ട് മാറി? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്തു. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഇസ് ലെസ് ദാൻ P0A അല്ലേ? സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ PS എന്ന് പറഞ്ഞാൽ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ് കേട്ടോ. PS ഇസ് ദ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഓർത്ത് വെക്കുക, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഞാൻ ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേപ്പർ പ്രഷറിന് എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ നമ്മൾ ഒരു സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇത് ഓർത്തിരിക്കണം. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ റൗൾസ് ലോ വരുന്നുണ്ട്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ P0Aയും PAയും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. P0A is the vapor pressure of the pure solvent and PA is the vapor pressure of the solvent, അല്ലെ? vapor pressure of A in solution, അല്ലെ? solvent A in solution. സെറ്റ്. നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് കേസുകൾ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ കേസ് റൗൾസ് ലോ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റൗൾസ് ലോയിൽ തന്നെ നമുക്ക് 2 കേസുകളാണ് പഠിക്കാനുള്ളത്. അത് ഓർത്തിരിക്കണം കേട്ടോ. മോസ്റ്റ്ലി നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ റൗൾസ് ലോയുടെ ആദ്യത്തെ ഒരു കേസ് പഠിപ്പിച്ചിട്ട് രണ്ടാമത്തെ കേസൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, പഠിപ്പിച്ചു എന്ന് വരില്ല, അല്ലെങ്കിൽ വായിച്ചു നോക്കാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. റൗൾസ് ലോയ്ക്ക് ശരിക്കും 2 കേസുകളുണ്ട്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യുകയാണേ. ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസ്. ഓക്കെ, ലിക്വിഡ് സൊല്യൂഷൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബൈനർ സൊല്യൂഷൻ എടുത്തു. അപ്പം ലിക്വിഡ് ആണ്, 2 പേരും വോളറ്റൈൽ ആണ്. ഓക്കെ, സൊല്യൂട്ടും സോൾവെന്റും വോളറ്റൈൽ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, റൗൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡിന്റെ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
മോൾ ഫ്രാക്ഷൻ. അപ്പം നമ്മൾ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്തു, സൊല്യൂട്ടും സോൾവെന്റും വോളട്ടൈൽ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പി എയും പി ബിന്നും എടുത്തു അല്ലേ. അപ്പോൾ പി എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ, പി ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ നമ്മളിവിടെ ആരെ വെച്ചു, P0A-നെയും P0B-നെയും വെച്ചു. ഇതാണ് റൗൾസ് ലോ. ഇതാണ് റൗൾസ് ലോ. ഇതിൽ കൈ എ ആൻഡ് കൈ ബി എന്താ മക്കളെ, കൈ എ ആൻഡ് കൈ ബി ആർ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ലിക്വിഡ് ഫേസ്. ഞാൻ പറഞ്ഞു ലിക്വിഡ് ഫേസ് എന്ന് ഉള്ളത് ഓർത്ത് വെക്കണം, ലിക്വിഡ് ഫേസ് എന്നുള്ളത് ഓർത്ത് വെക്കണം. കാരണം ഇപ്പം തന്നെ നമ്മൾ എന്ത് പഠിക്കും, വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ പഠിക്കും, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇതിനെ ഡാൽട്ടൺസ് ലോ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം, ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അല്ലേ, പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി എന്ന് എഴുതാം. അതായത് പി ടി എന്ന് എഴുതിയിരിക്കുന്ന പി ടോട്ടൽ ആണ് കേട്ടോ. പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P0A ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് P0B ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് എഴുതിക്കൂടെ. എഴുതാം അല്ലേ. അപ്പൊ നോക്ക്, രണ്ടുപേരും വോളട്ടൈൽ ആണ് അല്ലെ, രണ്ടുപേരും വോളട്ടൈൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എയുടെ വേപ്പർ പ്രഷർ നമ്മൾ എന്തെഴുതി, ഇവരെല്ലാരും വേപ്പർ ആയിട്ട് മാറുന്നുണ്ട്. ഇവന്റെ വേപ്പർ പ്രഷർ നമ്മൾ P0A എന്ന് എഴുതി. ബിയും വോളട്ടൈൽ ആണ്. അപ്പൊ ബിയുടെ വേപ്പർ പ്രഷർ നമ്മൾ എന്തെഴുതും, ബിയുടെ മാത്രം അല്ലെ, ബി മാത്രമേ ഉള്ളൂ. ബിയുടെ വേപ്പർ പ്രഷർ നമ്മൾ എന്തെഴുതും, P0B എന്നെഴുതും അല്ലേ. അപ്പം സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള വേപ്പർ പ്രഷർ എങ്ങനെ എഴുതും, വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു PA പ്ലസ് PB എന്ന് എഴുതും അല്ലേ. PAയും PBയും കൂടെ ചേർത്ത് നമ്മൾ എഴുതി കൊടുക്കും അല്ലേ മക്കളെ അല്ലേ. എവിടെ പോയി എല്ലാവരും PA പ്ലസ് PB എന്ന് എഴുതി കൊടുക്കും അല്ലേ. ഇതൊരു വളരെ ശരിയല്ലേ, സെറ്റ് അല്ലേ. എല്ലാവരും എവിടെ പോയി, ഡിന്നറൊക്കെ കഴിക്കാൻ പോയോ? അപ്പം നമുക്കിനി റൗൾസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം അല്ലേ. റൗൾസ് ലോയുടെ ഗ്രാഫ് ചോദിക്കും, മസ്റ്റായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. റൗൾസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കാം, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് വരയ്ക്കാം, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഇവിടെ ഉണ്ട്. യെസ്, സെറ്റാണ്. ഇനി റൗൾസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യൂടാ, നമുക്കറിയാം വോളട്ടൈൽ ലിക്വിഡ്സിന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. ബോത്ത് എ ആൻഡ് ബി ആർ വോളട്ടൈൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വരയ്ക്കുന്നത്, ഈ സൈഡിൽ അതായത് വൈ ആക്സിസിൽ നമ്മൾ വേപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ നമ്മൾ എന്താ വരയ്ക്കുന്നത്, മോൾ ഫ്രാക്ഷനും ആണ്. അപ്പോൾ ഇവിടെ മോൾ ഫ്രാക്ഷൻ ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എയുടെ മോൾ ഫ്രാക്ഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, അവിടെ എ ഇല്ല അല്ലേ. എയുടെ മോൾ ഫ്രാക്ഷൻ 0 എന്ന് പറഞ്ഞാൽ അവിടെ എ ഇല്ല. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി 1 ആണ്, ഇവിടെ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയാണ് ഇതെന്ന് പറഞ്ഞാൽ P0B ആണ് അല്ലെ. ബി മാത്രം ഉള്ളപ്പം അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് ബി ആണ്. ഇവിടെ നോക്കിക്കേ, എയുടെ വേപ്പർ പ്രഷർ 1 ആണ്. അപ്പം ഇവിടെ എ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ P0A എന്ന് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഗ്രാഫിനെ അങ്ങ് കണക്ട് ചെയ്യുക. എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രേറ്റ് ലൈൻ വെച്ച് വരയ്ക്കുക അല്ലെ. എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഗ്രാഫ് വരച്ചു. ഇനി സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുക അല്ലേ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നോക്കാം, ബിയിൽ നിന്ന് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്രാഫിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ രണ്ട് P0Bനെയും P0Aനെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ഇസ് ഈക്വൽ ടു PA ആണ്. PA ഇസ് ഈക്വൽ ടു P0A ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A. ദിസ് ഇസ് ഈക്വൽ ടു PB ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു P0B ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് B. ഇനി നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് വേറൊരു കളർ എടുക്കാം അല്ലേ, ഓറഞ്ച്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം അല്ലേ. അതാണ് എന്ത്, പി ടോട്ടൽ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പി ടോട്ടൽ. ദാറ്റ് ഇസ് ഈക്വൽ ടു PE പ്ലസ് PB. സെറ്റാണോ? യെസ്, ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചില്ലേ എല്ലാവരും? യെസ്, കഴിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിച്ചുകൊണ്ടാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. റൗൾസ് ലോയുടെ ഗ്രാഫ് നമ്മൾ വരച്ചു, സെറ്റാണ്.
ഇനി ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയായിരുന്നു കൈയും കൈബിയും എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആണ്, മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് വരും എന്ന്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു എന്തുണ്ട്, ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പം അവരുടെ മോൾ ഫ്രാക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കൈയെ കൈബി. മുകളിൽ എന്തുണ്ട്, വേപ്പേഴ്സ് ഉണ്ട്, വേപ്പറിന്റെ മോൾ ഫ്രാക്ഷൻ എടുത്തൂടെ, അതിനെയാണ് നമ്മൾ YA/YB വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, YA/YB വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം റൗൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം PA is equal to P0A into mole fraction of A, PB is equal to P0B into mole fraction of B, P total is equal to PA plus PB. ഇത്രയും കാര്യങ്ങൾ റൗൾസ് ലോ വെച്ച് നമുക്കറിയാം. ഇനി ഇവിടെ നിന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കും ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് A അല്ലെങ്കിൽ B ഇൻ വേപ്പർ ഫേസ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നമുക്കറിയാം ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. YA എന്ന് പറഞ്ഞാൽ PA ഡിവൈഡഡ് ബൈ P ടോട്ടൽ, PA ഡിവൈഡഡ് ബൈ P ടോട്ടൽ. YB ആണെങ്കിലോ PB ഡിവൈഡഡ് ബൈ P ടോട്ടൽ. സെറ്റാണോ? മിസ് പറഞ്ഞ ഈ ഒരു കാര്യം എല്ലാവർക്കും സെറ്റാണോ? ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം എല്ലാവർക്കും സെറ്റാണോ എന്ന് പറയൂ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സെറ്റല്ലേ മക്കളെ? സെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ തന്നെ ഇതാ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ബോർഡ്സിന് ചോദിച്ചിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ദ വേപ്പർ പ്രഷർ ഓഫ് A and B at 25 degrees Celsius ആർ നമുക്ക് വന്നിട്ടുണ്ട് എയുടെയും ബിയുടെയും വേപ്പർ പ്രഷർ. P0A എന്ന് പറയുന്നത് 75 mmHg ആണ്. P0B എന്ന് പറയുന്നത് എത്രയാണ്, 25 mmHg ആണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇവിടെ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് A തന്നിട്ടുണ്ട് 0.4 ആണ്. നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന മോൾ ഫ്രാക്ഷൻ, ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്, മോൾ ഫ്രാക്ഷൻ ഓഫ് A, then calculate the mole fraction of B in vapor phase. ഈ ഒരു ചോദ്യം കാണുമ്പോൾ ചിലർ എന്ത് ചെയ്യുന്നറിയോ, ആ മോൾ ഫ്രാക്ഷൻ ഓഫ് A തന്നിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ ഓഫ് B is equal to 1 minus 0.4 which is equal to 0.6, ആൻസർ എഴുതുന്നു. ഇങ്ങനെ ആൻസർ എഴുതാനാണോടാ ഇതിന് 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്ന ഇവർ? അല്ല. മോൾ ഫ്രാക്ഷൻ ഓഫ് B ഇൻ വേപ്പർ ഫേസ് എന്ന് പറഞ്ഞാൽ YB എന്താണെന്നാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. YB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ YB കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ഇക്വേഷൻ എഴുതിയേ, YB is equal to PB ഡിവൈഡഡ് ബൈ P ടോട്ടൽ എന്നാണ് നമ്മൾ എന്തെഴുതിയത്, ഇക്വേഷൻ എഴുതിയത് അല്ലേ, PB ഡിവൈഡഡ് ബൈ P ടോട്ടൽ. PB എങ്ങനെ കണ്ടുപിടിക്കും, PB is equal to റൗൾസ് ലോ അനുസരിച്ച് P0B into മോൾ ഫ്രാക്ഷൻ ഓഫ് B കണ്ടുപിടിക്കാമല്ലോ. P0B എത്രയാ, 25 into 0.6, ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരും, 25 into 0.6 15 mmHg എന്ന് വരും. PA എത്ര വരും, PA is equal to 75 into 0.4, ദാറ്റ് ഇസ് ഈക്വൽ ടു 30 എന്ന് വരും അല്ലേ. നിങ്ങൾ ഇവിടെ തന്നെ ഇല്ലേ, നിങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിരിക്കുകയാണെങ്കിൽ മിസ്സിൻ്റെ കൂടെ പ്രോബ്ലം ചെയ്യാട്ടോ, ഇല്ലെങ്കിൽ മിസ് തന്നെ റിവൈസ് ചെയ്യുന്നതാവും, നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ആവില്ല. 30 15 45 അല്ലേ. PB എത്രയാണ് വരുന്നത്, PB എന്ന് പറഞ്ഞാൽ 15 ആണ്, P ടോട്ടൽ എന്ന് പറഞ്ഞാൽ 45 ആണ്. 15/14 1/3 ആണ് വരുന്നത്. സോ YB is equal to 0.33 എന്ന് വരും. ഉണ്ട് ഇതുവരെ ശരിയാണ്. ദൈവമേ, ഞാനിപ്പം സാനിറ്റൈസർ എടുത്ത് കുടിച്ചേനെ, സ്ഥലം മാറിപ്പോയി, സാനിറ്റൈസറും വെള്ളവും വെച്ച്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ സെറ്റാണോ, സെറ്റാണോ? ഇതുവരെ വളരെ ശരിയാണോ? എഴുതുവാണ്, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ചെയ്യാത്തത്. വെരി ഗുഡ് ശ്രീലക്ഷ്മി, എഴുതിക്കോളൂ. ഓക്കെ, മിസ് റൗൾസ് ലോ ആൻഡ് ഹെൻറീസ് ലോ കണക്ഷൻ പറയുമോ? എൻ്റെ മാൻ, എനിക്കൊരു 15 സെക്കൻഡ് തരാമോ? ഇതാ അടുത്ത ടോപ്പിക് അതാണ്. റൗൾസ് ലോയും ഹെൻറീസ് ലോയും തമ്മിലുള്ള കണക്ഷൻ അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു സീൻ ഓർമ്മയുണ്ടോ? സലീംകുമാറിൻ്റെ ഡയലോഗ് ഓർമ്മയുണ്ടോ?
അപ്പേനെ കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത മറുകിട്ട ഇവനാണ് അപ്പു, മറുകില്ലാത്തവൻ അച്ചു എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതേപോലെയാണ് ഹെൻറീസ് ലോയും റൗൾസ് ലോയും. റൗൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോയിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. മിസ് വൈബി എന്താ? എടാ വൈബി എന്താടാ? മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ വേപ്പർ ഫേസ് ആണ് വൈബി. വൈദസ് ചോദ്യം ലിജി, നമ്മൾ അതല്ലേ കണ്ടുപിടിച്ചേ. നമ്മളിവിടെ എന്താ പറഞ്ഞേ? വേപ്പർ ഫേസിലായിട്ട് ലിക്വിഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, വേപ്പറായിട്ട് മാറുന്നുണ്ട്. ആ വേപ്പറായിട്ട് മാറുമ്പോൾ ഉള്ള വേപ്പർ മോൾ ഫ്രാക്ഷൻ ആണ് YA ആൻഡ് YB അല്ലേ. വേപ്പർ ഫേസിൽ ഇരിക്കുമ്പം ഉള്ള ബിയുടെ മോൾ ഫ്രാക്ഷൻ ആണ് YB. സെറ്റല്ലേ? റൗൾസ് ലോൻ്റെ സ്പെഷ്യൽ കേസാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. റീസൺ ഇത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അക്കോർഡിംഗ് ടു റൗൾസ് ലോ വേപ്പർ പ്രഷർ ഓഫ് എ വോളറ്റൈൽ കമ്പോണന്റ് ഗിവൻ സൊല്യൂഷൻ ഇസ് ഗിവൻ ബൈ എന്ത് പറയാം? P is equal to P0 into mole fraction എന്ന് എഴുതാം. ഇനി അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ എന്താ? P is equal to KH into mole fraction. കിട്ടിയല്ലോ. അപ്പം നമുക്ക് മനസ്സിലായി P0യും KHും ഈക്വൽ ആവുകയാണെങ്കിൽ എന്താണ്? രണ്ടുപേരും സെറ്റാണ് അല്ലേ, രണ്ടുപേരും സെയിം ആണ്. രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ വോളറ്റൈൽ കമ്പോണന്റ് ഓർ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സ്മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ. അപ്പം Raoult's law becomes a special case of Henry's law if KH and P0 are equal അല്ലേ? യെസ്, അങ്ങനെ എഴുതി കൊടുക്കുക. രണ്ട് ഇക്വേഷൻസ് എഴുതി കൊടുക്കാം. KHും P0യും ഈക്വൽ ആണെങ്കിൽ റൗൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോയിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് എന്നും പ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യത്തെ കേസിൽ നമ്മൾ റൗൾസ് ലോ പഠിച്ചു. അപ്പം എന്തായിരുന്നു? രണ്ട് പേരും വോളറ്റൈലായിരുന്നു അല്ലേ, സൊല്യൂട്ടും സോൾവെൻറ്റും വോളറ്റൈലായിരുന്നു. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം? സോൾവെൻറ്റ് വോളറ്റൈലാണ്, സൊല്യൂട്ട് നോൺ വോളറ്റൈലാണ്. അപ്പം സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ P0A ആണ്. സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് ഇവൻ എന്താണ്? നോ വേപ്പർ പ്രഷർ അല്ലേ. അപ്പം ഇവിടെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എടുക്കുമ്പം ആര് മാത്രമേ ഉള്ളൂ? PA മാത്രമേ ഉള്ളൂ. അതെന്താ മിസ്? PB എവിടെ പോയി മിസ്? ബി ആരാണ് കുട്ട? ബി എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്, അവൻ നോൺ വോളറ്റൈൽ ആണ്, അതുകൊണ്ട് ബി ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കേസിൽ അതായത് റൗൾസ് ലോ ഫോർ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൽ റൗൾസ് ലോയ്ക്ക് നമ്മൾ വേറൊരു ഡെഫിനിഷൻ കൊടുക്കും, പഠിക്കണം. alternate statement for Raoult's law നമ്മൾ പറയും. For a solution of non-volatile solute, the relative lowering of vapor pressure is equal to mole fraction of the solute എന്ന് പറയും. അതായത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പറയും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? റൗൾസ് ലോയുടെ ഓൾട്ടർനേറ്റ് സ്റ്റേറ്റ്മെന്റ് ആയി. കാരണം ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലായല്ലേ, സൊല്യൂഷന്റെ പാർഷ്യൽ പ്രഷർ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എടുത്താൽ അത് PA ആണ്. PA എന്ന് പറഞ്ഞാൽ P0A ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എനെ നമുക്ക് എന്ത് പറയാം? 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയുടെ ടേംസിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ എന്ത് എഴുതി? P0A ഇൻറ്റു 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് എഴുതി. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പം എനിക്ക് എന്ത് കിട്ടി? സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? P0A മൈനസ് PA ബൈ P0A. അതായത് വേപ്പർ പ്രഷറിൻ്റെ റിലേറ്റീവ് ലോവറിംഗ് ആണ് എന്നെനിക്ക് മനസ്സിലായി. ഈ ഒരു കാര്യത്തിലേക്ക് എത്തി. എപ്പോ നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ, അതായത് സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പം വേപ്പർ പ്രഷർ കുറഞ്ഞു അല്ലേ. ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ P0A ആയിരുന്നുവെങ്കിൽ ഞാൻ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ അത് PA ആയിട്ട് മാറി അല്ലേ. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ആ കാണിക്കണം. അപ്പോൾ ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ P0A, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ആണ് എന്നുള്ള ഒരു എന്ത് കിട്ടി? നമ്മളൊരു അങ്ങനെയുള്ളൊരു അസംഷനിലേക്ക്, അങ്ങനെയുള്ളൊരു റിസൾട്ടിലേക്ക് നമ്മൾ വന്നു കേട്ടോ. അതാണ് നമുക്കിവിടെ കിട്ടിയ റിസൾട്ട്. ഓക്കെ, സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്ലോട്ട് എന്ത് വരും? PB ഇല്ല, A മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് റൗൾസ് ലോയുടെ പ്ലോട്ട് വരിക ഇൻ കേസ് ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇസ് ആഡഡ്. അപ്പോൾ വേണമെങ്കിൽ റൗൾസ് ലോയുടെ ഗ്രാഫ് അങ്ങനെ ചോദിക്കാം. രണ്ടും വോളറ്റൈൽ ലിക്വിഡ് വോളറ്റൈൽ അല്ലാണ്ട്
നമുക്കൊരു വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇസ് ആഡഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഗ്രാഫ് ചോദിക്കാം. അതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, സെറ്റാണോ? 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 സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാലോ. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാലോ. യെസ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ്, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ്, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് a solution is prepared by dissolving 10 grams of non-volatile solute in 200 grams of water. It has a vapor pressure this. Calculate the molar mass of the solute. ഈ ഒരു ചോദ്യം നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യുക ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഞാനിത് റവോൾസ് ലോ കഴിഞ്ഞപ്പോൾ തന്നെ വച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ, റവോൾസ് ലോയുടെ അനദർ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡെഫിനേഷൻ ഓഫ് റവോൾസ് ലോ നമുക്ക് ഇങ്ങനെ പറയാം കേസ് 2 എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വെച്ച്. ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സിമിലർ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ മിസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ നോക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും സ്ലൈഡിലുണ്ട്. നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ തന്നെയാണോ വരുന്നത് എന്ന് നോക്കുക കേട്ടോ. ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. റൗൾസ് ലോ ഫോളോ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ റൗൾസ് ലോ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഐഡിയൽ സൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ അല്ലേ? ഏത് ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ എടുത്താലും റൗൾസ് ലോ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ PA is equal to P0A into mole fraction of A ആയിരിക്കും. PB is equal to P0B into mole fraction of B ആയിരിക്കും. ഡെൽറ്റ H മിക്സിംഗ് അല്ലെ, എൻതാൽപ്പി ഓഫ് മിക്സിങ്ങും വോള്യൂം ഓഫ് മിക്സിങ്ങും എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കറിയാം ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ തിയററ്റിക്കലി പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ AA ആൻഡ് BB ഇൻട്രാക്ഷൻ ഇസ് ഈക്വൽ ടു AB ഇൻട്രാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഇസ് ഈക്വൽ ടു സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആൻഡ് സോൾവെന്റ് ഇൻട്രാക്ഷൻ ആർ ഈക്വൽ ടു സോൾവെന്റ് ഇൻട്രാക്ഷൻ. അവർ ഏറെക്കുറെ ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ദിസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കും. നോർമൽ ഹെപ്റ്റെയിനും നോർമൽ ഹെക്സെയിനും ബ്രോമോ ഈത്തേനും ക്ലോറോ ഈത്തേനും ബെൻസീനും ടൊലുവിനും ഒക്കെ എങ്ങനെയാണ്? ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുമ്പം അവർ റൗൾസ് ലോ ഒബേ ചെയ്യും. അപ്പോൾ PAയും PBയും എങ്ങനെയായിരിക്കും? ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A ആൻഡ് PB ഈസ് ഈക്വൽ ടു P0B ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് A. ഡെൽറ്റ H മിക്സും ഡെൽറ്റ B മിക്സും 0 ആയിരിക്കും. AA ആൻഡ് BB ഇൻട്രാക്ഷൻസ് ആർ ഈക്വൽ ടു AB ഇൻട്രാക്ഷൻസ്. ഇത്രയും കാര്യങ്ങൾ അവിടെ വരണം, എന്നാലാണ് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് നമ്മളുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പം MAN/U forever ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ. കമൻസ് ഒക്കെ പോട്ടെ, കുഴപ്പമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, ഡിസ്റ്റർബ്ഡ് ആവരുത്. നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു റൗൾസ് ലോയുടെ ഗ്രാഫില്ലേ, അത് തന്നെയാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇതുവരെ സെറ്റാണല്ലോ, ഇതുവരെ വളരെയധികം സെറ്റാണല്ലോ, ഇതുവരെ വളരെയധികം ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻസ്. റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസ് അവരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? റൗൾസ് ലോയിൽ നിന്നൊരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? റൗൾസ് ലോയിൽ നിന്നൊരു നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ വളരെയധികം സെറ്റാണെന്ന് ലിയോ പറഞ്ഞു. മിസ്സിനത് കണ്ടിട്ട് വളരെയധികം സന്തോഷമായി.
നിങ്ങളിങ്ങനെ നല്ല ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, സെറ്റ് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് മിസ്സിനൊരു എനർജി. അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോൾ ആരും ഇല്ല, ഒന്നുമില്ല, കമൻറ്റും ഇല്ല. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല നിങ്ങൾ അവിടെ ഉണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ അതാണ് മിസ്സിൻ്റെ എനർജി. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണു എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവിടെ നടക്കുന്നത് എന്താണെന്നറിയോ? ഓക്കെ, എന്താ അവിടെ നടക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ റൗൾസ് ലോ വെച്ചൊരു പ്രഷർ കണ്ടുപിടിക്കുന്നു. പക്ഷെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വേപ്പർ പ്രഷർ കൂടുതലാണ്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പം എ ആൻഡ് ബി ഇൻറ്ററാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ എ ബി ഇൻറ്ററാക്ഷൻ. അതായത് സൊല്യൂട്ട് കണ്ടോ, എ ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താ മക്കളെ? എ എന്ന് പറഞ്ഞാൽ സോൾവെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, എ ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ ബി ഇന്ററാക്ഷൻസ് വീക്കർ ആണ്. അതായത് സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻസ് വീക്കർ ആണെന്ന് പറഞ്ഞാൽ അവരുടെ ബോണ്ട് വേഗം ബ്രേക്ക് ചെയ്ത് അവർ വേപ്പേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടിയോ? വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? ബോയിലിംഗ് പോയിന്റ് കുറയും. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പം ഇതേപോലെ തന്നെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും വി മിക്സിങ്ങും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? യെസ്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ എക്സാമ്പിളും കൂടി പറയാം. എത്തനോൾ വാട്ടർ, എത്തനോൾ അസറ്റോൺ CS2 ഒക്കെ എന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ പറയുകയാണെങ്കിൽ എന്ത് വരും? ഇത് കണ്ടോ, P0A ഒക്കെ ഗ്രേറ്റർ ആയ പോലെ ഇവിടെ എന്ത് എഴുതുക? നേരെ തിരിച്ചെഴുതുക. PA is less than P0A into mole fraction of A. എല്ലായിടത്തും ലെസ് ദാൻ കൊടുക്കുക. ഡെൽറ്റ വി മിക്സും ഡെൽറ്റ എച്ച് മിക്സും എങ്ങനെയാണ്? നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാ വരാം. എ ബി ഇന്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആണ്. അപ്പൊ എ ബി ഇന്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആണ് എന്ന് പറഞ്ഞാൽ എയും ബിയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ബോണ്ട് സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? ഇവർ വേഗം വേപ്പേഴ്സ് ആയിട്ട് മാറില്ല. അപ്പൊ അവിടെ എന്ത് പറ്റും? വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ബോയിലിംഗ് പോയിന്റ് എന്ത് വരും? ബോയിലിംഗ് പോയിന്റ് കൂടും. സെറ്റ് ആണല്ലോ. ഈ എക്സാമ്പിൾസ് കണ്ടോ, ഫീനോൾ, ആൻലിൻ, ക്ലോറോഫോം, നൈട്രിക് ആസിഡ്, വാട്ടർ. ഈ എക്സാമ്പിൾസ് നമ്മൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്യണം. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബേസിക്കലി നമുക്കൊരു കാര്യം പറയാം. സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോഴാ. ക്ലോറോഫോമോ അസറ്റോണും എന്തുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെന്ന് ചോദിച്ചാൽ ക്ലോറോഫോമിന്റെയും അസറ്റോണിന്റെയും ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അപ്പൊ ഇവര് നല്ല രീതിയിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുക. അപ്പൊ ഇവര് തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യത്തില്ല അല്ലെ? ബോണ്ട് ബ്രേക്ക് ചെയ്യത്തില്ല. അപ്പൊ എന്ത് പറ്റും? വേപ്പർ പ്രഷർ കുറയും. സ്ട്രോങ് ആണെങ്കിൽ അവർ വേപ്പേഴ്സ് ആയിട്ട് മാറില്ല. അപ്പോൾ വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും. നമ്മൾ പഠിച്ചു വേപ്പർ പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ എക്സാമ്പിൾസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. യെസ്, ലിജി വീണ്ടും ലിജി ആ സംശയം ചോദിക്കുന്നു, മിസ് എ ആണോ അതോ ബി ആണോ സോൾവെന്റ്? ഞാൻ പറഞ്ഞു കുറേ ഉള്ള ആളാരാണ്? അയാളാണ് സോൾവെന്റ് അല്ലെ? അപ്പൊ കുറേ എന്ന് പറയുമ്പം സോൾവെന്റ്. അപ്പം സോൾവെന്റിനാണ് നമ്മൾ എ എന്ന് പറയണം കേട്ടോ. ഞാൻ ഒരു തവണ ആ ട്രിക്ക് പറഞ്ഞു. സോൾവെന്റ് എന്തുണ്ട്? കുറേ ഉണ്ട് അല്ലേ? കുറേ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഉണ്ട് എ ആണ് വരുന്നത്. അപ്പൊ സോൾവെന്റ് ആണ് എ. അപ്പൊ ബാക്കിയുള്ളവൻ സൊല്യൂട്ട് ബി. ഓക്കെ സെറ്റ് ആണ്. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുടെയും എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി ഈസി ആയിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഐഡിയലിന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് അറിയാലോ. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാം ഇങ്ങനെ മുകളിലേക്കാക്കി വരയ്ക്കാം. ഐഡിയലിന്റെ ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് എല്ലാം എന്ത് ചെയ്യുക? മുകളിലേക്കാക്കി വരയ്ക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? എല്ലാം ഇങ്ങനെ താഴത്തേക്കാക്കി വരയ്ക്കുക. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെയും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും ഗ്രാഫ് നമ്മൾ വരച്ചു. യെസ് വരച്ചില്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് അസിയോട്രോപ്സ് എന്ന് പഠിക്കണം അല്ലെ? എന്താണ് അസിയോട്രോപ്സ്? അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് ആണ്. എന്താണ് കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സൊല്യൂഷനെ ഞാൻ ബോയിൽ ചെയ്യുമ്പം അതിനെ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിലാക്കുമ്പം അതിൻ്റെ കമ്പോണൻസ് ഒരേപോലെ ബോയിൽ ചെയ്യും. അവർ ഒന്നിച്ച് ബോയിൽ ചെയ്യും. അവരെ നമുക്ക് സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് അസിയോട്രോപ്സ്. കണ്ടോ? ബിക്കോസ് ഹോൾ ഓഫ് ദ അസിയോട്രോപ്സ്
ചേഞ്ച് ഇൻ വേപ്പർ സ്റ്റേറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് ദർ കമ്പോണൻസ് കെ നോട്ട് ബി സെപ്പറേറ്റഡ്. നമുക്കറിയാം അല്ലാത്ത നമ്മൾ ലിക്വിഡ്സിനെയൊക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അല്ലേ ഒരാൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യും ബോയിൽ ചെയ്ത് വരും, പിന്നെ രണ്ടാമത്തെ ആളെ ഇതാക്കും, നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെ വെച്ച് അവരെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാം. പക്ഷേ അസിയോട്രോപ്പ് ആണെങ്കിൽ അവർ ഒന്നിച്ച് വേപ്പർ ഫേസിലേക്ക് പോകും. അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ട് തരത്തിലുള്ള അസിയോട്രോപ്സിൻ്റെ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എന്താണ് അസിയോട്രോപ്സ്, എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് അസിയോട്രോപ്സ്, വിത്ത് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന. മിനിമം ബോയിലിങ്ങും മാക്സിമം ബോയിലിങ്ങും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ ഒരു ട്രിക്ക് പഠിപ്പിച്ചു തരാം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും റൗൾസ് ലോയിൽ നിന്ന്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ഇതിനൊരു ട്രിക്ക് ഓർത്തിരിക്കുക. നിങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, മിസ് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നൊരു ട്രിക്കാണ്, വലിയ ലോജിക്കൊന്നുമില്ല. പക്ഷെ ബേസിക്കലി നമ്മളെ പറ്റിയിട്ട് ആരെടുത്തെങ്കിലും ബേസിക്കലി മിസ്സിൻ്റെ അമ്മയൊക്കെ ഈ ഒരു റൂൾ ഫോളോ ചെയ്യാറുണ്ട്. മിസ്സിൻ്റെ അമ്മയുടെ അടുത്ത് മിസ്സിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ മിസ്സിൻ്റെ അമ്മ എന്തു പറയും, ഒരു 10 നെഗറ്റീവ് പറയും, 2 പോസിറ്റീവേ പറയുള്ളൂ. അപ്പം പൊതുവേ ആൾക്കാർ നമ്മളുടെ നെഗറ്റീവ്സ് ഭയങ്കരമായിട്ട് മാക്സിമം നമ്മുടെ നെഗറ്റീവ്സ് പറയും. നമുക്ക് കുറേ പോസിറ്റീവ്സ് ഉണ്ടാവും, പക്ഷേ ആളുകൾ എടുത്തെടുത്ത് നമ്മളുടെ നെഗറ്റീവ്സ് മാക്സിമം പറയുകയും പോസിറ്റീവ് ചോദിച്ചാൽ മിനിമം പറയുകയും ചെയ്യും. ഓക്കെ, അപ്പം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ആൾക്കാർ എപ്പോഴും നമ്മുടെ മിനിമം പോസിറ്റീവേ പറയുന്നുള്ളൂ, പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറച്ച് പോസിറ്റീവ്സേ അവർ പറയുള്ളൂ, പക്ഷെ മാക്സിമം നെഗറ്റീവ് പറയും അല്ലേ. അപ്പോൾ അതാണ് എന്ത് അസിയോട്രോപ്സിൻ്റെ കാര്യം കേട്ടോ. കുറേ പേർക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് തമ്മിലുള്ള എന്താ ഡിഫറൻസ്. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സിലേക്ക് വരുമ്പം മിനിമം ബോയിലിംഗ് ആണ്, ബോയിലിംഗ് പോയിന്റ് മിനിമം ആണ്, വേപ്പർ പ്രഷർ മാക്സിമം ആയിരിക്കും, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ഇത്രയും നിങ്ങൾക്ക് എഴുതാലോ. ഇതിനി മറന്നുപോയില്ലല്ലോ, മിനിമം പോസിറ്റീവ് ആണോ കാണിക്കണം, ഇത്ര ആലോചിക്കുക. മിനിമം അല്ല, എന്തൊക്കെ ചെയ്താലും മിനിമം പോസിറ്റീവ്സേ പറയുള്ളൂ, നെഗറ്റീവ് എന്ത് വേണേലും പറയും അല്ലേ. യെസ്, അപ്പം എന്താണ് ഈ അസിയോട്രോപ്സിന് എന്താണ്, അവരുടെ വേപ്പർ പ്രഷർ ഹയസ്റ്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് മിനിമം ആണ്, കാര്യങ്ങൾ എഴുതാം. എക്സാമ്പിൾ എത്തനോൾ ആൻഡ് വാട്ടർ ആണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എപ്പോൾ 95% വോള്യം അല്ലെ 95% ബൈ വോള്യം ഓഫ് എത്തനോൾ സൊല്യൂഷൻ എടുത്താൽ അത് എന്താണ്, ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. യെസ്, സെറ്റാണ്. ഇനി മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്, മാക്സിമം ബോയിലിംഗ് പോയിന്റ് വേപ്പർ പ്രഷർ മിനിമം ആണ്, അതായത് വേപ്പർ പ്രഷർ കുറയുന്നു. അപ്പം അതിൻ്റെ മീനിങ് എന്താ, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. എക്സാമ്പിൾ എഴുതി കൊടുക്കുക, 68% നൈട്രിക് ആസിഡ് ആൻഡ് 32% വാട്ടറിൻ്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് പോലും നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബോർഡിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. വൈ എ മിക്സ്ചർ ഓഫ് കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അസിറ്റോൺ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. എന്തുകൊണ്ടാണ് ഇവർ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവർ എന്ത് അസിയോട്രോപ്പ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ, പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുന്നു അവർ. അപ്പം എന്തായിരിക്കും, പോസിറ്റീവ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ്. എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, അസറ്റോണും CS2 തമ്മിൽ അട്രാക്ഷൻ അല്ലെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, അവർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും അല്ലേ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ എങ്ങനെയാണ്, സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ സോൾവെന്റ് ആൻഡ് സോൾവെന്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻസ്. ഓക്കെ, ഈ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, 2023 ബോർഡ്സിന് ചോദിച്ചിരിക്കുന്നതാണ്. അസിയോട്രോപ്സ് എന്താണ്, വാട്ട് ടൈപ്പ് ഓഫ് അസിയോട്രോപ്പ് ഇസ് ഫോം ബൈ നെഗറ്റീവ് ഡീവിയേഷൻ. നെഗറ്റീവ് കാണിക്കുമ്പം മാക്സിമം അല്ലെ, മാക്സിമം നെഗറ്റീവ് ആൾക്കാർ പറയും അല്ലെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും മാക്സിമം നെഗറ്റീവ്സ് പറയും, പോസിറ്റീവ് പറയാൻ ബേസിക്കലി ആളുകൾക്ക് മടിയാണ് അല്ലേ. അപ്പം മാക്സിമം നെഗറ്റീവ് എന്ന് ആലോചിച്ച് വെക്കുക. എക്സാമ്പിൾ എഴുതി കൊടുക്കാം. സെറ്റ് അല്ലേ, സെറ്റാണ്. ഇനിതാ നമ്മൾ ടുവേർഡ്സ് അവർ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വന്നു, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം. മിസ്സും കുറച്ച് വെള്ളം കുടിക്കട്ടെ, നിങ്ങളും കുറച്ച് വെള്ളം കുടിക്കുക. വളരെ ഈസിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ എണ്ണത്തിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യാം. ഞാൻ ഒരു കഥ പറയാം. എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതെൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ
യെസ്, 2 കമ്പോണൻസ് തന്നിട്ട് ഏത് ഡീവിയേഷൻ ആണ് എന്ന് ചോദിക്കൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് 2 കമ്പോണൻസ് തന്നിട്ട് അത് ഏത് ഡീവിയേഷൻ ആണ് കാണിക്കണമെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും. എത്തനോൾ ആൻഡ് വാട്ടർ ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഏത് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്, അത് എന്ത് തരം അസിയോട്രോപ്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കും. സോ എന്ത് ചെയ്യുക, എക്സാമ്പിൾസ് പഠിക്കണം. പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കണം. അപ്പോൾ ബാക്ക് ടു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ദിസ് ഇസ് മൈ സൂപ്പർ മാർക്കറ്റ്. അപ്പം ഞാനിങ്ങനെ ക്യാഷിലിരിക്കുകയാണ്. അപ്പോൾ ക്യാഷിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു റെഡ് കോട്ട് ഇട്ടിട്ടുള്ള ലേഡി ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ കോട്ട് ഇട്ടിട്ടുള്ള ആളുണ്ട്, ഒരു ബ്ലൂ ഡെനിം ജാക്കറ്റ് ഇട്ടിട്ടുള്ള ആളുണ്ട്. പലതരത്തിലുള്ള ആളുകൾ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഓക്കെ, ടോളായിട്ടുള്ള ആൾക്കാർ വരും, ഷോർട്ടായിട്ടുള്ള ആൾക്കാർ വരും, പലതരത്തിലുള്ള ആൾക്കാർ വരും. എനിക്ക് ഇതൊക്കെ വല്ല പ്രശ്നമാണ്? അതായത് ആളുകൾ എന്ത് ഡ്രസ്സിട്ട് വരുന്നു, എന്ത് തരത്തിലുള്ള ആൾക്കാർ വരുന്നു, എന്ത് നേച്ചറിലുള്ള ആൾക്കാർ വരുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമാണോ? അല്ല. ഞാൻ ആകെ നോക്കുന്നത് എന്താ, ഇവർ വരുന്നുണ്ടോ, ഇവർ വന്ന സാധനങ്ങൾ മേടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലേ? എത്ര അധികം ആളുകൾ വരുന്നുണ്ടോ അത്രയും നല്ലതാണ് എനിക്ക്, എൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൊല്യൂട്ടിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെയാണ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ. അവരുടെ നേച്ചർ എന്തോ ആയിക്കോട്ടെ, അവരുടെ എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്, അത് 4 സ്റ്റേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുമ്പം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഓക്കെ, യെസ്, സൈലം +2 ചാനലിൽ സ്റ്റേറ്റിനാണ് കേട്ടോ, സ്റ്റേറ്റ് സ്റ്റുഡൻസിനാണ്. സൈലം +2ലും സൊല്യൂഷൻസിൻ്റെ ലൈവ് നടക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആണ്. സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാം, സ്റ്റേറ്റിനും CBSEക്കും ക്വസ്റ്റ്യൻ അല്ലെ, ബോർഡ്സ് ഡിഫറെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ സ്റ്റേറ്റിനാണ്, ഇത് CBSE ചാനലാണ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ റൗൾസ് ലോയിൻ്റെ സെക്കൻഡ് കേസ് ആയിട്ട് പഠിച്ചു അല്ലേ? അതാണ് ആദ്യത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ആൻഡ് മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്. ആൻഡ് നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ആദ്യം നിങ്ങൾ വരുത്താൻ പോകുന്ന ഒരു തെറ്റിൻ്റെ ഡിസ്ക്ലെയിമർ ഞാൻ പറഞ്ഞുതരാം. അഗ്നി കുട്ടികളൊന്നും വരത്തില്ല, യൂട്യൂബിലെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് പറയുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യൂ എന്ന് പറയുമ്പം ചിലർ ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, വേപ്പർ പ്രഷർ എന്നെഴുതും. അതിൽ ഒരേ ഒരു മാർക്കേ കിട്ടുള്ളൂ. ഓസ്മോട്ടിക് പ്രഷർ ഇസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. പക്ഷെ ബാക്കി 3 പേരും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, വേപ്പർ പ്രഷർ ഇസ് നോട്ട് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. റിലേറ്റീവ് ലോവറിംഗ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്, വേപ്പർ പ്രഷർ ഒറ്റയ്ക്ക് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് ഇസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ബോയിലിംഗ് പോയിന്റ് എന്ന് എഴുതിയാൽ അത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നത് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഫ്രീസിംഗ് പോയിന്റ് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല. ഞാൻ എന്തിനാണ് ഇത്രയും സമയമെടുത്ത് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പിന്നെയും ഇതൊരു പാട്ടല്ലേ, അല്ല, പിന്നെയും നിങ്ങൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എഴുതണം. വേപ്പർ പ്രഷർ കുറയുന്നത് എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിനെ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്താൽ നമ്മുടെ ക്ലാസ് തീരും. അതായത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന് നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഞാൻ എൻ്റെ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമടാ, വേപ്പർ പ്രഷർ കുറയും അല്ലേ. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? P0A ആയിരുന്നു ആദ്യത്തെ വേപ്പർ പ്രഷർ, പ്യോർ ആയിട്ടുള്ള സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. അതിൽ നിന്ന് അത് PA ആയിട്ട് മാറി. റിലേറ്റീവ് ലോവറിംഗ് ആണ്, അപ്പം ഡിവൈഡഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന P0A. ദാറ്റ് ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. ബി എന്ന് കൊടുത്തത് എന്താണ്? സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിന്റെ പ്രത്യേകതയാണ്? നോക്ക്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ പ്രത്യേകതയാണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, അതുപോലെ ഡൈല്യൂട്ട് സൊല്യൂഷൻസിന്റെ പ്രത്യേകതയാണ്. അപ്പം സൊല്യൂഷൻ വളരെ 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 ഡൈല്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞെടുക്കാം.
സൊല്യൂഷൻ ഡൈല്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ബീനെ എങ്ങനെ എടുക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ചെയ്യട്ടെ ഞാൻ. ഫോർ എവറി പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ അല്ലേ? അപ്പം സൊല്യൂഷൻസിലെ പ്രോബ്ലം ചെയ്യട്ടെ ഞാൻ. സെറ്റാണോ? പറഞ്ഞേ. സെറ്റ് ആണെങ്കിൽ കുറച്ച് സൺഫ്ലവറും കുറച്ച് ഫയറും ഒക്കെ ഇട്ട് മിസ്സിന്റെ എനർജി കുറഞ്ഞു വരുന്നു. കുറച്ച് സൺഫ്ലവറും കുറച്ച് ഫയറും ഒക്കെ ഇട്ടിട്ട് യെസ് ഇതുവരെ വളരെ ശരിയാണ് മിസ്, ഇതുവരെ എല്ലാം മനസ്സിലായി മിസ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്യുക? കുറച്ച് ഫയർ ഇമോജിയും കുറച്ച് സൺഫ്ലവേഴ്സ് ഒക്കെ ഇടുക. എവിടെ നിങ്ങളെല്ലാരും? ഹലോ, കേൾക്കുന്നില്ലേ? ഓ, സൺഫ്ലവർ ഇമോജി കാണാനിട്ടാണോ? യെസ്, അതുൽ രാജ്. ദാ ഞാൻ പ്രോബ്ലം ചെയ്യുവാണേ. മനസ്സിലായി, അത് കേട്ടാ മതി. നോക്ക്, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ P0A എന്ന് പറയുന്നത് 23.8 ആണ്. ഓക്കെ, യെസ് വൈബ് ഇസ് ബാക്ക്. 23.8 mmHg ആണ് അല്ലേ? ആണ്. ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ നമുക്ക് കിട്ടി. 50 gram ഓഫ് യൂറിയ ആണ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. 50 grams ഓഫ് യൂറിയ is dissolved in 850 grams of water എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? യെസ് അല്ലേ? യെസ്. അപ്പം എന്താണ്? WB is equal to 50 ആണ്. WA എന്ന് പറയുന്നത് 850 ആണ്. അത് ഗ്രാമിലാണ്. അതിനെ കിലോഗ്രാമിലേക്ക് ആക്കണം. കിലോഗ്രാമിലേക്കൊന്നും ആക്കണ്ട. കാരണം എന്താ? മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇപ്പം ഗ്രാം ഉണ്ടായാലും മിസ്സിന് കിലോഗ്രാമിലേക്ക് ആക്കാനൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ആക്കണ്ട. WB is equal to ഗ്രാമിലാണ്. WA 850 ഗ്രാംസിലാണ്. യൂറിയയുടെ മോളാർ മാസ് പറയൂ. വാട്ട് ഈസ് എ മോളാർ മാസ് ഓഫ് യൂറിയ? ദാറ്റ് ഇസ് 60 grams per mole ആണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂറിയയുടെ, ഗ്ലൂക്കോസിൻ്റെ, വെള്ളത്തിൻ്റെ എല്ലാം ബൈ ഹാർട്ട് പഠിച്ചാൽ സമയം സേവ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഫ്രം ഫോർ ദിസ് സൊല്യൂഷൻ. അതായത് PA നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും കണ്ടുപിടിക്കണം. അപ്പം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ഞാനിങ്ങനെ ഷോർട്ട് ഫോം ആക്കി എഴുതിയിരിക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു P0E മൈനസ് PA ഡിവൈഡഡ് ബൈ P0A which is equal to mole fraction of B that is equal to NB by NA. അല്ലേ? MAയും നമുക്കറിയാം വെള്ളത്തിൻ്റെ 18 ആണ്. ഇതുവരെ വളരെ ശരിയല്ലേ? അങ്ങനെയാണ് ആൻസർ പറയാവും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എത്രയാണ് വരുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ NB by NA. NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WB that is 50 divided by 60 into 850 divided by 18 which is equal to എത്ര വരുന്നത്? വേഗം ആൻസർ പറഞ്ഞേ. വേഗം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എനിക്ക് വന്ന ആൻസർ 0.0176 ആണ്. നിങ്ങളുടെ ആൻസറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എത്ര നിങ്ങൾക്ക് വന്ന ആൻസർ? എടാ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടിയില്ലേ? 0.0176 അല്ലേ വരുന്നത്? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണോടാ? വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ PA കണ്ടുപിടിക്കാൻ നമുക്കറിയാം. P0A എത്രയാണ് തന്നിരിക്കുന്നത്? 23.8 മൈനസ് എത്രയാണ് വരുന്നത്? PA divided by 23.8 is equal to 0.0176. അപ്പം 23.8 minus PA is equal to 0.0176 into 23.8.
സോ PA is equal to 23.38 mmHg. നിങ്ങൾ ആൻസർ പറയുന്നില്ല, നിങ്ങൾ വളരെ സ്ലോ ആണ്, അതുകൊണ്ട് മിസ് ആൻസർ എഴുതി, ബിക്കോസ് നമുക്ക് ക്ലാസ് തീർക്കണം. ഓക്കെ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം? ഇതേ ക്വസ്റ്റ്യൻ ബോർഡ്സിന് 2024 മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ച ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് വേപ്പർ പ്രഷർ ഓഫ് ദ വാട്ടർ ഫോർ ദ സൊല്യൂഷൻ ഓഫ് ദ വേപ്പർ പ്രഷർ. ഇതിൽ വേപ്പർ പ്രഷറാണ് ചോദിച്ചത്. മറ്റേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ വേപ്പർ പ്രഷറും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും ചോദിച്ചു. ഇവിടെ വേപ്പർ പ്രഷർ മാത്രം ചോദിച്ചു. ഓക്കെ സെറ്റ്. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് അറിയാം എന്താണ് ബോയിലിംഗ് പോയിന്റ്. ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഈക്വൽ ആവുന്ന സമയത്തുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവേ മറ്റേ എഗ്ഗൊക്കെ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താ പറ്റുക? ഞാൻ പറഞ്ഞു, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വേപ്പർ പ്രഷർ കുറയും. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. സോ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പം എന്തിനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എഗ്ഗ് കുറച്ചും കൂടി നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ്, വെൽ കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ബോയിലിംഗ് പോയിന്റ് കൂടും, കുറച്ചും കൂടി സമയം എടുക്കും ബോയിൽ ആവാനായിട്ട്. അപ്പോൾ നമ്മുടെ എഗ്സ് എന്താവും? നല്ലോണം കുക്കാവും. ഓക്കെ ആണ്. അപ്പോൾ വെറുതെ അല്ല നമ്മൾ മുട്ട പുഴുങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഉപ്പിട്ട് കൊടുക്കുന്നത്. ഓക്കെ, എല്ലാത്തിൻ്റെയും പിന്നിൽ എവറിതിങ് ഇസ് കെമിസ്ട്രി അല്ലേ? അപ്പം ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കൂടും. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ΔTB ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ എഴുതും? KB × M. KB എന്താടാ? KB എന്ന് പറയുന്നത് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. വെള്ളത്തിൻ്റെ KB നിങ്ങൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിക്കുക. കാരണം റീസെൻ്റ് ഒരു ട്രെൻഡ് അനുസരിച്ചും ചില ക്വസ്റ്റ്യനിൽ അവർ വെള്ളത്തിൻ്റെ KB തരുന്നില്ല. അപ്പോൾ 0.512 കെൽവിൻ kg/mol എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്യാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ്റെ ബോയിലിംഗ് പോയിന്റ് T0B എന്ന് പറയുന്നത് 353.23 കെൽവിൻ ആണ് വരുന്നത് അല്ലേ? അതാണ് വരുന്നത്. When 1.8 grams of a non-volatile solute was dissolved in 90 grams of benzene, the boiling point is raised to. അപ്പോൾ TB എന്ന് പറയുന്നത് 354.11 കെൽവിൻ ആണ് അല്ലേ? അപ്പം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് 1.8 grams ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. WB is equal to 1.8 grams ആണ്. ബെൻസീൻ ഇവിടെ നോക്ക്, ബെൻസീൻ്റെ മാസ് 90 grams കിലോഗ്രാമിലേക്ക് ആക്കണം. ഡിവൈഡഡ് ബൈ 1000 കിലോഗ്രാം അല്ലേ? മൊളാലിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? കിലോഗ്രാംസിലേക്ക് ആക്കണം. എന്താണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് MB എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? MB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ΔTB വിച്ച് ഇസ് ഈക്വൽ ടു TB അല്ലേ? ΔP എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പം TB മൈനസ് T0B അത് എത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലേ? 354.11 മൈനസ് 353.23 വിച്ച് ഇസ് ഈക്വൽ ടു 0.88 കെൽവിൻ എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ? കിട്ടണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ? നിങ്ങൾക്കിതെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് മിസ് മുന്നോട്ട് പോകുന്നത് അല്ലേ? ΔTB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി എന്ന് പറയുമ്പം WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. കണ്ടുപിടിക്കേണ്ടത് MB ആണ്. MB ഇസ് ഈക്വൽ ടു KB ഇൻറ്റു WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു ΔTB. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. KB is equal to 2.53 into WB it is equal to 1.8 divided by WA is equal to 90 by 1000. അപ്പോൾ 90 by 1000 into ΔTB is equal to 0.88. ചെയ്ത് കഴിയുമ്പം MBയുടെ ആൻസർ നമുക്ക് എത്ര കിട്ടും? MBയുടെ ആൻസർ 57.5 grams per mol എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടിയോ? ആ കിട്ടുന്നുണ്ട്. അത് കേട്ടാ മതി മിസ്സിന്, അത് കേട്ടാ മതി. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി
മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ വരുന്നത്? കെ ബി ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യില്ല എന്നല്ലേ. കെ ബി ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ സോൾവെന്റ് ആൻഡ് ഇസ് ഇൻഡിപെൻഡന്റ് അപ്പോൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. സോൾവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചറിനനുസരിച്ച് കെ ബിക്ക് എന്തുണ്ട്? കെ ബിയുടെ ഡെഫിനിഷൻ നോക്കുക. കണ്ടോ, മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ സോൾവെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എലിവേഷൻ ഇൻ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് വെൻ 1 mole ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇസ് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. യെസ്. നോക്ക് നമ്മൾ മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ്, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര സ്നോ കവേർഡ് ആയിട്ടുള്ള എന്താ പറയുക റോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ വലിയ വലിയ ട്രക്കിൽ കൊണ്ടുവന്നിട്ട് അവർ സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്യും. അപ്പോൾ എന്തിനാണ് ഇവിടെ ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫ്രീസിങ് പോയിന്റ് കുറയും. അപ്പോൾ ഈ സ്നോ എന്ത് ചെയ്യില്ല, കുറച്ച് സ്നോ അങ്ങനെ മെൽറ്റ് ആവുന്ന കുറയും. അപ്പോൾ നമുക്ക് എന്താ, സ്നോ അങ്ങനെ ഭയങ്കരമായിട്ട് മെൽറ്റ് ആയാൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ ഈ സ്നോ മെൽറ്റിങ്ങിന് ഈ ഫ്രീസിങ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ്. ഇവിടെ നമ്മളപ്പോൾ എന്താ പഠിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? സോളിഡും ലിക്വിഡ് ഫേസ് സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് എന്തായിരുന്നു? വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴുള്ള ടെമ്പറേച്ചറിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ഫേസ് കോ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ്സ് സോളിഡ് ആൻഡ് ലിക്വിഡ് ഫേസസ് ഹാവ് ദ സെയിം വേപ്പർ പ്രഷർ. ഒരേ വേപ്പർ പ്രഷർ ഉള്ള സമയത്ത് ഉള്ള ടെമ്പറേച്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കാം. അപ്പം നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഫ്രീസിംഗ് പോയിന്റ് കുറയും. ബോയിലിംഗ് പോയിന്റ് കൂടും, പക്ഷെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് പറ്റും? കുറയും. ഓക്കെ, അപ്പോൾ ഫ്രീസിംഗ് പോയിന്റിലും നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. വെള്ളത്തിൻ്റെ കെ എഫിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വെള്ളത്തിൻ്റെ കെ എഫിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതങ്ങനെ വേരി ചെയ്യില്ല. ഓക്കെ, ഓരോ ആൾക്കും കോൺസ്റ്റൻറ്റ് കെ എഫ് വാല്യൂസ് ഉണ്ട്. അത് വേരി ചെയ്യില്ല കേട്ടോ മനു. ഓക്കെ, അപ്പോൾ മനു എന്നാണ് പേര്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ് 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ് കെ എഫിൻ്റെ വാല്യൂ. കെ ബിയുടെ എന്തായിരുന്നു? 0.512 ആയിരുന്നു കേട്ടോ. അതൊന്ന് ആലോചിക്കാം. മിസ് മാക്സിമം നിങ്ങളുടെ അടുത്തില്ലേ, നിങ്ങൾ യൂട്യൂബ് ലൈവിൽ വരുമ്പോഴാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേര് തന്നെ ഇട്ടിട്ട് വരിക കേട്ടോ, റാദർ ദാൻ ചൂസിങ് അതർ നെയിംസ്. നിങ്ങൾ നിങ്ങളുടെ പേരിട്ട് വരുമ്പോഴല്ലേ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ പേരിട്ട് വരുമ്പോൾ മിസ്സിന് അത് വായിക്കുമ്പോൾ മിസ്സിൻ്റെ മനസ്സിലാണെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഇതുപോലെ റാൻഡം നെയിംസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലായിടത്തും കാണിക്കണ്ടേ. ദിസ് ഇസ് മീ, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയണ്ടേ. അല്ലാതെ വേറെ പേരുകൾ ചൂസ് ചെയ്യാതിരിക്കുക, മെയിൻലി നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വെള്ളത്തിൻ്റെ കെ എഫ് വാല്യൂ, കെ എഫ് ആൻഡ് കെ ബി വാല്യൂ ഫോർ വാട്ടർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. വാട്ട് വിൽ വി ഡു? ലൈക്ക് ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ആ കെ എഫ് വാല്യൂ അല്ലെങ്കിൽ കെ ബി വാല്യൂ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം അല്ലേ. എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാറി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. വാട്ടറിൻ്റെ കേസിൽ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 60 grams ഓഫ് ഗ്ലൂക്കോസ് ഇൻ 250 grams ഓഫ് വാട്ടർ. നോക്കുക, വെള്ളത്തിൻ്റെ പ്യുവർ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളം എപ്പോഴാണ് ഫ്രീസ് ആവുന്നത്? 0 °C ദാറ്റ് ഇസ് 273.15 കെൽവിനിലാണ് വാട്ടർ ഫ്രീസ് ആവുന്നത് അല്ലേ. 0 °C ഇസ് ഈക്വൽ ടു 273.15. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടി എഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. T0F പ്യുവർ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 273.15 കെൽവിൻ ആണ്. ക്വസ്റ്റനിൽ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നമുക്കറിയാം WB എന്ന് പറയുന്നത് എത്രയാണ്? 60 gram ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 180 ആണ്. ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 180 ആണ്. WA സോൾവെൻറ്റിൻ്റെ മാസ് 250 gram ആണ്. അതിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ ബൈ 1000 ചെയ്യണം. അത്രയും കിലോഗ്രാം ആണ്. Delta TF is equal to KF into WB by MB into WA.
അല്ലേ? അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 1.86 ഇൻറ്റു ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 250 ഇൻറ്റു 1000. സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസർ കിട്ടും. ഡെൽറ്റ ടി എഫിൻ്റെ ആൻസർ എത്രയാണ് നിങ്ങൾക്ക് വരുന്നത്? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ടി എഫ്? നിങ്ങൾക്ക് എത്ര ഡെൽറ്റ ടി എഫ് കിട്ടുന്നത്? ഡെൽറ്റ ടി എഫ് 2.48 ആണോ കിട്ടുന്നത്? മിസ് നിൽക്കുന്നതുകൊണ്ട് കാണുന്നുണ്ടോ എഴുതുന്നത്? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 2.48 കെൽവിൻസ് എന്നാണോ കിട്ടുന്നത്? എവിടെ കാണെങ്കിലാണെന്ന് പറയാ, കമൻറ്റ് ചെയ്യുക. എന്താ സ്ലോ ആയത്, എന്താണ് നിങ്ങൾക്ക് ആൻസർ സ്ലോ ആവുന്നതെന്ന് പറയാം കേട്ടോ. ഡെൽറ്റ ടി എഫ് കിട്ടി. അപ്പം നമുക്ക് സൊല്യൂഷൻ്റെ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? T0 എഫിൽ നിന്ന് ഡെൽറ്റ ടി എഫ് കുറച്ചാൽ മതി അല്ലേ? അപ്പം എത്ര വരും? 273.15 നിന്ന് 2.48. മാം നമ്മൾ എന്തിനാണ് ഡബ്ല്യു ബി എന്തിനാ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? ഡബ്ല്യു ബി ആണോ? ഡബ്ല്യു എ അല്ലേ നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്തത്? ഡബ്ല്യു ബി മിസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? കിലോഗ്രാംസിലേക്ക് ആക്കാൻ വേണ്ടി ചെയ്തത്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഡബ്ല്യു ബി ആണോ ചെയ്തേ? എടാ ഡബ്ല്യു എ ആണോടാ നമ്മൾ ചെയ്തത്. എടാ കിലോഗ്രാമിലേക്ക് ആക്കാനാടാ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അക്ഷര. നമ്മൾ ഗ്രാമിലല്ലേ, നമ്മൾ എന്താ മൊളാലിറ്റി അല്ലേ ചെയ്യുന്നത്? സോൾവെന്റിന്റെ വെയിറ്റ് ഇൻ കിലോഗ്രാംസ്. അപ്പം ഡബ്ല്യു ബി അല്ല, ഡബ്ല്യു എ ആണ്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ അമർജിത്ത് ആൻസർ പറയുന്നുണ്ട് 2.48 എന്ന് പറയുന്നുണ്ട്. 2.48 തെറ്റാട്ടോ. 2.48 എന്ന് പറയുന്നത് 2.48 എന്ന് പറഞ്ഞാൽ മൈനസ് ആ ഡിഗ്രി സെൽഷ്യസിൽ വന്നിരിക്കുന്ന ആൻസർ ആണ്. കെൽവിനിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 270.67. യെസ്, അമർജിത്ത് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതാണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് അവർ കറക്റ്റ് ആൻസർ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ അവസാനത്തെ കോളിഗേറ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. അതെന്താണ്? ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ, നിങ്ങൾ കോഴിക്കോട് ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പിലിട്ടൊക്കെ കഴിക്കുന്നത് മിസ്സിൻ്റെ മെയിൻ ഒരു ഹോബിയാണ്. അപ്പോൾ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അല്ലേ, ഈ റോ മാംഗോസിനെ നമ്മൾ പിക്കിൾ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഷ്രിങ്ക് ചെയ്ത് പോകും അല്ലേ? സോൾട്ട് വാട്ടറിലിടുന്ന സമയത്ത് ഷ്രിങ്ക് ചെയ്ത് പോകും. വിൽറ്റഡ്, NCERT റീഡിംഗ് ആണേ. വിൽറ്റഡ് ഫ്ലവേഴ്സ് റിവൈവ് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ അല്ലേ? നമ്മൾ ഉണങ്ങിയ ജസ്റ്റ് ഫ്ലവേഴ്സൊക്കെ പറിച്ച് നമ്മൾ ഫ്ലവർ വേസിൽ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഫ്ലവേഴ്സ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വരും. അതുപോലെ തന്നെ എന്താ, ബ്ലഡ് സെൽസിനെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സെൽസ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് കൊളാപ്സ് പൊട്ടിപ്പോവും. അപ്പം ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ് എന്ന് ചോദിച്ച് എക്സാമിന് ചോദിക്കും. ഇങ്ങനെ തന്നെ NCERT കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആണ്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെൻറ്റ് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് സോൾവെൻറ്റ് അതിൻ്റെ ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് കൂടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. അതിനെയാണ് ഓസ്മോസിസ്. അപ്പോൾ ശ്രദ്ധിക്കുക, സോൾവെൻറ്റിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് സോൾവെൻറ്റിൻ്റെ ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്കുള്ള സെമി പെർമിയബിൾ മെമ്പറൈനിൽ കൂടെയുള്ള ഒരു ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓസ്മോസിസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? The passage of solvent from pure solvent or solution of lower concentration into solution of higher concentration. അല്ലെങ്കിൽ ഒരു പ്യുവർ സോൾവെന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലേ? ലോ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ലോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂട്ടിന്റെ അളവ് കുറവാണ്. അതായത് സോൾവെന്റ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് സോൾവെന്റ് കുറവുള്ള സ്ഥലത്തേക്ക്. അതാണ് ഓസ്മോസിസ്. അപ്പം ഒരു പ്യുവർ സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ നമ്മുടെ സോൾവെന്റ് മോളിക്യൂൾസിന്റെ പാസേജിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. മിക്കവരും ഡെഫിനിഷൻ തെറ്റിച്ചെഴുതും. അതുകൊണ്ടാണ് മിസ് പറയുന്നത് ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ലോ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിലേക്ക് സോൾവെന്റ് ആണ് പാസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, സോൾവെന്റ് ആണ് ലോ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ടു ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. സോ ഡെഫിനിഷൻ തെറ്റിച്ച് എഴുതരുത്, മാർക്ക് പോകും. അത് റിവേഴ്സ് ഓസ്മോസിസ് ആയി പോകും.
അപ്പം എന്തൊക്കെയാണ് നാച്ചുറൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എൻ സി ആർ ടിയിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നാച്ചുറൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ഇവരൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഏതാണെന്ന് ചോദിക്കും. ദാറ്റ് ഇസ് കോപ്പർ ഫെറോസൈനൈഡ്. അതും ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഒന്നുമില്ല, ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ കൊടുക്കേണ്ട പ്രഷർ. ദ പ്രഷർ അപ്ലൈഡ് ടു എന്താണ്? സ്റ്റോപ്പ് ഓസ്മോസിസ്. ഞാൻ സൊല്യൂഷന്റെ സൈഡിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ഫ്ലോ നിൽക്കും. ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പൈ വെച്ചാണ്. ഓസ്മോട്ടിക് പ്രഷറിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് പൈ വെച്ചാണ്. പൈ ഇസ് ഈക്വൽ ടു CRT. നമ്മുടെ അടുത്ത ഇക്വേഷൻ അല്ലെ, ഫോർത്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. പൈ ഇസ് ഈക്വൽ ടു CRT എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ എഴുതി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്. ഇറ്റ് ഇസ് മൊളാരിറ്റി. അപ്പം നമുക്ക് സീനെ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്ന് എഴുതാം. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ പൈ വി ഇസ് ഈക്വൽ ടു NRT എന്നുള്ള ഫോമിലേക്ക് മോഡിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റില്ലേ? പറ്റും. അപ്പം ആറിൻ്റെ വാല്യൂ, ആർ ഇസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആറിന് പല പല യൂണിറ്റുകളിൽ പല പല വാല്യൂകൾ ഉണ്ട്. ജൂൾസ് പെർ കെൽവിൻ പെർ മോളിലാണെങ്കിൽ 8.314 ജൂൾസ് പെർ കെൽവിൻ പെർ മോൾ ആണ്. 8.314 കിലോ പാസ്കൽ ലിറ്റർ പെർ കെൽവിൻ പെർ മോൾ ആണ്. മോസ്റ്റ്ലി പാസ്കലിലാണെങ്കിൽ നോക്കി 8.314 പാസ്കൽ മീറ്റർ ക്യൂബ് പെർ കെൽവിൻ പെർ മോൾ ആണ്. ബാറിലും അറ്റ്മോസ്ഫിയറിലും എപ്പോഴും ചോദിക്കാറുണ്ട്. പാസ്കലിലും ബാറിലും അറ്റ്മോസ്ഫിയറിലും എപ്പോഴും ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കണം, ആറിൻ്റെ വാല്യൂ ഓർത്തിരിക്കണം. ക്വസ്റ്റനിൽ തരാറില്ല, മോസ്റ്റ്ലി ക്വസ്റ്റനിൽ തരാറില്ല, ചില സമയത്ത് തരാറുണ്ട്. ഓക്കെ. അപ്പം ഈ ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ട് ഇത് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് വലിയ വലിയ മാക്രോ മോളിക്യൂൾസ് അല്ലേ, പ്രോട്ടീനിൻ്റെയും പോളിമേഴ്സിൻ്റെയും ഒക്കെ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിക്കും. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഡിഫൈൻ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് വലിയ വലിയ മോളിക്യൂൾസിൻ്റെ മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീനിൻ്റെയും പോളിമേഴ്സിൻ്റെയും ഒക്കെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. ദാറ്റ് ഇസ് ഓസ്മോട്ടിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം ചെയ്യാം. ഫോർ എ 5% സൊല്യൂഷൻ ഓഫ് യൂറിയ, മോളാർ മാസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ 300 കെൽവിൻ. നോക്കുക, 5% സൊല്യൂഷൻ ഓഫ് യൂറിയ എന്ന് പറഞ്ഞാൽ യൂറിയയുടെ വെയിറ്റ് എത്രയാടാ? 5 gram ആണ്. യൂറിയയുടെ മോളാർ മാസ് എത്രയാണ്? 60 ആണ്. അവർ തന്നിട്ടില്ലെങ്കിലും നമുക്ക് അറിയണം അല്ലേ? അപ്പം നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 5/60 ആണ്. വോളിയം തന്നിട്ടുണ്ടോ സൊല്യൂഷൻ്റെ? നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 5% സൊല്യൂഷൻ ഓഫ് യൂറിയ എന്ന് പറയുമ്പം നമ്മളിവിടെ ഇതിനെ നമ്മൾ എന്തായിട്ട് എടുത്തു എന്നറിയോ? 5% മാസ് ബൈ വോളിയം സൊല്യൂഷൻ ആയിട്ട് എടുത്തു. എന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ 100 ml സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അല്ല 100 ml സൊല്യൂഷൻ ഉണ്ട് അല്ലേ? വോളിയം അല്ലേ നമുക്ക് വേണ്ടത്? കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? പൈ വി ഇസ് ഈക്വൽ ടു NRT എന്നാണ് ഇക്വേഷൻ. ആറിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ മോൾ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാം അല്ലേ? ഓസ്മോട്ടിക് പ്രഷർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പൈ വി ഇസ് ഈക്വൽ ടു NRT ആണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ തന്നിട്ടുണ്ട്. പൈ ഇസ് ഈക്വൽ ടു NRT ഡിവൈഡഡ് ബൈ വോളിയം. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എത്രയാടാ വരുന്നത്? 5/60. വോളിയം എത്രയാടാ വരുന്നത്? 100 ml ആണ് അല്ലേ? മില്ലി ലിറ്ററിനെ എന്തിലേക്ക് ആക്കണം? മില്ലി ലിറ്ററിനെ നമ്മൾ എന്തിലേക്ക് ആക്കണം? ലിറ്റേഴ്സിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. ദാറ്റ് ഇസ് 0.1 ലിറ്റർ. 0.1 ഇൻറ്റു എന്ത് വരും? 0.1 ഇൻറ്റു 0.0821 ഇൻറ്റു 300 വിച്ച് ഇസ് ഈക്വൽ ടു പൈയുടെ വാല്യൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് പൈയുടെ വാല്യൂ കിട്ടുന്നത്? 20.53 ATM എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ക്ലാസ് തീരാറായിട്ടോ? ഇനി ഒരു കുട്ടി ടോപ്പിക്കും കൂടെ പഠിച്ചാൽ മതി. നമുക്കൊന്ന് അല്ല, നമ്മൾ ഇത്രയും എത്തിയത് കൊണ്ട് നമുക്കൊന്ന് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം അല്ലേ? ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരുന്ന സമയത്ത്
നമ്മൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് മിസ്സിന് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മിസ്സ് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ എഴുതി വെക്കും, ടാർഗറ്റ് ടോപ്പിക്സ് എഴുതി വെക്കും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു ചെറിയ ബോക്സ് വരയ്ക്കും. എന്നിട്ട് ആ ബോക്സ് ഒക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതാ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പഠിച്ചു, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ പഠിച്ചു, സോല്യൂബിലിറ്റി പഠിച്ചു, ഹെൻറീസ് ലോ പഠിച്ചു, വേപ്പർ പ്രഷർ പഠിച്ചു, റൗൾസ് ലോ പഠിച്ചു, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പഠിച്ചു, കോളിഗേറ്റർ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ അവസാനത്തെ ടോപ്പിക്കാണ് അബ്നോർമൽ മോളാർ മാസ്. അതെന്താണത്? ഒരു അബ്നോർമാലിറ്റി അല്ലേ. അപ്പോൾ അബ്നോർമൽ മോളാർ മാസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. എവിടെ അബ്നോർമൽ മോളാർ മാസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചെറിയ ചെറിയ കുട്ടി ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് ഐസോടോപ്പിക്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ്? ഐസോടോപ്പിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐസോട്ടോണിക്, രണ്ട് പേരുടെയും കോൺസെൻട്രേഷൻസ് സെയിം ആണ്, രണ്ട് പേരുടെയും കോൺസെൻട്രേഷൻ അല്ല ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ്. രണ്ട് സൊല്യൂഷൻസിന് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അവർ ഐസോട്ടോണിക് എന്ന് പറയും. ഇനി ഹൈപ്പർ ആണെങ്കിലോ, ഒരാൾക്ക് ഹയർ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അവൻ ഹൈപ്പർ ആണ് എന്ന് വിളിക്കും. ഒരാൾക്ക് ലോവർ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അവൻ ഹൈപ്പോ ആണ് എന്ന് വിളിക്കും. അപ്പോൾ ഹയർ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളവനെ നമ്മൾ എന്ത് വിളിക്കൂടാ? ഹൈപ്പർ അല്ലെ, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഹൈപ്പോ നിങ്ങൾ ബയോളജിയിലും കേട്ടിട്ടുണ്ടാവും. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ബ്ലഡ് സെൽസ് എടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഒരു സെമി പെർമിയബിൾ മെമ്പറീൻ എടുത്തു. രണ്ട് സൊല്യൂഷൻസിൽ രണ്ടുപേരും ഒരേ ഓസ്മോട്ടിക് പ്രഷർ ആണ് എങ്കിൽ ഐസോട്ടോണിക് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ഓസ്മോസിസ് നടക്കില്ല. The osmotic pressure associated with the fluid inside blood cells. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സംഭവം NCERT-യിൽ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. NCERT ആണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇതൊന്ന് ചോദ്യം ചോദിക്കും. നമ്മുടെ ബ്ലഡ് സെല്ലില്ലേ, നമ്മുടെ ബ്ലഡ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് ഈക്വൽ ആണ്. 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതിനെ നമ്മൾ നോർമൽ സലൈൻ സൊല്യൂഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ നോർമൽ സലൈൻ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ തന്നെയാണ് നമ്മുടെ ബ്ലഡ് സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ആ ഒരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ഈ സെല്ലിനെ എന്തു ചെയ്യുകയാണ്? ഈ സെല്ലിനെ മോർ ദാൻ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ വെച്ചു. അപ്പോൾ എന്ത് പറ്റും? ചുറ്റുമുള്ള സൊല്യൂഷൻ ഹൈപ്പർ ആണ്, സെല്ല് ഹൈപ്പോ ആണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും? വാട്ടർ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും അല്ലേ. ഹൈപ്പർ ടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് വെള്ളം വരികയും നമ്മുടെ സെല്ല് ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ വാട്ടർ വിൽ ഫ്ലോ ഔട്ട് ഓഫ് ദ സെൽ ആൻഡ് ദേ വുഡ് ഷ്രിങ്ക്. സച്ച് എ സൊല്യൂഷൻ ഇസ് നോൺ ആസ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. കണ്ടോ? ഒരു ഹൈപ്പോട്ടോണിക് എൻവയോൺമെന്റിൽ നിന്ന് ഹൈപ്പർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് വാട്ടർ ഫ്ലോ ഔട്ട് ചെയ്ത് നമ്മുടെ സെല്ല് ഷ്രിങ്ക് ആയി പോകും. സോ പ്രോപ്പർട്ടി ഷ്രിങ്ക് ചെയ്യണോ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി നേരെ തിരിച്ച് ഈ സെല്ലിനെ ഞാനൊരു ഹൈപ്പോട്ടോണിക് എൻവയോൺമെന്റിൽ വെച്ചു, ഓക്കെ, ലെസ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചു. അപ്പം എന്ത് ചെയ്യും? സെല്ലിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ എൻ്റർ ചെയ്യും അല്ലേ. വാട്ടർ വിൽ ഫ്ലോ ഇൻ ടു ദ സെൽ ആൻഡ് അവരെന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യും. ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞേ. ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് മിസ്സിൻ്റെ അടുത്ത് പറഞ്ഞേ. ചോദിക്കും, എക്സാമിന് എന്തായാലും ചോദിക്കും. ഇതുവരെ വളരെ ശരിയാണോ? ക്ലിയർ ആണോ മക്കളെ? പറഞ്ഞേ പറ. ഈ ഒരു പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ എന്ന് പറയാം. എവിടെ പോയി എല്ലാവരും? നിങ്ങളുടെ കമൻസ് വന്നിട്ടാണ് ഇനി ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഇവിടെ നോക്കാം, NCERT-യുടെ ഇത് വെച്ചിരിക്കുകയാണ് ഞാൻ. നമ്മളിതൊക്കെ പഠിച്ചു. ഇത് കണ്ടോ? വാട്ടർ വിൽ മൂവ് ഇൻ ടു ദ സെൽസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. People taking a lot of salt or salty food experience water retention. Yes. In tissues and intercellular space. നമ്മൾ ഒരുപാട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഈ ലേസും കുർക്കുറയും അങ്ങനത്തെ ചിപ്സും കുറേയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ തടിക്കണു, അല്ലെങ്കിൽ എൻ്റെ ഫേസ് തടിക്കണു, ഞാൻ ഭയങ്കര തടി വെക്കണു. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സോൾട്ട് അല്ലെങ്കിൽ സോൾട്ടി ഫുഡ് കഴിക്കുമ്പം എന്ത് പറ്റും? ടിഷ്യൂസിൻ്റെ ഉള്ളിൽ ടിഷ്യൂസ് വെള്ളം റീറ്റെയിൻ ചെയ്ത് വെക്കും. ഒരുപാട് സോൾട്ടി ഫുഡാണ് കഴിക്കുന്നത്
അല്ലേ? അപ്പോൾ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യൂടാ, ആ ഇൻറ്റർസ്പെല്ലുലർ സ്പേസിൽ ഓസ്മോസിസ് നടന്ന് അവിടെ സെല്ലുകൾ എന്ത് ചെയ്യും, സ്വെല്ലായിട്ട് പഫി ആയിട്ടിരിക്കും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എഡിമ. സി, ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തൊരാൾക്ക് ഇത് കിട്ടത്തേയില്ല. എന്താണ് എഡിമ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും കെമിസ്ട്രിയിൽ എന്തിനാ ഈ ബയോളജിയുടെ ക്വസ്റ്റനൊക്കെ ചോദിക്കണതെന്ന്. പക്ഷെ കെമിസ്ട്രി ബുക്കിലുള്ളതാണ്. NCERT വായിക്കുന്നതിൻ്റെ ഗുണം. അപ്പോൾ എന്താ ആ കാര്യങ്ങളൊക്കെ എഴുതുക. ബാക്കിയുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വെൻ മൂവ്മെൻറ്റ് എന്താണ്, വാട്ടർ മൂവ്മെൻറ്റ് ഫ്രം സോയിൽ ഇൻ ടു പ്ലാന്റ് റൂട്ട്സ്, അതൊക്കെ എന്താണ്. ഓസ്മോസിസിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ആണ് ഈ സ്ലൈഡിലുള്ളത്. നമ്മളെന്താ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും ഒക്കെ പിക്കിൾ ചെയ്യുന്നത് ഒക്കെ എന്താണ്, ഓസ്മോസിസിൻ്റെ എന്താണ് ആപ്ലിക്കേഷനാണ്. അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? അതായത് നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാനല്ല, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും വലിയൊരു പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓസ്മോസിസിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവും. അതായത് ഹയർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യും, സോൾവെൻറ്റ് മൂവ് ചെയ്യും. ആ ഒരു ഓസ്മോസിസ് തിരിയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സീ വാട്ടർ പ്യൂരിഫിക്കേഷൻ നമ്മൾ എന്താണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, കണ്ടോ. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ ചെയ്യുന്നത് റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ടാണ്. വെരി ഗുഡ്. ഇനി നമ്മൾ ഇവിടെ ഞാൻ ഈ NCERTയുടെ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സെല്ലുലോസ് അസിറ്റേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെല്ലുലോസ് അസിറ്റേറ്റ് വാട്ടറിന് പെർമിയബിൾ ആണ്, പക്ഷേ ഇംപെർമിയബിൾ ടു പ്യൂരിറ്റീസ് ആൻഡ് അയൺസ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, ഓർത്തോർത്ത് വെക്കുക. നമ്മളുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഈ കാര്യം എഴുതി കൊടുക്കുക. ഇനിയാണ് നമ്മളുടെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നത്. ദാറ്റ് ഇസ് അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമൽ മോളാർ മാസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് സൊല്യൂട്ട്സിൻ്റെ പാർട്ടിക്കിളിനെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. സോ നമ്മൾ അതൊക്കെ വെച്ചിട്ടാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ചത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും നമ്മൾ ആ ബേസിസിലാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ശരിക്കും നമ്മൾ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്ത സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുകയും ഡിസോസിയേറ്റ് ചെയ്യുകയും സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സൊല്യൂട്ട് മോളിക്യൂളുകൾ നമ്മൾ ഇതിനു മുമ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പം നമ്മൾ പറഞ്ഞ ആളുകൾ എന്ന് പറയുന്നത് നോൺ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു. നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവർ അയോണുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുകയോ ഡിസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല. പക്ഷേ ഇലക്ട്രോലൈറ്റ്സ് വരികയാണ്, ലൈക്ക് ആസിഡ്സ്, ബേസ്, സോൾട്ട്സ്, അവരെന്ത് ചെയ്യും, അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. KCl K+ഉം Cl- ആയിട്ട് മാറുക. അപ്പം ഞാൻ എൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് ഇവിടെ 100 എക്സാമ്പിൾ ഞാൻ പറയാം, 100 KCl ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ വിചാരിക്കുക സൊല്യൂഷൻ്റെ ഉള്ളിൽ ഇപ്പം 100 KCl ഉണ്ട്. അപ്പം ഞാനിട്ട 100 KCl ഒരു K+ഉം ഒരു Cl- ആയിട്ട് സ്പ്ലിറ്റായി. അപ്പം എൻ്റെ സൊല്യൂഷനിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് 200 KCl കിട്ടി അല്ലേ, 200 അയോൺസ് കിട്ടി അല്ലേ. 100 എണ്ണം ഞാൻ ഇട്ടു, പക്ഷെ ടെക്നിക്കലി 200 അയോൺസ് വന്നു. 200 KCl എന്ന് എഴുതിയ തെറ്റാണ്. 100 K+ഉം 100 Cl- വന്നിട്ട് സൊല്യൂഷനിൽ ഞാൻ നോക്കുമ്പം ഞാൻ ഇട്ട 100 KCl 200 എണ്ണമായിട്ട് മാറിയാൽ 200 സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് മാറി. അപ്പം ശരിക്കും ഞാൻ കണ്ടുപിടിച്ചത് 100 എണ്ണത്തിൻ്റെ കണക്കാണ്, പക്ഷെ ഇവിടെ 200 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ കണക്ക് തെറ്റി, അബ്നോർമൽ ആയല്ലേ. മോളാർ മാസിൽ ഒരു അബ്നോർമാലിറ്റി വന്നു. നമ്മൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് മെയിൻലി എന്താ കണ്ടുപിടിക്കുന്നത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ആയിരുന്നു നമ്മൾ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പം നമ്മൾ ഈ ഡിറ്റർമിൻ ചെയ്യുന്ന മോളാർ മാസിൽ തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലായി എപ്പോൾ, ഇലക്ട്രോലൈറ്റുകളെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. നോൺ ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം അവർ അസോസിയേഷൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇലക്ട്രോലൈറ്റുകളെ യൂസ് ചെയ്യുമ്പം ഈ ഒരു പ്രശ്നം വന്നു. സെറ്റാണല്ലോ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മിക്കവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ കഥയായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഞാൻ 100 KCl ഇട്ടു, 100 K+ഉം 100 Cl- ഉണ്ടായി. അപ്പം ടെക്നിക്കലി എന്ത് ചെയ്തു, നമ്പർ ഓഫ് അയൺസ് ഡബിൾ ചെയ്തു. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മോളാർ മാസ്.
Colligative property is directly proportional to number of solute. സൊല്യൂട്ടിൻ്റെ നമ്പറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും മോളാർ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ് അല്ലേ. നമ്മൾ എല്ലാ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ എടുത്താലും മോളാർ മാസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നത്. അതിലാർക്കും കൺഫ്യൂഷനൊന്നും ഇല്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്പർ ഓഫ് അയൺസ് ഡബിൾ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, മോളാർ മാസ് ഹാഫ് ആയി എന്ന് പറയാം അല്ലെ. സെയിം ടൈമിലാണ് നമ്പർ ഓഫ് അയൺസ് ട്രിപ്പിൾ ചെയ്താൽ മോളാർ മാസ് 1/3 ആയിട്ട് കുറയും. നമ്പർ ഓഫ് അയൺസ് 4 ടൈംസ് ആയി കഴിഞ്ഞാൽ മോളാർ മാസ് by 4 ആവും അല്ലെ, ഡിവൈഡഡ് ബൈ 4 ആവും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് മോളാർ മാസിൽ ചേഞ്ച് വന്നു. ഇനി അസോസിയേഷൻ നടക്കുമ്പോഴും അബ്നോർമൽ മോളാർ മാസ് വരും. ഞാനിവിടെ എന്ത് ചെയ്തു, 2 CH3COH അല്ലെ ഒരു സൊല്യൂഷൻ എടുത്തു, ഞാൻ 2 CH3COH ആഡ് ചെയ്ത് കൊടുത്തപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു, ഇവർ ഡൈമറായിട്ട് ഇവർ ഒന്നായി. അപ്പം ഞാൻ 2 CH3COH ഇട്ട് കൊടുത്തിട്ട് കാത്തു നിൽക്കുക രണ്ടുപേരും വരാൻ. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഒരു മോളിക്യൂളായിട്ട് ഡൈമറൈസ് ചെയ്ത് നിന്നു, ഇവരൊന്നായിട്ട് നിന്നു. അപ്പം എന്ത് പറ്റും, എൻ്റെ നമ്പർ ഓഫ് സൊല്യൂട്ട്സ് കുറഞ്ഞു. നമ്പർ ഓഫ് സൊല്യൂട്ട്സ് കുറഞ്ഞു, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു. അപ്പം നമ്പർ ഓഫ് സൊല്യൂട്ട്സ് 2 ഇട്ടപ്പോൾ 1 ആയി, നമ്പർ ഓഫ് സൊല്യൂട്ട്സ് ഹാഫായി, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഹാഫായി. അപ്പം മോളിക്കുലർ മാസ് എന്ത് വരും, മോളാർ മാസ് ഡബിൾ ചെയ്യും. കണ്ടോ, എത്തനോയിക് ആസിഡ് ഡിസോൾവ്ഡ് ഇൻ ബെൻസീൻ ഷോസ് എ മോളാർ മാസ് ഓഫ് 120, നോർമൽ മാസ് 60 ആണ്. 60 ഇരട്ടിയായി. കാരണം എന്താണ്, അസോസിയേഷൻ നടന്നു. അപ്പം ഇതേ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഈ എത്തനോയിക് ആസിഡ് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തപ്പം അതിന്റെ മോളാർ മാസ് 2 ഇരട്ടി ആയല്ലോ നോർമലിനേക്കാളും, അതിന്റെ റീസൺ എന്താണ്, അസോസിയേഷൻ നടന്നു. ഇതേപോലെ ഇപ്പുറത്ത് ചോദിക്കും, KCl ഇട്ട സമയത്ത് എന്ത് ചെയ്തു, KClന്റെ മോളാർ മാസ് ഹാഫായി. എന്തുകൊണ്ട്, എന്ത് നടന്നു, ഡിസോസിയേഷൻ നടന്നു. അപ്പം അല്ലെ നമുക്കിങ്ങനെ അസോസിയേഷൻ നടന്നു, ഡിസോസിയേഷൻ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെയും കൂടി അക്കൗണ്ട് ചെയ്യണ്ടേ, മോളാർ മാസിന്റെ അബ്നോർമാലിറ്റിയും കൂടി, അതായത് അസോസിയേഷനെയും ഡിസോസിയേഷനെയും നമുക്ക് കാണിക്കണ്ടേ. ഇങ്ങനെ എനിക്ക് പറഞ്ഞു തന്നാൽ മതിയില്ലല്ലോ. അതിനു വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. അസോസിയേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടക്കുമ്പോൾ മോളാർ മാസിന് ഡിഫറൻസ് വരുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്ന ഒരു ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടറിന്റെ ഡെഫിനേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ മോളാർ മാസ് അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ ഒബ്സേർവ്ഡ് മോളാർ മാസ്, അബ്നോർമൽ മോളാർ മാസ്, അല്ലെങ്കിൽ ഒബ്സേർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ബൈ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഇതാണ് എന്ത്, വാൻ ഹോഫ് ഫാക്ടറിന്റെ 3 ഡെഫിനിഷൻ. എപ്പോഴും ചോദിക്കും, 3 എണ്ണവും പഠിച്ചു വെക്കണം. സെറ്റാണോ? ഇതുവരെ സെറ്റാണോ? ആഫ്റ്റർ ബൈ ബിഫോർ ആണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ വാൻ ഹോഫ് ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. സെറ്റാണെങ്കിൽ സെറ്റാണെന്ന് പറയൂ. നമ്മൾ പറഞ്ഞ കാര്യം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് മോൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. ഡിസോസിയേഷൻ നടക്കുകയാണെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ 1 കൂടുതലായിരിക്കും, അസോസിയേഷൻ ആണെങ്കിൽ 1 കുറവായിരിക്കും. ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണ്, നോൺ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുന്നില്ലെങ്കിൽ അവർ നോൺ ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. യെസ്, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് NaClന്റെ വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കണം. NaCl എങ്ങനെയാണടാ സ്പ്ലിറ്റ് ആവുന്നത്? NaCl Na+ഉം Cl- ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുമ്പം ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടായി? ഒരു Naയും ഒരു Clഉം, ദാറ്റ് ഇസ് 1 + 1 2. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 1. 2/1 which is equal to 2. വാൻ ഹോഫ് ഫാക്ടർ 2 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി NaCl അല്ലെ, KClഉം എങ്ങനെയാണ്? സിമിലർ ആയിട്ടാണ് വരുന്നത് അല്ലെ, K+ഉം Cl- ആണ് വരുന്നത്. അപ്പൊ I എങ്ങനെയാണ് വരുന്നത്? 1 + 1 2 /1 which is 2 തന്നെയാണ് വരുന്നത് അല്ലെ. MgSO4 എങ്ങനെയാ വരുന്നത്? MgSO4 എങ്ങനെയാ സ്പ്ലിറ്റ് ആവുന്നത്? Mg2+ എന്നും SO4 2- എന്നും പറഞ്ഞാണ് സ്പ്ലിറ്റ് ആവുന്നത് അല്ലേ. അപ്പം വാൻ ഹോഫ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കറിയാം അല്ലേ, ഇവിടെ ഒരു മോള്, ഇവിടെ ഒരു മോള്. അപ്പോൾ 1 + 1 2, ആഫ്റ്റർ ഡിസോസിയേഷൻ 2, ആദ്യം എങ്ങനെയാണ് 1 ആണ് അല്ലേ. അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? വാൻ ഹോഫ് ഫാക്ടർ കിട്ടി. ഇനി ഇതേപോലെ തന്നെ K2SO4 എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുന്നത്? 2 K+ഉം
ഒരു SO4 2- 2+1 മോൾസ് ഉണ്ടാവുന്നുണ്ട് ആഫ്റ്റർ ഡിസോസിയേഷൻ. സോ 3 മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ അല്ലെ. 2+1 വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ ഇനിഷ്യലി ഒരെണ്ണം. സോ I is equal to 3 എന്ന് വരും അല്ലേ. K2SO4ന്റെ വാൻ ഹോഫ് ഫാക്ടർ കിട്ടി. CH3COHന്റെ എങ്ങനെയാണ്? CH3COH അത് 2 എണ്ണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അത് ഡൈമറൈസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുവാണ്? CH3COH ട്വൈസ് ആയിട്ട് മാറുവാണ്. സോ വാൻ ഹോഫ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1/2, ദാറ്റ് ഇസ് 0.5 എന്ന് വന്നു അല്ലേ. വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ പഠിച്ച 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇല്ലേ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, എല്ലാ ഇക്വേഷനിലും ഒരു I ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു I ആഡ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് എന്ത് പറ്റും? ഈ ഒരു ഇലക്ട്രോലൈറ്റ് ആണോ നോൺ ഇലക്ട്രോലൈറ്റ് ആണോ അല്ലെങ്കിൽ ഈ അബ്നോർമൽ മോളാർ മാസിൻ്റെ ഇഷ്യൂ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കണം, നോൺ വോളറ്റൈൽ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സൊല്യൂട്ട് ആണോ, നോൺ വോളറ്റൈൽ എന്താ പറയുക നോൺ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സൊല്യൂട്ട് ആണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കുക. ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ കൺസിഡർ ചെയ്യണം. നോൺ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. അഗ്നി ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വാൻ ഹോഫ് ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഇപ്പം നമുക്ക് ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട് അത് മുഴുവൻ യൂട്യൂബിൽ ചെയ്യിക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ടോപ്പിക്കും കൂടി നോക്കാനുണ്ട്. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ്റെ ഇക്വേഷനും കൂടി നോക്കാനുണ്ട്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു I-1/n-1 ആണ്. n എന്ന് പറയുന്നത് എന്താണ്? ഡിസോസിയേഷൻ കഴിഞ്ഞ് ഉണ്ടായ പാർട്ടിക്കിളാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ കഴിഞ്ഞ് എത്ര പേരുണ്ടായി അതാണ് n. അസോസിയേഷൻ്റെ കേസിൽ ആൽഫ ഇസ് ഈക്വൽ ടു I-1/1/n-1 ആണ്. ഇവിടുത്തെ n എന്താടാ? എത്ര പേര് അസോസിയേറ്റഡ് ആയി. ബിഫോർ അസോസിയേഷൻ എത്ര പേരുണ്ടായിരുന്നു? ഡിസോസിയേഷൻ്റെ കേസിൽ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് എത്ര പേരുണ്ടായിരുന്നു? ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം മിസ് ഒന്നും കൂടി പറയുകയാണ്, നമ്മളുടെ അഗ്നി ബാച്ചിൽ നമ്മൾ ഒരുപാട്, അതായത് ഞാൻ ഈ നമ്മളിപ്പം ഒരു 3 hours നിർത്തുന്ന ഈ ഒരു ടോപ്പിക്ക് അഗ്നി ബാച്ചിൽ 5 പാർട്ടായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 hours, ഒരു പാർട്ട് ഒരു 2 hours മുകളിൽ ഒരു ഓൾമോസ്റ്റ് 10 മണിക്കൂർ എടുത്ത് മിസ് കവർ ചെയ്ത സൊല്യൂഷൻസ് ആണ് മിസ് ഇപ്പം 3 hours കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും? പ്രോബ്ലംസിൻ്റെ നമ്പേഴ്സിൽ കുറവുണ്ടാവും. ടോപ്പിക്സ് ഒക്കെ മിസ് കവർ ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കൽസ് നല്ല രീതിയിൽ കുറവുണ്ടാവും. സൊല്യൂഷൻസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ആണ് ന്യൂമറിക്കൽസ് മുഴുവനായിട്ട് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പം ന്യൂമറിക്കൽസ് നല്ലോണം ചെയ്ത് തന്നെ പഠിക്കണം. NCERT ന്യൂമറിക്കൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റൻ ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ആൻസർ പറയുക. ബെൻസോയിക് acid is associated into dimer when dissolved in benzene and osmotic pressure of its solution of 6.1 grams of benzene. അപ്പോൾ നോക്കുക, molar mass is equal to 122. Benzoic acid എത്രയുണ്ട്? weight is equal to 6.1 gram അല്ലേ. വോളിയം is equal to 100 ml ആണ്. അതിനെ ലിറ്റേഴ്സിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. സോ 0.1 liters. 100 ml ആണ്. അതിനെ ലിറ്റേഴ്സിലേക്ക് ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. അപ്പോൾ 0.1 liters. സെറ്റല്ലേ മക്കളെ? സെറ്റാണെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. എനിക്ക് നിങ്ങളുടെ കമൻറ്റ്സ് കാണാണ്ടാവുമ്പോൾ ടെൻഷൻ ആവും. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ചെയ്യൂ. ഓ ദി ആൻസറൊക്കെ വന്നു. വെരി ഗുഡ് മനു, ഐ എം പ്രൗഡ് ഓഫ് യു. ആൻസറൊക്കെ വന്നു. മനു ഇങ്ങനെ കിറ്റ്കാറ്റൊക്കെ കഴിച്ച ആൻസർ പറയാണ്. വെരി ഗുഡ്, ഐ എം പ്രൗഡ് ഓഫ് യു. അപ്പോൾ നോക്കുക, വോളിയം 0.1 വന്നു അല്ലേ. ടെമ്പറേച്ചർ എത്രയാണ് വന്നിരിക്കുന്നത്? 27 degrees Celsiusലാണ്. കെൽവിനിലേക്ക് ആക്കുക 273, 300 Kelvin എന്ന് കിട്ടും അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? പെർസെൻറ്റേജ് ഓഫ് അസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ ഇസ് ഈക്വൽ ടു I-1/1/1/n-1 ആണ് ആൻസർ അല്ലേ. ആൽഫ ദ അസോസിയേഷൻ I-1/1/1/n-1 ആണ് വരുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്കറിയാം എന്ത് I കണ്ടുപിടിക്കണം അല്ലേ. I കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം π V is equal to nRT into
I ആണ്. So I is equal to pi v divided by nRT എന്നാണ് അല്ലേ. അപ്പോൾ പൈയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 6.5 അറ്റ്മോസ്ഫിയേഴ്സ് ആണ് പൈ. 6.5 ഇൻറ്റു 0.1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 6.1 ഡിവൈഡഡ് ബൈ 122 ആണ്. So it is equal to 6.1 divided by 122 into R എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് 0.0821 into ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത്? It is 300 Kelvin. So I is equal to what? I is equal to yes, I is equal to എത്ര വരുന്നു? ദാ ഇവിടെ പറഞ്ഞു 94.46. yes, 94.44 എന്ന് വരും. ഇങ്ങനെ വരും 0.9444 എന്ന് വരും. പെർസെൻറ്റേജിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പെർസെൻറ്റേജിലാണ്, പെർസെൻറ്റേജ് ഓഫ് അസോസിയേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0.9444 into 100 which is equal to 94.44%. സോ ആരോ ചോദിക്കുന്നുണ്ട് ടെക്നിക്കലി എന്താണ് സ്റ്റേറ്റ് ആൻഡ് CBSE ഡിഫറൻസ്? ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു ഡിഫറൻസ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒബ്വിയസ്ലി ബോർഡ് എക്സാമിൻ്റെ പാറ്റേണിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ രണ്ടുപേരും NCERT ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഷെബിൻ ചോദിച്ച പോലെ രണ്ടുപേരും NCERT ആണ്. സോ സ്റ്റേറ്റ് സ്റ്റുഡൻസിനും നമ്മുടെ ലൈവ് കാണാം, പ്രശ്നമില്ല. കാരണം NCERT മുഴുവനാണ് മിസ് പഠിപ്പിക്കുന്നത്. അത് സ്റ്റേറ്റും CBSE ഒരേപോലെയാണ് പഠിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആണ്. MCQസും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സ്റ്റേറ്റിൽ അത്ര ക്വസ്റ്റ്യൻസ് വരാറില്ല. ഓക്കെ, ഇവിടെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റിൽ അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും സ്റ്റേറ്റിൽ കണ്ടിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യുമ്പം മിസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ബോർഡ് എക്സാംസിൻ്റെ പാറ്റേൺ ഡിഫിക്കൽട്ട് ആവുന്നു, അങ്ങനെ കുറേ ആശങ്കകൾ ഉണ്ടാവും നിങ്ങൾക്ക് അല്ലേ? ക്വസ്റ്റ്യൻ നമ്മൾ എത്ര പഠിച്ചാലും മാർക്ക് കുറയുന്നു, അത് ഇത് കുറേ പ്രശ്നങ്ങൾ. പക്ഷെ ദ തിങ്സ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാകും. മെയിൻലി പ്രശ്നം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആവുന്നതിൻ്റെ റീസൺ എന്താ? നമ്മൾ ആ പാറ്റേണിലേ പഠിച്ചിട്ടുള്ളൂ, ആ പാറ്റേണിന് ഔട്ടായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. അതായത് NCERT ടെക്സ്റ്റ് ബുക്കിൽ മുഴുവനായിട്ടൊരു ചാപ്റ്ററിൻ്റെ നോക്ക് ആൻഡ് കോർണേഴ്സിന് എല്ലായിടത്തൊന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയാലോ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ ടെൻഷൻ ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ എല്ലാം പഠിച്ചിട്ട് പോകുന്ന സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ട് കവർ ചെയ്ത് പഠിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അഗ്നി ക്ലാസ്സിൽ നമ്മളൊരു 5 പാർട്ട് എടുത്ത് 10 മണിക്കൂറിൽ കൂടുതലായിട്ടാണ് ഞാൻ സൊല്യൂഷൻസ് കവർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ സൊല്യൂഷൻസ് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും 100% ഉറപ്പായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ന്യൂമറിക്കൽസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. സൊല്യൂഷൻസ് ആണെങ്കിലും നാളെ രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിലും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ? ഇപ്പം തന്നെ നിങ്ങൾ പറയൂ, സൊല്യൂഷൻസ് ഈസി അല്ലേ? വളരെ ഈസി അല്ലേ? ന്യൂമറിക്കൽസ് ഉണ്ടെങ്കിലും അല്ലേ, പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ദർ ഇസ് സൊല്യൂഷൻസ് അല്ലേ? യെസ്, അപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു കാര്യം ആലോചിക്കുക, നല്ല മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ടോപ്പ് മേടിക്കുന്ന ആൾക്കാർ ഓൾറെഡി ഗിഫ്റ്റഡ് ആയിട്ട് അങ്ങനെ ജനിക്കുന്നൊന്നുമല്ല. നമ്മൾ പഠിച്ച് അല്ലേ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരെന്താ ചെയ്യുന്നതെന്നറിയോ? ടോപ്പേഴ്സും നമ്മളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ടോപ്പേഴ്സിൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ? അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കും. കുറേ പേര് പറയും മിസ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരൂ. സി, ഡിസിപ്ലിൻ ഇസ് ഫാർ ഫാർ ഗ്രേറ്റർ ദാൻ മോട്ടിവേഷൻ. ഡിസിപ്ലിൻഡ് ആയിട്ടിരുന്നാൽ അത് ഇന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും എനിക്കൊന്നും പഠിക്കാൻ മൂടില്ല, മഴ വന്നു, ഉറങ്ങാൻ തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യുക? ഒരു ഹാഫ് ടോപ്പിക്ക് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുക. മൊത്തം ചാപ്റ്റർ പഠിക്കണ്ട, 2 ടോപ്പിക്ക് പഠിക്കുക. അതെന്താണ്? ഡിസിപ്ലിനാണ് കാണിക്കുന്നത്. മോട്ടിവേഷൻ ഇല്ലെങ്കിലും എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകുന്ന സാധനമല്ല മോട്ടിവേഷൻ, പക്ഷെ ഡിസിപ്ലിൻ എല്ലാ ദിവസവും വേണം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? മറക്കാതെ യൂട്യൂബ് ലൈവിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം, മിസ്സിൻ്റെ ക്ലാസ് എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ആണ് മിസ്സിൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ എല്ലാവരും പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുക. ഗുഡ് നൈറ്റ് എവ്രി വൺ.